Hello, 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 hello. Hi. Hi, Muggles. Hello, am I audible? Hello. Okay. Hello, am I audible? Hi. Khalifa. Okay, hi, Khalifa. Hi, all. Class ഇല്ലേ ക്ലാസ് തുടങ്ങി. എന്താ നന്ദു കുട്ടികൾ ക്ലാസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കണേ. ഓക്കെ. Doctor, time is money. Money is everything. So please don't waste our time. Oh my God. ശരി. No comments. Okay. Hi, Muggles. So let's begin the class. മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ഒന്ന് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അടിപൊളി ചാപ്റ്റർ ആണ്, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്ന ചാപ്റ്റർ. പക്ഷേ നമ്മുടെ NCERT അത് ചുരുക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പക്ഷേ 5 മാർക്ക് വെയിറ്റേജ് ഇട്ടുകൊണ്ടാണ് നമുക്ക് തരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ടു സ്റ്റഡി കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റഗ്രേഷൻ അല്ലേ. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ ലുക്ക്, നമുക്ക് ആദ്യം തന്നെ ന്യൂറൽ കൺട്രോൾ ഡിസ്കസ് ചെയ്യാം. ആർ യു റെഡി? ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നോക്കട്ടെ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിനകത്ത് നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താ കുട്ടികളെ? ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ന്യൂറോൺ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറൽ സിസ്റ്റം. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിന് നമ്മൾ കുറേ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള രണ്ട് ഭാഗത്തു നിന്നും പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് മെക്കാനിസം ഓഫ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് സിഗ്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ജനറേഷൻ എങ്ങനെ നടക്കുന്നു, ഹൗ ദ നെർവ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്, എങ്ങനെയാണ് അതിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്, ആ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അബൌട്ട് സൈനാപ്സ്. ഓക്കെ, വാട്ട് ഈസ് സൈനാപ്സ്? ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഈസ് കോൾഡ് സൈനാപ്സ്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് സൈനാപ്സിനെ കുറിച്ചാണ്. നാലാമതായിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അബൌട്ട് ബ്രെയിൻ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറൽ സിസ്റ്റം. നമുക്ക് നമ്മുടെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഇങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെർവസ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ന്യൂറൽ സിസ്റ്റം എന്നോ നെർവസ് സിസ്റ്റം എന്നോ ഒക്കെ വിളിക്കാം. ഇതിനെ നമ്മൾ ഇനീഷ്യലി 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓർമ്മയുണ്ടോ മക്കളെ? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഉറക്കെ പറഞ്ഞേ, സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ CNS എന്ന് പറയുമല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS. രണ്ടാമത്താണ് മക്കളെ പെരിഫറൽ നെർവസ് സിസ്റ്റം. എന്താണ് മക്കളെ രണ്ടാമത്തത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഉറക്കെ പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ, പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ വി ഹാവ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ PNS എന്ന് പറയും. നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, നമ്മുടെ ബ്രെയിനും അതേപോലെ തന്നെ നമ്മുടെ സുഷുമ്നാ നാഡിയുമാണ് എവിടെ വരുന്നത് മക്കളെ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. സെറ്റല്ലേ കുട്ടികളെ? അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡ് സുഷുമ്നാ നാഡിയും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലോ ഓൾ അതർ നെർവ്സ് which are connected with brain and spinal cord. നമ്മുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ കണക്റ്റ് ആയിട്ടുള്ള മറ്റെല്ലാ നെർവുകളെയും നമുക്ക് എന്ത് വിളിക്കാം? ഒന്നിച്ചാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സെറ്റാണോ? അപ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിലേക്ക് കണക്റ്റ് ആയ നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ നെർവുകളെയും ബാക്കി എല്ലാ ന്യൂറോണുകളെയും ഒന്നിച്ചാണ് എന്ത് വിളിക്കുക? പെരിഫറൽ നെർവസ് സിസ്റ്റം. സെറ്റല്ലേ മക്കളെ? റെഡി ആണല്ലോ? ഓക്കെ, ഗുഡ്. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ദാറ്റ് ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നും. സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നമുക്ക് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ദ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു വോളണ്ടറി ഓർഗൻസ്. പറഞ്ഞേ, ഇതിൽ ആരാ ഉൾപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുന്നു ആര്? ഓൾ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു വോളണ്ടറി ഓർഗൻസ്. ഓക്കെ, സോ നെർവ്സ് ടു വോളണ്ടറി ഓർഗൻസ്. ക്ലിയർ അല്ലേ കുട്ടികൾ? ഇതിൽ ഉൾപ്പെടുന്നത് നെർവ്സ് ടു വോളണ്ടറി ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ വോളണ്ടറി അവയവങ്ങളിലേക്ക് കണക്റ്റായ നെർവുകളാണ് എന്തിൻ്റെ ഭാഗമായിട്ട്? സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നത്. സർ, ഈ ബയോളജി വേർഡ്സ്
വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ഇല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊന്നും നമ്മൾ ചിലപ്പോൾ സ്കൂളിലെ ക്ലാസ് ടെസ്റ്റിനൊക്കെ മാർക്ക് കുറക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ബോർഡ് എക്സാമിനൊന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് നോബഡി ഈസ് ഗോയിങ് ടു റെഡ്യൂസ് യുവർ മാർക്ക്. നിങ്ങളുടെ മാർക്ക് കുറയൂല കേട്ടോ, പേടിക്കണ്ട. ക്ലാസ് എക്സാമിനൊക്കെ കുറയുമായിരിക്കും, പക്ഷെ ബോർഡ് എക്സാമിന് പേടിക്കണം. പക്ഷെ തെറ്റിക്കരുത്, ഒരു ബന്ധമില്ലാത്തതൊന്നും എഴുതി വെക്കരുത്. ചെറിയ രീതിയിലൊക്കെ തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. സോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം, രണ്ടാമത്തെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലേ. അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താ? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ദ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു നമ്മുടെ ശരീരത്തിലെ വോളണ്ടറി ഓർഗനുകൾ. ഇപ്പോൾ നമ്മുടെ കൈ വോളണ്ടറി അവയവമല്ലേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന അവയവമാണ് അല്ലേ. നമ്മുടെ കാല് വോളണ്ടറി അവയവമാണ്. അപ്പോൾ നമ്മുടെ വോളണ്ടറി അവയവങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കെലറ്റൽ മസിലുകളിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂറോണുകളെയും ഒന്നിച്ച് അല്ലെങ്കിൽ എല്ലാ നെർവുകളെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ദ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ഇൻവോളണ്ടറി ഓർഗാൻസ്. ഓക്കെ, സോ നെർവ്സ് കണക്റ്റഡ് ടു ഇൻവോളണ്ടറി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത അനേക അവയവങ്ങൾ അല്ലേ, നമ്മുടെ ഹാർട്ട്, ലങ്, ഇത്തരത്തിൽ അനേക അവയവങ്ങളുണ്ട്. അതിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള ന്യൂറോണുകൾ അല്ലെങ്കിൽ നെർവുകളെ ഒന്നിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സൊമാറ്റിക് പഠിച്ചു, ഓട്ടോണോമിക് പഠിച്ചു, സെറ്റല്ലേ. ഇനി ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും. നമുക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ദ നെർവ്സ്. ദീസ് ആർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഈസ് നെർവസ് സിസ്റ്റം ഓഫ് ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രൈറ്റ് ആൻഡ് ഫൈറ്റ്. നമ്മൾ പേടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആകുന്ന, നമ്മുടെ ബോഡിയിൽ സിഗ്നലുകൾ ഉണ്ടാക്കുകയും ആ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന കംപ്ലീറ്റ് ന്യൂറോണുകൾ, ദേ കംസ് അണ്ടർ ദി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അതായത് നോക്കൂ, നമ്മളൊരു പേടിയിൽ അകപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റിൽ അകപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് കണ്ടം വഴി ഓടുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ അവർ ഹാർട്ട് റേറ്റ് വിൽ ഇൻക്രീസ്, അവർ റെസ്പിറേറ്ററി റേറ്റ് വിൽ ഇൻക്രീസ് അല്ലേ. ആരും നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുന്നത്? നമ്മുടെ സിമ്പതറ്റിക് ന്യൂറോണിലൂടെ ഹാർട്ടിലേക്ക് സിഗ്നൽ വരുന്നു. നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ പെടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിലേക്ക് സിമ്പതറ്റിക് ന്യൂറോണുകളിലൂടെ സിഗ്നൽ വരുന്നു, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് സിമ്പതറ്റിക് ന്യൂറോണുകളിലൂടെ സിഗ്നൽ വരുന്നു. അപ്പോൾ സിമ്പതറ്റിക് ന്യൂറോണിലെ സിഗ്നലുകൾ വന്നു കഴിഞ്ഞാൽ സിമ്പതറ്റിക് നെർവുകളിലൂടെ സിഗ്നൽ വരുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ ഒക്കെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എമർജൻസി സിറ്റുവേഷൻ, അതാണ് ഫ്രൈറ്റ്, പേടി, ഫൈറ്റ്. നമ്മൾ ഫൈറ്റിൽ അകപ്പെടുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ആകുന്ന നെർവസ് സിസ്റ്റമാണ് എന്ത്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രൈറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്. കണ്ടം വഴി ഓടുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ് അർത്ഥം. പറക്കാണല്ലോ ചെയ്യലേ, അടി വരുമ്പോൾ കണ്ടം വഴി പറക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ആക്റ്റീവ് ആവുന്ന കംപ്ലീറ്റ് ആളുകളെയാണ് നമ്മൾ നെർവ്സ് ഓഫ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഓഫ് സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ന്യൂറോൺസ് ദാറ്റ് ആക്ടിവേറ്റ് ഇൻ അവർ ബോഡി ഡ്യൂറിങ് അവർ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഡൈജഷൻ്റെ സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ സിഗ്നൽസിനെ കൊണ്ടുവരുന്ന, മെയിനായിട്ട് അതിനൊക്കെ വേണ്ടിയുള്ള സിഗ്നലിനെ കൊണ്ടുവരുന്ന ആളുകളെയാണ് നമ്മൾ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ത് സംഭവിക്കും? ഡിക്രീസ്. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസ്. അതിൻ്റെ കാരണം എന്താ? പാരാസിമ്പതറ്റിക് ന്യൂറോണുകളിലൂടെ ഹാർട്ടിലേക്ക് സിഗ്നൽ വരും ടു ഡിക്രീസ് ഹാർട്ട് റേറ്റ്, ടു ഡിക്രീസ് ദ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി. ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി കുറയാനുള്ള സിഗ്നൽ വരും. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് നെർവസ് സിസ്റ്റം ഓഫ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. നമ്മുടെ ഡൈജഷൻ കൂട്ടുന്നത് ഏത് ന്യൂറോണുകളാണ്? പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളാണ് നമ്മുടെ ഡൈജഷൻ കൂട്ടുന്നത്. സെറ്റല്ലേ കുട്ടികളെ? അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയറിൽ പലതവണ 2 മാർക്ക് ക്വസ്റ്റനായിട്ട് ചോദിച്ചു കാണാം. ഓക്കെ, സോ സെൻട്രൽ, പെരിഫറൽ, സൊമാറ്റിക്, ഓട്ടോണോമിക്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. സെറ്റാണല്ലോ? ഇനി നോക്കൂ മക്കളെ, ഇനി നമ്മൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് വിസറൽ നെർവസ് സിസ്റ്റം. നോക്കൂ, ഇത് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ തീർന്നു കേട്ടോ. നമ്മൾ ഈ പറഞ്ഞത് തീർന്നു. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ നമുക്ക് ഒരേ കാര്യത്തെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഒരേ വസ്തുവിനെ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് അമിനോ ആസിഡുകളെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരേ വസ്തുവിനെ ഇപ്പോൾ നമ്മളും നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിനെ നമുക്ക് വേണമെങ്കിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ മലപ്പുറക്കാർ, കൊല്ലം, തൃശ്ശൂർ, ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നുള്ള ആളുകൾ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ പഠിക്കുന്ന ആളുകൾ, പഠിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ +1 ഫുൾ A+
പ്ലസ് ഉള്ള ആളുകൾ, സോറി 10th ഫുൾ A+ ഉള്ളവർ, ഇല്ലാത്തവർ, അല്ലെങ്കിൽ പാട്ട് പാടുന്നവർ, പാടാത്തവർ, അല്ലേ? വി ക്യാൻ ക്ലാസിഫൈ ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി ന്യൂറോണുകളെ മറ്റൊരു രീതിയിൽ ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു എ സ്പെഷ്യൽ ഗ്രൂപ്പ് കോൾഡ് വിസറൽ നെർവസ് സിസ്റ്റം. നമ്മൾ ഈ പറഞ്ഞ ന്യൂറോണുകളെ തന്നെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ നെർവ്സ് ദാറ്റ് ക്യാരി സിഗ്നൽസ് ടു ദ വിസറൽ ഓർഗാൻസ്. എന്താ മക്കളെ വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിസറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളിൽ അനേക അവയവമില്ലേ? നമ്മുടെ ഹാർട്ട് ഇൻവോളണ്ടറി അവയവമാണ്, നമുക്കറിയാം. നമ്മുടെ സ്റ്റൊമക്ക് ഇൻവോളണ്ടറി അവയവമാണ്, ശരി. ബട്ട് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വിസറ. വിസറയിലുള്ള ഇൻവോളണ്ടറി അവയവങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ മസിലുണ്ട്, ഇൻവോളണ്ടറി മസിലാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ വിസറ. കണ്ണ് വിസറയിലാണോ? അല്ല, കണ്ണ് പുറത്താണ്, നമ്മുടെ പുറം ഭാഗത്തുള്ള ഒരു അവയവമാണ് കണ്ണ്. ബട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഇൻവോളണ്ടറി മസിൽ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിസറയിലുള്ള ഇൻവോളണ്ടറി മസിൽസിലേക്കോ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഓർഗനുകളിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നലിനെ കൊണ്ടുപോകുന്ന ന്യൂറോണുകളെ അല്ലെങ്കിൽ നെർവുകളെ മാത്രമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് വിസറൽ നെർവസ് സിസ്റ്റം. ക്ലിയർ അല്ലേ? സോ ഓൾ നെർവ്സ് വിച്ച് ക്യാരി സിഗ്നൽസ് ടു വിസറൽ ഓർഗൻസ് ആൻഡ് എവേ ഫ്രം വിസറൽ ഓർഗൻ. വിസറൽ ഓർഗാനിലേക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ ഓർഗാനുകളിൽ നിന്ന് തലച്ചോറിലേക്കോ ഒക്കെ സിഗ്നൽ കൊണ്ടുപോകുന്ന ന്യൂറോണുകളെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇത് വേറെ തന്നെ രീതിയിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയതാണ്. അപ്പോൾ സാധാരണ നിങ്ങളോട് ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കാര്യം എഴുതുക. എന്നിട്ട് ഓട്ടോണോമിക്കിനെ വീണ്ടും 2 ഗ്രൂപ്പാക്കുക, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്ന്. ഒരിക്കലും വിസറൽ നെർവസ് സിസ്റ്റം സാധാരണ എഴുതരുത്. ഇൻ കേസ് നിങ്ങളോട് എന്താണ് വിസറൽ നെർവസ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ നെർവ്സ് ദാറ്റ് ക്യാരി സിഗ്നൽസ് ടു ആൻഡ് ഫ്രം എന്ന് എഴുതിക്കൊണ്ട്. ടു എന്ന് മാത്രമല്ല, അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ തലച്ചോറിലേക്കോ, അതായത് തലച്ചോറിൽ നിന്ന് ഒന്നുകിൽ സ്റ്റൊമക്കിലേക്ക് സിഗ്നൽ പോവുക, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് തലച്ചോറിലേക്ക് സിഗ്നൽ പോവുക, രണ്ടായാലും കുഴപ്പമില്ല. ഹാർട്ടിലേക്ക് തലച്ചോറിൽ നിന്ന് പോവുക, ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് പോവുക, എങ്ങനെയായാലും കുഴപ്പമില്ല. ക്യാരി സിഗ്നൽസ് ടു ആൻഡ് ഫ്രം ദ വിസറൽ ഓർഗാൻസ്. സെറ്റാണ് മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ കാര്യം റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റസിയ ഫുഡ് കഴിഞ്ഞില്ല. റസിയ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. കുംഭകർണൻ്റെ മോളാണല്ലോ. എന്തോന്നടേ പോടേ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ശരി, ഗുഡ്. ഓക്കെ, സെറ്റാണല്ലേ? ഗുഡ്. ശ്രദ്ധിക്കുക സാർ, ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി ടൈം ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ സാർ ഉണ്ട് പറഞ്ഞാൽ ഞാൻ അപ്പം മുതൽ തുടങ്ങാം പഠിക്കാൻ. ഇല്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇനി പഠിക്കണ്ട കൊല്ലം അവിടെ ഇരുന്നോ. എൻ്റെ മക്കളെ, ഇനി ഉള്ള സമയത്ത് മാക്സിമം പഠിക്കുക എന്നല്ലേ. നമ്മൾ ഇന്നും തുടങ്ങിയില്ല, അപ്പോൾ ഞാൻ ഇനി തീരെ തുടങ്ങുന്നില്ല, എന്നാൽ അവിടെ ഇരുന്നോ. സുനാമി ഇങ്ങനെ വരികയാണ്, അപ്പോൾ നമ്മൾ കുറേ ദൂരമുണ്ട്, പക്ഷെ വേണ്ട, നമ്മൾ ഓടുന്നില്ല, നമ്മളങ്ങ് ദാറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, എത്ര മാർക്കിന് ചാപ്റ്ററിന് ചോദ്യം വരിക? ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് 5 മാർക്കിന് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, കമോൺ. ശരി, കം ഹിയർ. ഇനി നോക്കടാ, നമ്മൾ നമ്മുടെ വിസറൽ നെർവസ് സിസ്റ്റത്തിലെ വെറുതെ രാത്രിയായ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി, അപ്പോൾ നമ്മുടെ വിസറൽ നെർവസ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഏത് ഗ്രൂപ്പിലെ ന്യൂറോൺ എടുത്താലും ആ ന്യൂറോണുകൾ ആക്ച്വലി 2 ടൈപ്പായിരിക്കും. ദാറ്റ് ഈസ് വി ഹാവ് അഫറൻറ്റ് ന്യൂറോൺസ്. നമ്മുടെ ശരീരത്തിലെ ന്യൂറോണുകളിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അഫറൻറ്റ് ന്യൂറോൺസ്, അല്ലെങ്കിൽ നമ്മൾ അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയും. അഫറൻറ്റ് ഫൈബേഴ്സ്. അതുപോലെ തന്നെ വി ഹാവ് ഇഫറൻറ്റ് ന്യൂറോൺസ്. ലുക്ക്, വി ഹാവ് ഇഫറൻറ്റ് ന്യൂറോൺസ് ഓർ ഇഫറൻറ്റ് ഫൈബേഴ്സ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? നോക്ക്, നമ്മളിപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളെ എടുക്കാം. ദാറ്റ് ഈസ് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ സ്കെലറ്റൽ മസിലിനെയും കണക്ട് ചെയ്യുന്ന എല്ലാ ന്യൂറോണുകളും ദേ കംസ് ഇൻ സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ശരി, അങ്ങനെയാണെങ്കിൽ തലച്ചോറിൽ നിന്ന് സ്കെലറ്റൽ മസിലിലേക്ക് സിഗ്നലിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺ,
തലച്ചോറിൽ നിന്ന് സ്കെലറ്റൽ മസിലിലേക്ക്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് പെരിഫറൽ ഓർഗാൻസിലേക്ക്. പെരിഫറൽ ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാത്ത മറ്റെല്ലാ അവയവങ്ങളെയും നമുക്ക് പെരിഫറൽ ഓർഗാൻസ്, പുറമേയുള്ള അവയവങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങളുടെ സ്കെലറ്റൽ മസിലിലേക്ക് സിഗ്നലിനെ കൊണ്ടുപോകുന്ന ന്യൂറോണുകൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് പെടുക. നോക്കൂ, അവർ ബ്രെയിനിൽ നിന്ന് സ്കെലറ്റൽ മസിലിലേക്ക് സിഗ്നലിനെ കൊണ്ടുപോകുന്നു അല്ലേ. ഇനി സ്കെലറ്റൽ മസിലിൽ നിന്ന് ഒരു സിഗ്നലിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോവുക, അവരും സൊമാറ്റിക്കിലാണ് ഉൾപ്പെടുക. പക്ഷേ ദേ ആർ ക്യാരിയിങ് സിഗ്നൽസ് ഫ്രം പെരിഫറൽ ഓർഗാൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ അത്തരം ന്യൂറോണുകളെ നോക്കൂ നമ്മൾ അഫറന്റ് ന്യൂറോണുകൾ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ദേ ക്യാരി സിഗ്നൽസ് ഫ്രം പെരിഫറൽ ഓർഗാൻസ് ടു CNS. നിങ്ങളുടെ പെരിഫറൽ ഓർഗാൻസ്, ഇപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഒരു സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു. ആ ന്യൂറോണിനെ നിങ്ങൾക്ക് അഫറന്റ് ന്യൂറോൺ എന്ന് വിളിക്കാം. നിങ്ങളുടെ സ്കെലറ്റൽ മസിലിൽ നിന്ന് ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു, അയാളെയും അഫറന്റ് ന്യൂറോൺസ് എന്ന് വിളിക്കാം. അപ്പോൾ അഫറന്റ് ന്യൂറോണുകൾ എവിടെയും വരാം. ദേ ക്യാരി സിഗ്നൽസ് ഫ്രം പെരിഫറൽ ഓർഗാൻസ് ടു CNS. അത്രയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി ഇഫറന്റ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഇഫറന്റ് ഫൈബേഴ്സ് നേരെ ഓപ്പോസിറ്റ്. ദേ ക്യാരി സിഗ്നൽസ് എവേ ഫ്രം ബ്രെയിൻ ടു പെരിഫറൽ ഓർഗാൻസ്. ക്ലിയർ ആണല്ലോ. ദേ ക്യാരി സിഗ്നൽസ് ഫ്രം എവിടുന്നാടാ? ഫ്രം ബ്രെയിൻ അല്ലെങ്കിൽ ഫ്രം CNS അല്ലെ, ബ്രെയിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ ടു പെരിഫറൽ ഓർഗാൻസ്. അപ്പോൾ ഇത്തരം ന്യൂറോണുകൾ നമുക്ക് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലും കാണാം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലും, രണ്ട് ഭാഗത്തും ഇത്തരം ന്യൂറോണുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും അഫറന്റ് ന്യൂറോൺ അല്ലെങ്കിൽ അഫറന്റ് ഫൈബറും ഇഫറന്റ് ഫൈബറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. സെറ്റ് അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ്. നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട് ന്യൂറോൺ എന്തൊക്കെയുണ്ട് കുട്ടികളെ. ന്യൂറോണിന് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ന്യൂറോൺ ഈസ് ഹാവിങ് എ സെൽ ബോഡി അല്ലേ. സോ ന്യൂറോണിന് സെൽ ബോഡി ഉണ്ട്. പിന്നെ ലോങ് ആയിട്ടുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ ലോങ് ആയിട്ടുള്ള ഭാഗത്തെ ആക്സോൺ എന്ന് വിളിക്കും. ആക്സോണിൻ്റെ ടെർമിനലാണ്. ആക്സോണിൻ്റെ അവസാന ഭാഗത്ത് അനേകം ബ്രാഞ്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു 3 ബ്രാഞ്ച് കാണിച്ചിട്ടുണ്ട്. ആ ബ്രാഞ്ചുകൾ ഇങ്ങനെ ടെർമിനേറ്റ്, ആക്സോൺ അവസാനിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ. ബൾബ് ലൈക്ക് സ്ട്രക്ചറും കാണാൻ പറ്റും. സെറ്റാണോ? ഓക്കെ. സോ വി ഹാവ് എ സെൽ ബോഡി. ആ സെൽ ബോഡി നോക്ക്, സെൽ ബോഡിയിൽ നിന്ന് കുറേ ബ്രാഞ്ചുകൾ ഇങ്ങനെ, സെൽ ബോഡിക്കും അല്ലേ കുറേ എക്സ്റ്റൻഷൻസ്, ഇങ്ങനെ സെൽ ബോഡി ഇങ്ങനെ റൗണ്ട് ആയിട്ടല്ലേ നിൽക്കുന്നത്, കുറേ ബ്രാഞ്ചുകളുണ്ട്, കുഞ്ഞു ബ്രാഞ്ചുകൾ എല്ലാ സൈഡിലേക്കും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഈസ് സെൽ ബോഡി അല്ലേ. ദിസ് ഈസ് സെൽ ബോഡി. സെൽ ബോഡിയിൽ നമുക്ക് എന്ത് കാണാം? ന്യൂക്ലിയസ് കാണാം. സോ സെൽ ബോഡി ഈസ് ഹാവിങ് എ ന്യൂക്ലിയസ് ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, മറ്റെല്ലാ സെൽ അവയവങ്ങളും ഉണ്ടാകും. ഇനി സെൽ ബോഡിക്ക് കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ടല്ലോ. ഈ എക്സ്റ്റൻഷൻസിനെ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, ഡെൻഡ്രൈറ്റ്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സിംഗുലർ ആയിട്ട് എഴുതിയ ഡെൻഡ്രൈറ്റ് അല്ലേ. സോ സെൽ ബോഡിക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഡെൻഡ്രൈറ്റ്. ഇനി സെൽ ബോഡിയിൽ നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ പറ്റുമോ? സൈറ്റോപ്ലാസം കാണാൻ പറ്റും. സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിൽ അനേകം ഗ്രന്യൂളുകൾ കാണാൻ പറ്റും അല്ലേ. അനേകം ഗ്രന്യൂളുകൾ കാണാൻ പറ്റും. ഈ ഗ്രന്യൂൾസിന് നമ്മൾ എന്താ വിളിക്കുക? ഉറക്കെ പറ. നിസിൽസ് ഗ്രന്യൂൾസ് എന്നല്ലേ വിളിക്കുക. നിസിൽസ് ഗ്രന്യൂൾസ് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ സെൽ ബോഡി ഹാസ് മെനി ഗ്രന്യൂൾസ് കോൾഡ് നിസിൽസ് ഗ്രന്യൂൾസ് അല്ലേ. സോ ഇറ്റ് ഹാസ് മെനി ഗ്രന്യൂൾസ് കോൾഡ് നിസിൽസ് ഗ്രന്യൂൾസ് എന്നറിയപ്പെടുന്ന ഗ്രന്യൂളുകൾ സെൽ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ ബോഡി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ലോങ് പാർട്ട് ഈസ് കോൾഡ്, ദിസ് പാർട്ട് ഈസ് കോൾഡ് ആക്സോൺ അല്ലേ. ഇതിനെയാണ് ആക്സോൺ എന്ന് വിളിക്കുക. ഇനി നോക്കൂ, ഈ ആക്സോണിൻ്റെ പ്രത്യേകത എന്താ? ആക്സോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക സെല്ലുകൾ ഉണ്ടാവും. ദീസ് സെൽസ് ആർ കോൾഡ് ഷ്വാൻ സെൽസ് അല്ലേ. ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഷ്വാൻ സെൽസ്. എന്താ മക്കളെ വിളിക്കുക? ഷ്വാൻ സെൽസ് എന്നാണ് വിളിക്കുക. ഇനി നോക്കൂ, ചില ന്യൂറോണുകളുടെ ആക്സോൺ നോക്കിക്കഴിഞ്ഞാൽ ഷ്വാൻ സെല്ലുകൾ ആ ആക്സോണിന് ചുറ്റും ഒരു പ്രത്യേക രീതിയിൽ ഒരു ഷീറ്റ് പോലെ രൂപപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. എല്ലാ ന്യൂറോണുകളിലും അല്ല, ചില ന്യൂറോണുകളിൽ ഷ്വാൻ സെല്ല് ആക്സോണിന് ചുറ്റും ഒരു ഷീറ്റ് പോലെ രൂപപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഷീറ്റിനെ വിളിക്കുന്ന പേരെന്താ? മയലിൻ ഷീത്ത് എന്ന് വിളിക്കും അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് മയലിൻ ഷീത്ത്. എല്ലാ ന്യൂറോണിലും നമുക്ക് മയലിൻ ഷീത്ത് കാണാൻ പറ്റുമോ? പറ്റൂല.
നോക്കൂ, ചില ന്യൂറോണുകളുടെ ആക്സോണുകളിൽ മാത്രം ഷ്വാൻ സെൽസ് ഫോം എ ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ അറൗണ്ട് ദ ആക്സോൺ. എല്ലാ ന്യൂറോണുകളിലും നിങ്ങൾക്ക് ഷ്വാൻ സെല്ലിനെ മേ ബി കാണാൻ പറ്റും. പക്ഷേ ചില ന്യൂറോണുകളിൽ ഈ ഷ്വാൻ സെൽ ആക്സോണിന് ചുറ്റും ഒരു ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ രൂപപ്പെടുത്തും. ആൻഡ് ദാറ്റ് ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് മയലിൻ ഷീത്ത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില ന്യൂറോണുകളിൽ മയലിൻ ഷീത്ത് ഉണ്ടാവും, ചില ന്യൂറോണിൽ ഉണ്ടാവില്ല. ഇനി നോക്കൂ കുട്ടികളെ, ഇനി നമ്മളിപ്പോൾ ഈ ഒരു ന്യൂറോണിൽ ഞാൻ മയലിൻ ഷീത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മയലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് കാണുന്നില്ലേ? മയലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള സ്പേസുകൾ കാണുന്നില്ലേ? ഈ സ്പേസുകൾ നമ്മൾ എന്താ മക്കളെ വിളിക്കുക? നോഡ് ഓഫ് റാൻവെയർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? നോഡ് ഓഫ് റാൻവെയർ. അങ്ങനെ പറഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ 2 മൈലിൻ ഷീറ്റ്സ്. 2 മൈലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് എന്ത് വിളിക്കുക? നോഡ് ഓഫ് റാൻവെയർ എന്ന് വിളിക്കുക. സെറ്റാണോ? ഇനി നോക്ക്, ഈ ആക്സോൺ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് വി ഹാവ് ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? സൈനാപ്റ്റിക് നോബ് എന്നാണല്ലേ വിളിക്കുക. എന്താ വിളിക്കുക? സൈനാപ്റ്റിക് നോബ്. ഇത്രയും കാര്യങ്ങൾ നോക്കൂ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇത് NCERT ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാമാണ് എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് NCERT ഡയഗ്രാം നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സെൽ ബോഡി ഉണ്ടാവും, ആക്സോൺ ഉണ്ടാകും. ആക്സോണിൻ്റെ ടെർമിനലിൽ, ആക്സോൺ അവസാനിക്കുന്ന ഭാഗത്ത് ബൾബ് ലൈക്ക് സ്ട്രക്ചറുകൾ ഉണ്ടാവും. ദേ ആർ കോൾഡ് സൈനാപ്റ്റിക് നോബ്. അവരെ സൈനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. സെൽ ബോഡിയിൽ എന്തൊക്കെ കാണാം? ന്യൂക്ലിയസ് കാണാം, ഗ്രന്യൂൾസ് കാണാം. ദേ ആർ കോൾഡ് നിസിൽസ്, ഗ്രന്യൂൾസ് കാണാം. ഈ ബ്രാഞ്ചുകളെ നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കും അല്ലേ. സോ ദിസ് ഈസ് ആക്സോൺ. ആക്സോണിൻ്റെ അടുത്ത് ഷ്വാൻ സെല്ലുകളെ കാണാൻ പറ്റും. ഷ്വാൻ സെല്ലുകൾ ചിലപ്പോൾ ഒരു ഷീത്ത് പോലെ ഇങ്ങനെ രൂപപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? മയലിൻ ഷീത്ത് എന്ന് വിളിക്കും. മയലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള ഈ സ്പേസുകളെല്ലാം നമ്മൾ എന്താ വിളിക്കുക? നോഡ് ഓഫ് റാൻവെയർ എന്നാണ് വിളിക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ കാര്യങ്ങൾ റെഡിയാണ് എന്ന് കരുതുന്നു. സെറ്റല്ലേ മക്കളെ? ഓക്കെ. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? ആക്സോണിൻ്റെയും ഡെൻഡ്രൈറ്റിൻ്റെയും എണ്ണത്തെ ബേസ് ചെയ്തുകൊണ്ട് ന്യൂറോണുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലാസിഫൈ ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺസ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. യെസ്, അതായത് നോക്ക്, നമ്മൾ ചില ന്യൂറോണുകളെ, നമ്മളെ എംബ്രിയോ ഉണ്ടല്ലോ, നമ്മൾ ഗർഭാവസ്ഥയിലൊക്കെ നമ്മൾ വളരുന്ന ആ ഒരു പീരീഡിലുള്ള നമ്മുടെ ന്യൂറോണുകളെ നോക്കിയാൽ യു ക്യാൻ സി ഓൺലി 1 ആക്സോൺ, നോ ഡെൻഡ്രൈറ്റ്, ഓൺലി ആക്സോൺ. ഒരു ആക്സോൺ ഉണ്ടാകും, ഡെൻഡ്രൈറ്റ് ഒന്നുമില്ല. ഈ ന്യൂറോണിനെയാണ് നമ്മൾ യൂണിപോളാർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക കുട്ടികളെ? യൂണിപോളാർ ന്യൂറോൺ. എക്സാമ്പിൾ, നമ്മളിത് കാണുക നമ്മുടെ എംബ്രിയോ, ഭ്രൂണത്തിലാണ് കാണാൻ പറ്റുക. നമ്മളിങ്ങനെ ഗർഭപാത്രത്തിൽ വളർന്ന് തുടങ്ങുന്ന പീരീഡിലാണ് നമുക്ക് ഇത്തരം ന്യൂറോണുകളെ കാണാൻ പറ്റുക. അതേ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ റെറ്റിനയിൽ ചില ന്യൂറോണുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത, ഒരു ഡെൻഡ്രൈറ്റ് കാണാം, ഒരു ആക്സോണും കാണാം. അപ്പോൾ നമുക്ക് 1 ഡെൻഡ്രൈറ്റ് 1 ആക്സോൺ, അല്ലെങ്കിൽ സാധാരണ ആക്സോൺ എപ്പോഴും ഒന്നല്ല അല്ലേ. സോ ഓൺലി ആക്സോൺ, പിന്നെ ആക്സോൺ ഉണ്ടാകും. സോ ഈ ന്യൂറോണിനെ നമ്മൾ ബൈപോളാർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ബൈപോളാർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. സോ ഇറ്റ് ഈസ് സീൻ ഇൻ ദ റെറ്റിന ഓഫ് ഐ. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ലെയറാണ്, ഒരു ഭാഗമാണ് റെറ്റിന. ഈ റെറ്റിനയിലാണ് നമുക്ക് ബൈപോളാർ ന്യൂറോണുകളെ കാണാൻ പറ്റുക. ഇനി അടുത്താണ് കുട്ടികളെ, നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരുപാട് ഡെൻഡ്രൈറ്റ്, ഒരു ആക്സോൺ. ഓക്കെ, സോ മെനി ഡെൻഡ്രൈറ്റ് ഉള്ള ആളുകൾ, ഓക്കെ, ആൻഡ് ആക്സോൺ ഉണ്ടാകും. ഇവരെ നമ്മൾ മൾട്ടിപോളാർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മൾട്ടിപോളാർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ, ഇറ്റ് ഈസ് സീൻ ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ ധാരാളം മൾട്ടിപോളാർ ന്യൂറോണുകളെ കാണാൻ പറ്റും. സെറ്റല്ലേ? അപ്പോൾ മെനി ഡെൻഡ്രൈറ്റ് 1 ആക്സോൺ, അതിന് മൾട്ടിപോളാർ ന്യൂറോൺ, ഇറ്റ് ഈസ് സീൻ ഇൻ ദ ബ്രെയിൻ. സെറ്റല്ലേ? ഇനി ഒരു ഡെൻഡ്രൈറ്റ്, ഒരു ആക്സോൺ മാത്രമാണെങ്കിൽ ബൈപോളാർ, ഇറ്റ് ഈസ് സീൻ ഇൻ ദ റെറ്റിന. ഇനി നോ ഡെൻഡ്രൈറ്റ്, ഓൺലി ആക്സോൺ ആണെന്നുണ്ടെങ്കിൽ യൂണിപോളാർ ന്യൂറോൺ, ഇറ്റ് ഈസ് സീൻ ഇൻ ദ എംബ്രിയോ. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇത്രയും എക്സാമ്പിൾ ചോദിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയല്ല ചോദ്യപേപ്പർ ഇടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല. ദർ ഈസ് എ പോസിബിലിറ്റി. ലാസ്റ്റ് എക്സാമിന് എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനിയുള്ള എക്സാമിന് ചോദിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചോദിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതുവരെ ചോദിച്ചതുകൊണ്ട് ഇറ്റ്സ് അഗെയിൻ ദർ ഈസ് എ പോസിബിലിറ്റി. സെറ്റാണല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് മക്കൾ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇസ് ദാറ്റ് ക്ലിയർ? സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ്. ആരൊരാൾ ചോദിക്കുമെന്ന് മറുപടി പറഞ്ഞാൽ പോരുന്നത്. എടാ, ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ ചോദ്യപേപ്പർ ഇടുന്നത്. അഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചോദ്യപേപ്പർ ഇടുന്നത് നമ്മളത് മോസ്റ്റ് പോസിബിൾ. ഇതിന് ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ്. ഐ എം ടീച്ചിങ് യു ബൈ സ്കിപ്പിംഗ് ലോട്ട്സ് ഓഫ് തിങ്സ്.
അപ്പോൾ നമ്മൾ മോസ്റ്റ് പ്രോബബിൾ കാര്യങ്ങളാണ്. അത് ചോദിക്കോ ഇത് ചോദിക്കോ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഇതേ ചോദിക്കുള്ളൂ മറ്റേത് ചോദിക്കുകയില്ല എന്ന്. നോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യപേപ്പർ ചോർത്തേണ്ടി വരും അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ദ മോസ്റ്റ് പ്രോബബിൾ നമ്മൾ എല്ലാ എക്സാമിനും നമ്മൾ പറയുന്നത് തന്നെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതിനർത്ഥം അടുത്ത എക്സാമിനും നമ്മൾ പറയുന്നത് അതേപോലെ വള്ളി പുള്ളി തെറ്റാതെ ചോദിക്കുന്നല്ല. സോ ദ മോർ പോസിബിൾ തിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, കം ഹിയർ കം ഹിയർ കം ഹിയർ കം ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് സിമ്പിൾ കോമൺ സെൻസ്. ദാറ്റ് ഈസ് സിമ്പിൾ കോമൺ സെൻസ്. ഓക്കെ, കം ഹിയർ. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക മക്കളെ? ദാറ്റ് ഈസ് മെക്കാനിസം ഓഫ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് നെർവ് സിഗ്നലുകൾ ഉണ്ടാവുന്നത്, ആ സിഗ്നൽ എങ്ങനെയാണ് ന്യൂറോണിലൂടെ സഞ്ചരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ന്യൂറോണിൻ്റെ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുക. വാട്ട് ഈസ് പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ന്യൂറോൺ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടതെന്ന് അറിയോ? അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്, ന്യൂറോണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ന്യൂറോണ് സിഗ്നലിനെ ഒന്നും ഉണ്ടാക്കാതെ ന്യൂറോൺ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോൾ സിഗ്നൽ ഉണ്ടാവുന്നുണ്ട്, അല്ലാത്തപ്പോൾ ഈ ന്യൂറോണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ടാവുന്നത്, അല്ലാത്തപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂറോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ, ഞാൻ തൽക്കാലം ആക്സോണിനെയാണ് കാണിക്കുന്നത്. ഇതൊരു ആക്സോൺ ആണെന്ന് ഇമാജിൻ ചെയ്യും. ആക്സോൺ വലിയ, നോക്കൂ, ന്യൂറോൺസ് ആർ സം ഓഫ് ദി ലോങ്ങസ്റ്റ് സെൽസ് ഇൻ യുവർ ബോഡി. ആക്സോൺസ് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ആക്സോണിൻ്റെ ചെറിയൊരു ഏരിയ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ന്യൂറോൺ റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഈ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണല്ലോ ഇത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗത്ത് നിറയെ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഹാസ് നെഗറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സർഫേസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സർഫേസ്. ഔട്ടർ സർഫേസിൽ പോസിറ്റീവ് ചാർജും ഇന്നർ സർഫേസിൽ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. സോ ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് കേട്ടോ. പുറം ഭാഗത്ത് നോക്കൂ, ആക്ച്വലി പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ വരുന്നതിനെയാണ് പൊളാരിറ്റി അല്ലെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഹാസ് പോസിറ്റീവ് ചാർജ് ഓൺ ദ ഔട്ടർ സർഫേസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദ ഇന്നർ സർഫേസ് ആൻഡ് ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഇപ്പോൾ നമുക്ക് പറയാം ഈ ന്യൂറോണ് പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം കുട്ടികളെ? നൗ ദിസ് ന്യൂറോൺ ഈസ് ഇൻ പോളറൈസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ ഇപ്പോൾ വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം. ഇനി നമ്മളോട് ചോദിക്കും എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കും. വാട്ട് ഈസ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ന് എൻ്റെ കുട്ടികൾ ഇനിയിപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. അതായത് നമ്മളൊരു തകിട് എടുക്കുക, ഒരു തകിട്. ഓക്കെ, ഒരു എന്താ പറയുക, തകിട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ്, എങ്ങനെയോ അതിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ് എത്തി, മറുഭാഗത്ത് മറ്റേ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് എത്തി. അങ്ങനെ ഒരു തകിടിൻ്റെ ഒരു ഭാഗത്ത് നെഗറ്റീവ്, ഒരു തകിടാന്ന് ഇമാജിൻ ചെയ്യും. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു പ്ലേറ്റ് ഓർ തകിട്, മലയാളത്തിൽ തകിട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്ലേറ്റ് എന്ന് പറയുന്നു. ആ പ്ലേറ്റിൻ്റെ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ തകിടിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് രൂപപ്പെടും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവാണ്. ഇപ്പുറത്ത് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്താൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും, നമുക്കറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ചാർജുകൾ എവിടെ സെപ്പറേറ്റ് ആയി നിന്നാലും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ന്യൂറോണൽ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ്, ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടൂലേ? യെസ് ഓർ നോ? രൂപപ്പെടും അല്ലേ. അപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ +2 പഠിക്കും. ഇവിടെ ഇത്ര പഠിച്ചാൽ മതി. ഈ ന്യൂറോണൽ മെംബ്രെയിൻ്റെ കുറുകെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഇതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ? സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസ്റ്റിംഗ് ന്യൂറോണൽ മെംബ്രെയിൻ, റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ന്യൂറോണൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം അക്രോസ് പോളറൈസ്ഡ് ന്യൂറോണൽ മെംബ്രെയിൻ. പോളറൈസ്ഡ് സ്റ്റേറ്റിലുള്ള ന്യൂറോണൽ മെംബ്രെയിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് നമുക്ക് പറയാം. ഇനി നമ്മളോട് ചോദിക്കും ഹൂ ഈസ്, അല്ലെങ്കിൽ വാട്ട് ക്രിയേറ്റ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ.
ശരി, ഈ ന്യൂറോണ് പോളറൈസ്ഡ് സ്റ്റേറ്റിലായതുകൊണ്ടല്ലേ അവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ന്യൂറോണിന് സാധാരണ ലോകത്തുള്ള എല്ലാ സെല്ലുകളെയും പോലെ ഉള്ളിലും പുറത്തൊക്കെ ന്യൂട്രലായിട്ട് നിന്നാൽ പോരെ? ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ചാർജും പുറം ഭാഗത്ത് ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജും വരാൻ, എന്നിട്ട് പോളറൈസ്ഡ് സ്റ്റേറ്റിലാവുകയും അങ്ങനെ അവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവാനും കാരണമായ പ്രതിഭാസം എന്താണ്? വാട്ട് ക്രിയേറ്റ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ? ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളെന്താ ഉത്തരം പറയുക? ആരോ ഷഹല ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറയുന്നത്? നോക്കൂ, ഷഹല പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഈസ് ഇംപെർമിയബിൾ ടു Na+. ഈ ന്യൂറോണിൻ്റെ മെംബ്രെയിൻ്റെ പ്രത്യേകത, അവിടെ പ്രത്യേക അയോൺ ചാനലുകൾ, ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ അയോണുകൾക്ക് കടന്നു പോകാനുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകളുണ്ട്. പക്ഷേ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സോഡിയത്തിൻ്റെ ചാനൽ ക്ലോസ് ആയിട്ടാണ് നിൽക്കുക, പൊട്ടാസ്യത്തിൻ്റെ ചാനൽ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ പൊട്ടാസ്യത്തിന് മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ പറ്റും, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കടന്നു പോകാൻ പറ്റും. സോഡിയത്തിന് കടന്നു പോകാൻ പറ്റുമോ? പറ്റൂല. സോ അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു K+ ആൻഡ് ഇംപെർമിയബിൾ ടു Na+. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ദ ന്യൂറോണൽ മെംബ്രെയിൻ ഈസ് വാട്ട്? പെർമിയബിൾ ടു what? Permeable to K+ and impermeable. ആർക്ക് ഇംപെർമിയബിൾ? ഇംപെർമിയബിൾ ടു Na+. ഇംപെർമിയബിൾ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ അതിൻ്റെ കൂടെ പറയേണ്ട കാര്യമാണ്. സോ K+ ഡിഫ്യൂസസ് ഔട്ട്സൈഡ്. നോക്കൂ, അങ്ങനെ K+ന് പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ ഈ ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് K+ പുറത്തോട്ട് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ K+ ഡിഫ്യൂസസ് ഔട്ട്. Look, diffuses out of the axoplasm. What is axoplasm? ഇതിന് പകരം നിങ്ങൾ സൈറ്റോപ്ലാസം ഓഫ് ന്യൂറോൺ എന്ന് എഴുതിയാൽ മതി. ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണമാണ് ഈ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ K+ൻ്റെ ഇഫ്ലക്സ് നടക്കുന്നത് കൊണ്ടാണ് ഈ റെസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോളറൈസ്ഡ് സ്റ്റേറ്റ് അതുവഴി ഉണ്ടാകുന്ന റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Na+ന് കടന്നു പോകാൻ പറ്റില്ല, K+നെ പറ്റുള്ളൂ. അപ്പോൾ K+ ന്യൂറോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറമേക്ക് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് മെയിൻറ്റെയിൻസ്? ശരി, അങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ രൂപപ്പെട്ടു അല്ലെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടായി. ആ ഉണ്ടായ നോക്കൂ, പോളറൈസ്ഡ് സ്റ്റേറ്റ് ഇനി എപ്പോഴാണ് മാറുക എന്നറിയോ? നമ്മൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ആ പോളറൈസ്ഡ് സ്റ്റേറ്റ് ചേഞ്ച് ആവുകയുള്ളൂ. അതുവരെ ആ പോളറൈസ്ഡ് സ്റ്റേറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ന്യൂറോൺ അതേ രീതിയിലായിരിക്കും, ഉള്ളിൽ നെഗറ്റീവ് പുറത്ത് പോസിറ്റീവായിട്ടായിരിക്കുക. പക്ഷെ അത് മാറലെപ്പോഴാണ്? നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ അതുവരെ പോളറൈസ്ഡ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ വാട്ട് മെയിൻറ്റെയിൻസ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ? ഈ പോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്? എങ്ങനെയാണ്? എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് അറിയോ? ഇറ്റ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയും സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ എന്താ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് മറ്റൊരാളുണ്ട്. അയാളുടെ പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇയാളുടെ ഫംഗ്ഷൻ, ഇയാൾ ATP എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമയത്തും ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആക്സോപ്ലാസത്തിലേക്ക് എല്ലാ സമയത്തും ATP ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 K+നെ പറഞ്ഞയച്ചു കൊണ്ടിരിക്കും. ആരെ പറഞ്ഞയക്കൂടാ? 2 K+നെ പറഞ്ഞയക്കും. അതേ സമയത്ത് നോക്കൂ, ന്യൂറോണിൽ നിന്ന് പുറത്തേക്ക് 3 Na+നെയും പറഞ്ഞയക്കും. ക്ലിയർ ആണോ മക്കളെ? 3 Na+നെ പുറത്തോട്ടും പറഞ്ഞയക്കും. ഇത് നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇയാളുടെ ഈ പ്രവർത്തന ഫലമായിട്ടാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് വരാതെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ അതിൻ്റെ എക്സാക്ട് റീസണിലേക്കൊന്നും പോകണ്ട. ഇത്രയാണ് ചോദ്യം. ഹു മെയിൻറ്റെയിൻസ്?
സോ ഇറ്റ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ആരാണ് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, ഡിസ്ക്രൈബ് യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക, വെറുതെ സോഡിയം പൊട്ടാസ്യം പമ്പ് മാത്രം എഴുതരുത്, 2 മാർക്കിന് ചോദ്യമൊക്കെ വന്നാൽ അങ്ങനെ എഴുതരുത്. എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതണം ഇറ്റ് ട്രാൻസ്പോർട്ട് 2K+ ഇൻടു ദ സെൽ ആൻഡ് 3Na+ ഔട്ട് ഓഫ് ദ സെൽ യൂസിങ് ATP എനർജി. ATP എനർജി ഉപയോഗിച്ചുകൊണ്ട് സെല്ലിനകത്തേക്ക് 2K+നെയും സെല്ലിന് പുറത്തേക്ക് 3Na+നെയും നിരന്തരമായിട്ട് പമ്പ് ചെയ്യുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ, സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ ഫംഗ്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. റെഡിയാണോ? ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മളതും പഠിച്ചു അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ ഇപ്പോഴും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നത്. നോക്കൂ, അപ്പോൾ ന്യൂറോണ് സാധാരണഗതിയിൽ ആർക്ക് മാത്രം പെർമിയബിൾ ആണ്, K+ന് പെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമാണ്. ആക്ച്വലി ഈ പുറത്ത് പോസിറ്റീവ് ചാർജ് വരാനുള്ള കാരണം പുറത്ത് ധാരാളം Na+ അയോണുകൾ ഉള്ളത് കൊണ്ടാണ്. ധാരാളം സോഡിയം അയോണുകളുണ്ട്. പക്ഷേ ന്യൂറോണൽ മെംബ്രെയിൻ എന്താണ്, ഇംപെർമിയബിൾ ആണ് സാധാരണഗതിയിൽ അല്ലേ. പക്ഷേ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ചുകൂടെ നീളത്തിൽ ആക്സോൺ വരക്കാം കേട്ടോ, നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ്. ഓക്കെ, സോ ഇതൊക്കെ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിന് പെർമിയബിൾ ആണ്, സോഡിയത്തിന് പെർമിയബിൾ അല്ല. ഇനി നമുക്ക് തൽക്കാലം ഇതിനെ 2 ഏരിയകളാക്കിയിട്ട് പഠിക്കാം. ഈ ഒരു റീജിയനെ നമുക്ക് A എന്ന് വിളിക്കാം, ഇതിനെ B എന്ന് വിളിക്കാം. നോക്കൂ, നിങ്ങൾ ന്യൂറോണിൻ്റെ ഈ ഒരു ഭാഗത്ത് യു ആർ അപ്ലൈയിങ് എ സ്റ്റിമുലേഷൻ. നിങ്ങളൊരു സ്റ്റിമുലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്, നിങ്ങളിവിടെ ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണ്, നിങ്ങളിവിടെ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്. സോ വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് സൈറ്റ് എ, ഈ A എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങളൊരു സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ the site A become impermeable to K+. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആവും. K+ന് ഇംപെർമിയബിൾ ആകും ആൻഡ് ഇറ്റ് ബിക്കം പെർമിയബിൾ ടു Na+നെ കടത്തി വിടാൻ തുടങ്ങും. അങ്ങനെ Na+ന് പെർമിയബിൾ ആയാൽ ഈ പുറമേയുള്ള Na+ ഒക്കെ കൂടെ ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക്, ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോകും. ക്ലിയർ ആണ് മക്കളെ? സോ Na+ diffuses into the cell. So when a stimulus applied at സൈറ്റ് എ, സൈറ്റ് എയിൽ നിങ്ങൾ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ മെംബ്രെയിൻ എന്തായിട്ട് മാറും, വേഗം പറയാം, മെംബ്രെയിൻ ആർക്ക് പെർമിയബിൾ ആയിട്ട് മാറും, ബിക്കം ഇംപെർമിയബിൾ ടു K+ ആൻഡ് പെർമിയബിൾ ടു Na+. അങ്ങനെ Na+ന് പെർമിയബിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? ലുക്ക്, Na+ diffuses into the cell. Na+ ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് Na+ ഇൻഫ്ലക്സ്. എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം. Na+ ഉള്ളിലേക്ക് കയറിപ്പോകും, അതാണ് Na+ ഇൻഫ്ലക്സ്. അങ്ങനെ Na+ ഇൻഫ്ലക്സിൻ്റെ ഉള്ളിലേക്ക് ധാരാളം പോസിറ്റീവ് ചാർജ് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈറ്റ് എ, ഈ ഭാഗത്തെ ഉൾഭാഗത്ത് കൂടുതൽ പോസിറ്റീവുള്ള അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ദാറ്റ് ഈസ് ഉള്ളിൽ പോസിറ്റീവും അതുവഴി ഉള്ളിൽ ഒരുപാട് ഭയങ്കര പോസിറ്റീവ് ആയത് കാരണം പുറത്ത് കുറച്ചൊരു നെഗറ്റീവുള്ള അവസ്ഥയിലേക്ക് മാറും. സോ ദാറ്റ് ഈസ് പോളറൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് ആര് മാറി കുട്ടികളെ? സൈറ്റ് എ മാറി. സൈറ്റ് ബിക്ക് ചേഞ്ച് ഒന്നുമില്ല. സൈറ്റ് എയിലാണല്ലോ നിങ്ങൾ സ്റ്റിമുലേഷൻ കൊടുത്തത്, സൈറ്റ് ബിയിൽ സ്റ്റിമുലേഷൻ അങ്ങോട്ടല്ലല്ലോ കൊടുത്തത്. അതുകൊണ്ട് സൈറ്റ് ബി പഴയ പോലെ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ക്ലിയർ ആണോ? സോ വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് സൈറ്റ് എ, ദ സൈറ്റ് എ ബിക്കം ഇംപെർമിയബിൾ ടു പൊട്ടാസ്യം ആൻഡ് പെർമിയബിൾ ടു Na+ ion, and Na+ ion diffuses into the cell and that leading to, look, അതെന്തിലേക്ക് നയിക്കും? that leading to reversal of polarity. അവിടെ പൊളാരിറ്റി റിവേഴ്സൽ ആവും. ദാറ്റ് ലീഡ് ടു ദ ഇന്നർ സൈഡ് ബിക്കം മോർ പോസിറ്റീവ് ആൻഡ് ഔട്ടർ സൈഡ് ബിക്കം നെഗറ്റീവ് അല്ലേ. അപ്പോൾ നമുക്ക് പോളറൈസ്ഡിൻ്റെ ഓപ്പോസിറ്റ്, അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഡിറ്റാച്ച്മെൻറ്റ്. അഡിക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡി അഡിക്ഷൻ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയാം. ഫോം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫോം. ഓക്കെ, സോ ദാറ്റ് ഈസ് പോളറൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. വെരി ഗുഡ്. അപ്പോൾ നൗ ദ സൈറ്റ് എ ബിക്കം ഡീപോളറൈസ്ഡ് അല്ലേ. ഇപ്പം നമുക്ക് പറയാം നൗ സൈറ്റ് എ എന്ന് പറയുന്ന ഭാഗം became depolarized.
ഡീപോളറൈസ്ഡ്. അപ്പോൾ ഇപ്പോൾ നമുക്കതിന് ഡീപോളറൈസേഷൻ നടന്നു എന്ന് പറയാം. നിങ്ങൾ സ്റ്റിമുലേഷൻ കൊടുത്തപ്പോൾ അവിടെ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറി, ദാറ്റ് ഈസ് ഡീപോളറൈസേഷൻ നടന്നു. നൗ വാട്ട് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ? ഇനിയാണ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. നോക്കടാ, ഇപ്പോഴും ചാർജ് സെപ്പറേഷൻ ഉണ്ട്. നേരത്തതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്, ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടുമല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവില്ലേ? ഒരു ചാർജ് സെപ്പറേറ്റ് ആയി നിന്നാൽ എന്തായാലും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡീപോളറൈസ്ഡ് മെംബ്രെയിനിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാകും. പോളറൈസ്ഡ് മെംബ്രെയിനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത് പോലെ തന്നെ ഡീപോളറൈസ്ഡ് മെംബ്രെയിനിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. സോ ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് across depolarized membrane is called ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നെർവ് ഇമ്പൾസ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഡ്യൂ ടു Na+ ഇൻഫ്ലക്സ്. Na+ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് നെർവ് ഇമ്പൾസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ നടക്കുന്നത് Na+ ഇൻഫ്ലക്സ് കാരണമാണ്. ഈ ഭാഗം ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നത്, ആ രണ്ട് കാര്യം പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡിയാണോ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടക്ഷനാണ്. കണ്ടക്ഷൻ, എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ലെറ്റ്സ് ടേക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആക്സോണിൻ്റെ ഒരു ഭാഗം എടുക്കാം. നമുക്കതിനെ സൈറ്റ് എ, സൈറ്റ് ബി, തൽക്കാലം സിയും കൂടെ എടുക്കാം. അപ്പോൾ സൈറ്റ് എ ഡീപോളറൈസ്ഡ് ആയി, ദാറ്റ് മീൻസ് ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആയിട്ട് മാറി അല്ലേ. സൈറ്റ് എ ഡീപോളറൈസ്ഡ് ആണ്. ഓക്കെ, ഗുഡ്. സൈറ്റ് ബി എന്താ, പഴയ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്, പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ഉള്ള സ്റ്റേറ്റിലാണ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ മക്കളെ, നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെയും ഉള്ളിൽ നെഗറ്റീവ് പുറത്ത് പോസിറ്റീവാണ്, ബിക്കോസ് ഇതും ഇവിടെയല്ല നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തതല്ലേ. ശരി, പക്ഷേ ന്യൂറോണിൻ്റെ ഈ ഭാഗത്തുണ്ടായ സിഗ്നൽ ഇനി ഇങ്ങനെ സഞ്ചരിക്കണം, എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, അങ്ങനെ സഞ്ചരിച്ചാണ് തലച്ചോറിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കൊക്കെ ഈ സിഗ്നൽ എത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ സിഗ്നലിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തപ്പോൾ നമ്മൾ എയിൽ സ്റ്റിമുലേഷൻ കൊടുത്തു, അപ്പോൾ എ മാത്രം ഡീപോളറൈസ്ഡ് ആയി അല്ലേ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും എയിൽ നിന്ന് ബിയിലേക്ക് ഉൾഭാഗത്ത്. അതായത് എപ്പോഴും ഇലക്ട്രിക്കൽ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ നടക്കും, പുറം ഭാഗത്ത് നോക്ക്, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും. അങ്ങനെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. Okay, so look on the outer neuronal membrane, അല്ലെങ്കിൽ on the outer surface of neuronal membrane, electrical current flow from B to A. On the inner surface, electrical current flow from A to B. എയിൽ നിന്ന് ബിയിലേക്ക് on the inner surface. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും. ആ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? സൈറ്റ് ബി ഡീപോളറൈസ്ഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, സോ അറ്റ് ദിസ് സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ, ഞാനത് മൊത്തം എഴുതുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ടേക്സ് പ്ലേസ് എവിടുന്ന് എങ്ങോട്ടാ കുട്ടികളെ, വേഗം പറ. ഫ്രം എ ടു ബി ഓൺ ദ ഇന്നർ സർഫേസ് അല്ലേ. ഇന്നർ സർഫേസിൽ എ ടു ബിയും ബി ടു എ ഓൺ ദ ഔട്ടർ സർഫേസ്. ഔട്ടർ സർഫേസിൽ ബിയിൽ നിന്ന് എയിലേക്കും ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും. ആ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ കാരണം ദാറ്റ് ലീഡ് ടു ഡീപോളറൈസേഷൻ ഓഫ് സൈറ്റ് ബി. അതാണ് സൈറ്റ് ബിയുടെ ഡീപോളറൈസേഷന് കാരണമാകുന്നത്. ക്ലിയർ ആണ് കുട്ടികളെ? അതാണ് സൈറ്റ് ബിയുടെ ഡീപോളറൈസേഷന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി ബി ഡീപോളറൈസ്ഡ് ആയ ബിയിൽ നിന്ന് സിയിലേക്ക് ഇതേ രീതിയിൽ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും. അങ്ങനെ ബിയിൽ നിന്ന് സിയിലേക്ക് എത്തും, സിയിൽ നിന്ന് ഡിയിലേക്ക് നടക്കും. അങ്ങനെയാണ് ആ സിഗ്നൽ തലച്ചോറിലേക്ക് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി വേണം. നോക്കൂ, നമ്മൾ ഒരു തവണ ടച്ച് ചെയ്തു,
അപ്പോൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറി. ന്യൂറോൺ അങ്ങനെ തന്നെ ഡീപോളറൈസ്ഡ് ആയിട്ട് നിന്നാൽ ഇനി വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പിന്നെയും ഡീപോളറൈസ്ഡ് നിന്ന് വീണ്ടും ഡീപോളറൈസ്ഡ് ആവാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ഒരു തവണ ടച്ച് ചെയ്യുമ്പോൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറി സിഗ്നൽ ഉണ്ടാവുന്നു. ആ സിഗ്നൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. അപ്പോഴത്തേക്ക് ന്യൂറോൺ വീണ്ടും പഴയ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം ടച്ച് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും സിഗ്നൽ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ടൈം സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും സിഗ്നൽ ഉണ്ടാവണമെങ്കിൽ ന്യൂറോണ് ആ സൈറ്റ് എ പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക്, മുൻപുണ്ടായിരുന്ന പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, സൈറ്റ് എ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തും, പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. എപ്പോന്നറിയോ? ഈ സൈറ്റ് ബിക്ക് ഡീപോളറൈസേഷൻ സംഭവിക്കൂലേ, അതേ സമയം കൊണ്ട് സൈറ്റ് എ അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇങ്ങനെയാണ് സംഭവിക്കുക. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എ ബി സി. ഓക്കെ, അപ്പം സൈറ്റ് ബി, നമ്മൾ ഈ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ കാരണം സൈറ്റ് ബി എന്താവും ഇവിടെ മക്കളെ? ഡീപോളറൈസ്ഡ് ആവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സൈറ്റ് ബി ഡീപോളറൈസ്ഡ് ആകും. ഇത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഈ ഡീപോളറൈസേഷൻ നടക്കുന്ന അതേ സമയം കൊണ്ട് സൈറ്റ് എ അതിൻ്റെ പഴയ പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സൈറ്റ് എ അതിൻ്റെ പഴയ പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമുള്ള സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ഈ ഭാഗം ക്ലിയർ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സോ ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ? അപ്പോൾ സൈറ്റ് എ അണ്ടർഗോ പഴയ സ്റ്റേറ്റിലേക്ക് അല്ലേ. സോ ലുക്ക്, നമ്മൾ പറയാറില്ലേ ഒരേ സാധനം വീണ്ടും ആകുന്നത്. നമുക്ക് അബ്സോർപ്ഷനും റീ അബ്സോർപ്ഷനും ഉണ്ട്. എന്താ റീ അബ്സോർപ്ഷൻ? വീണ്ടും അബ്സോർബ് ചെയ്യുക, അതാണ് റീ അബ്സോർപ്ഷൻ. അതുപോലെ പഴയ പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഇയാള്. സോ ദാറ്റ് ഈസ് കോൾഡ് റീപോളറൈസേഷൻ. എന്താണ് കുട്ടികളെ? റീപോളറൈസേഷൻ. അപ്പോൾ ഈ ഒരു പ്രതിഭാസം സൈറ്റ് എ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റീപോളറൈസേഷൻ ഓഫ് സൈറ്റ് എ. സൈറ്റ് എക്ക് റീപോളറൈസേഷൻ നടക്കും along with ഡീപോളറൈസേഷൻ ഓഫ് സൈറ്റ് ബി. സൈറ്റ് ബിക്ക് ഡീപോളറൈസേഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ സൈറ്റ് എക്ക് എന്ത് നടക്കും മക്കളെ? റീപോളറൈസേഷൻ നടക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഈ സൈറ്റ് എക്ക് റീപോളറൈസേഷൻ നടക്കാനുള്ള കാരണം എന്താണെന്ന്. വളരെ സിമ്പിളായിട്ട് ആലോചിക്കുക. പോളറൈസ്ഡ് സ്റ്റേറ്റിൽ മെംബ്രെയിൻ ആവാനുള്ള കാരണം എന്താ? പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള കാരണം ആരാ? നമുക്കറിയാം, K+ൻ്റെ ഡിഫ്യൂഷൻ അല്ലേ, ടു ഔട്ട്സൈഡ്. K+ പുറത്തോട്ട് പോകുന്നത് കാരണമല്ലേ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ റീപോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവാൻ വീണ്ടും പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, മെംബ്രെയിൻ അഗെയിൻ ബിക്കം പെർമിയബിൾ ടു K+ ആൻഡ് ഇംപെർമിയബിൾ ടു Na+. നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ Na+ന് പെർമിയബിൾ ആകുന്നു, ആ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റിമുലസ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ Na+ന് പെർമിയബിൾ ആവുന്നുള്ളൂ. അപ്പം തന്നെ മെംബ്രെയിൻ അഗെയിൻ ബിക്കം ഇംപെർമിയബിൾ ടു Na+ ആൻഡ് പെർമിയബിൾ ടു K+. സോ K+ ഡിഫ്യൂസസ് ഔട്ട്സൈഡ്. K+ പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്തു പോകും. അത് കാരണമാണ് റീപോളറൈസേഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ദ മെംബ്രെയിൻ, അപ്പോൾ നമുക്ക് പറയാം, the membrane again become permeable to K+ and impermeable to Na+. So K+ diffuses out and that lead to റീപോളറൈസേഷൻ. അതാണ് എന്തിലേക്ക് നയിക്കുന്നത് കുട്ടികളെ? റീപോളറൈസേഷനിലേക്ക് നയിക്കുന്നത്. ക്ലിയർ ആണോ? ഐ ഹോപ്പ് എവ്രിതിങ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ വെച്ച് നമ്മൾ ഭയങ്കര ഡെപ്തിലേക്കൊന്നും പോകാതെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം, ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. റെഡിയാണോ? ഇസ് ദാറ്റ് ക്ലിയർ? അഫ്ന, നീ സീരിയസ് ആയി തന്നെയാ പറഞ്ഞ്? എനിക്ക് അങ്ങനെ തോന്നി. എന്നാ കോപ്പാടാവുക ഇവിടെ? ബിലാൽ സാർ മുടി വെട്ടി. യെസ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങ് വെട്ടി. റെഡിയാണോ? ബയോമോളിക്കൂൾ എടുക്കണേ? ഓക്കെ, ബയോമോളിക്കൂളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, മുഹമ്മദ് അനീൻ സാർ ലുക്കാണല്ലോ. ഓക്കെ, ഇഷ്ടമായി.
സന്തോഷമായി. ഓക്കെ, റെഡി അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക്, നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ റെഡിയല്ലേ? റെഡിയാണോ? പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. ഇനി നോക്ക്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കും മക്കളെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കേട്ടോ. ഇനി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സൈനാപ്സ്. വാട്ട് ഈസ് സൈനാപ്സ്? ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകളുടെ ഇടയിലുള്ള ജംഗ്ഷനാണ് സൈനാപ്സ് എന്ന് വിളിക്കുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സൈനാപ്സസ്. ഒന്നാമതാണ് ഇലക്ട്രിക്കൽ സൈനാപ്സ്. എന്താണ് മക്കളെ? ഇലക്ട്രിക്കൽ സൈനാപ്സ്. രണ്ടാമത്തതാണ് chemical synapse. We have electrical synapse and chemical synapse. So in electrical synapse, നോക്കൂ, നമ്മളൊരു സൈനാപ്സ് എന്ന് പറഞ്ഞാൽ 2 ന്യൂറോണിൻ്റെ ജംഗ്ഷൻ. അപ്പോൾ ഒരു ന്യൂറോൺ ഇതാ, അടുത്ത ന്യൂറോൺ ഇതാ. ഓക്കെ, അടുത്ത ന്യൂറോൺ ഇതാ. അപ്പോൾ ഈ ജംഗ്ഷനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് വിളിക്കുന്നത്? സൈനാപ്സ്. സൈനാപ്സ്. അപ്പോൾ ഈ ന്യൂറോണിലൂടെ സിഗ്നൽ പോകുന്നത് ഇങ്ങനെയാടാ. സിഗ്നൽ പോകുന്നത് ഇങ്ങനെ വന്ന് അടുത്ത ന്യൂറോണിലേക്ക് സിഗ്നൽ എത്തണം. സോ ഇങ്ങനെയാണ് സിഗ്നൽ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, സൈനാപ്സിന് മുൻപുള്ള ന്യൂറോൺ ഏതാ? ഈ ന്യൂറോൺ അല്ലേ? നമുക്ക് നമ്മൾ പണ്ട് ഈ നീറ്റ് എക്സാമിൻ്റെ പേരെന്തായിരുന്നു അറിയും? AIPMT എന്നായിരുന്നു, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് അർത്ഥം. അതാണ് പ്രീ മെഡിക്കൽ ടെസ്റ്റ്, മെഡിസിൻ പഠിക്കുന്നതിന് മുൻപുള്ള ടെസ്റ്റ്. അതാണ് AIPMT. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. what I'm seeing in the comment box is ഭയങ്കര എന്തൊക്കെയോ വർത്താനങ്ങൾ, വെറുതെ ഇങ്ങനെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ എന്നും നിങ്ങളോട് പറയണം, എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി നന്നാവണമെന്നൊന്നും പ്രതീക്ഷയില്ല. കുറച്ച് ബോധമുള്ളവനുണ്ടെങ്കിൽ ഒന്ന് നിർത്തിക്കോ. കാരണം എന്താ വെച്ചാലേ, ഞാൻ ഈ +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഐ ഹാവ് ടോൾഡ് യു മൈ സ്റ്റോറീസ് അല്ലേ, ഇനി അത് വീണ്ടും പറയുന്നില്ല. പക്ഷേ ഞാൻ +1 പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടാൻ ഡ്രസ്സ് ഇല്ലാതെ നടക്കുന്ന കാലത്തൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഭയങ്കര അടിപൊളിയായി, പോഷായി, ലാവിഷായി, ഭയങ്കര കിടിലൻ ആളുകളായി നടന്നിരുന്ന ആളുകളുണ്ട്. ഭയങ്കര, കാരണം ദേ ആർ കമ്മിങ് ഫ്രം സം റിച്ച് ഫാമിലീസ്, അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് എന്നൊക്കെയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര അടിപൊളിയായി വന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഞാൻ 10th പഠിക്കുമ്പോൾ കണ്ടു. പക്ഷേ ഇപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് അവരെ പലപ്പോഴും നാട്ടിലൊക്കെ പോയി നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നൗ ദേ ആർ സ്ട്രഗ്ലിങ് അലോട്ട്. ബിക്കോസ് അന്ന് അവർ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയുന്നില്ല. കാരണം എന്താ, ഫാദർ ജോലിക്ക് പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഫാദറിന് ശമ്പളമുണ്ട്, ഫാദറിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് ഫാദർ വാങ്ങിക്കൊടുക്കും, ഇവർക്ക് ഫുഡ് ഫാദർ വാങ്ങിക്കൊടുക്കും, ഇവർ പറയുന്നതൊക്കെ ഫാദർ വാങ്ങിക്കൊടുക്കും. അന്ന് ആവശ്യങ്ങളും കുറവാണ് അല്ലേ. അന്ന് നമുക്ക് മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഒരു ദിവസം ഉച്ചക്ക് ബിരിയാണി കഴിക്കാനുള്ള പൈസ വേണം, ഒരു 50-80 രൂപ കൊടുത്താലൊക്കെ അന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു പൈസ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഭയങ്കര രസമാണ്, എൻ്റെ ലൈഫ് സെറ്റാണെന്നാണ് നമ്മുടെ മൂഢവിശ്വാസം ഉണ്ടാവുക. നമ്മൾ അങ്ങനത്തെ മിഡിൽ ക്ലാസ് ഫാമിലീസ് നിന്ന് സാധാരണ വരുമ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ എല്ലാവരും അല്ല കുറേ അധികം ആളുകൾക്ക്. പക്ഷേ നിങ്ങളൊരു ഇനിയുള്ള ഒരു 6, 7, 8 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതം ദുരന്തമായി എന്ന് മനസ്സിലാവുക. നിങ്ങൾക്കൊരു 30 വയസ്സ് 32 വയസ്സായാലും എന്നും വീട്ടിൽ നിന്ന് പൈസ തരാൻ പോകുന്നില്ല. അന്നും അങ്ങനെ ഉപ്പാനോട് ഉച്ചക്ക് പോയി പൈസ ചോദിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിക്കും, നിങ്ങളെയും നിങ്ങളുടെ ഫാമിലി ആവശ്യങ്ങൾക്കും ഇതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ പൈസ വേണ്ടി വരും. അത് ചെറിയ പൈസ കൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല. വി നീഡ് ടു ഹാവ് ഇനഫ് മണി. ഓക്കെ സാർ, പിന്നെ പറയാൻ ക്ലാസ് എടുക്കുക, ഞാൻ ഇത് പറഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ, പറ്റൂലെങ്കിൽ എണീറ്റ് പൊക്കോ കേട്ടോ, ഇത് പറഞ്ഞിട്ടേ ക്ലാസ് എടുക്കത്തുള്ളൂ. സോ ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്ലാസ് ഐ തിങ്ക്. ഓക്കെ, സോ വാട്ട് എവർ ബീറ്റ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ +1 +2 പഠിക്കുക എന്നുള്ളത്. പഠിച്ചാൽ ജീവിതം നല്ലൊരു നിലയിലേക്ക് എത്തിപ്പെടും. അല്ലെങ്കിൽ ഒരു 6, 8 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്ന് നമ്മുടെ പല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രഗിളിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അതർവൈസ് ഇഫ് യു ആർ റെഡി ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് കമ്മിറ്റ്മെൻറ്റ് ടുവാർഡ്സ് യുവർ സ്റ്റഡീസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വെറുതെ കിടന്ന് മെഴുകുന്നത്, ടീനേജ് എൻജോയ് ചെയ്യൂ, ഗേൾസിന് സീനില്ല, ഓൺലി ബോയ്സ്. ശരി, നിങ്ങളല്ലേ ഇപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത്, എന്തെങ്കിലും ആവട്ടെ. സോ സൈനാപ്സ്. ഓക്കെ, സോ ലുക്ക്, let's move to the discussion. I am not going to other things. Okay, ഓക്കെ, സെറ്റല്ലേ മക്കളെ? ഒന്ന് കമൻറ്റ് ചെയ്തേ, കുറച്ച് ലവ് സിമ്പിൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഐ നീഡ് സം മോട്ടിവേഷൻ. ഞാൻ ഈ കമൻറ്റ് ബോക്സിലേക്ക് നോക്കുന്നില്ല. ഓക്കെ, ശരി, ഐ നീഡ് സം മോട്ടിവേഷൻ. സോ പ്ലീസ് give me some love symbol. Okay, thank you. Okay, thank you. So come here. So look,
സോ ഈ സൈനാപ്സിന് മുൻപുള്ള ന്യൂറോൺ, അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്ന തോന്നുന്നു പ്രീ എന്നല്ലേ വന്ന്, അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് അർത്ഥം. അപ്പോൾ സൈനാപ്സിന് മുൻപുള്ള ഈ ന്യൂറോണിനെ നമ്മൾ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്നാ പറയുക. എന്താ പറയുക? പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ. സൈനാപ്സിന് ശേഷമുള്ള ഈ ന്യൂറോണിനെ നമ്മൾ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ എന്നാ പറയുക. എന്താ പറയുക? പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. So you can see that in electrical synapses, the pre and post synaptic neuron, they are in close proximity. അവർ രണ്ടുപേരും close proximity, വളരെ അടുത്താണുള്ളത്. So in electrical synapses, the presynaptic neuron and postsynaptic neuron, they are in close proximity. അവർ വളരെ അടുത്താണ് ഉള്ളത്, അവരിങ്ങനെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തതിലേക്ക് സിഗ്നലിന് വളരെ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ സിഗ്നൽ ട്രാൻസ്മിഷൻ ഈസ് ഫാസ്റ്റ് ട്രാൻസ്മിഷൻ ആണ് ഇവിടെ നടക്കുക. സോ ഹിയർ ദ സിഗ്നൽ ട്രാൻസ്മിഷൻ ഈസ് ഫാസ്റ്റ് ട്രാൻസ്മിഷൻ ആണ് ഇവിടെ നടക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കെമിക്കൽ സൈനാപ്സസ്. എടാ, കെമിക്കൽ സൈനാപ്സിൻ്റെ പ്രത്യേകത, അവിടെ ദിസ് ഈസ് യുവർ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ. സോ ദിസ് ഈസ് യുവർ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ. അതിൻ്റെ സൈനാപ്റ്റിക് നോബാണിത്. ഓക്കെ, ആൻഡ് യു ഹാവ് യുവർ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ ഹിയർ. So in chemical synapses, there is a fluid filled space. You can see there is a fluid filled space between presynaptic neuron and postsynaptic neuron. ആ fluid filled spaceനെ നമ്മൾ വിളിക്കുന്ന പേരാണ് synaptic cleft. എന്താ വിളിക്കുക? synaptic cleft. Okay, so there is a fluid filled space called synaptic cleft in between the presynaptic neuron and postsynaptic neuron. ഇവിടെ ഇതാണ് presynaptic neuron, ഇതാണ് postsynaptic neuron. സെറ്റ് അല്ലേ? ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദർ ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിഗ്നൽ നേരിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഇവിടെ സിഗ്നൽ വളരെ പതിയെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എത്തുകയുള്ളൂ. സോ ഹിയർ ട്രാൻസ്മിഷൻ ഈസ് സ്ലോ. ഇവിടെ നടക്കുന്നത് എന്താണ് കുട്ടികളെ? സ്ലോ ട്രാൻസ്മിഷൻ ആണ് ഇവിടെ നടക്കുക. സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കെമിക്കൽ സൈനാപ്സിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നാണ്. നമ്മുടെ NCERT-യിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട്. സോ യു ഷുഡ് ലുക്ക് ദാറ്റ് ഡയഗ്രാം. നിങ്ങൾ ആ ഡയഗ്രാം നോക്കണം. ആ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിന് നമ്മളോട് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ യു ഷുഡ് ലുക്ക് ദാറ്റ് ഡയഗ്രാം. ആ ഡയഗ്രാം പഠിക്കണം. ഓക്കെ, സോ ലുക്ക്, ഇത് ആക്സോൺ ആണ്. ആ ആക്സോണിൻ്റെ ടെർമിനൽ ഭാഗമാണിത്. ആക്സോൺ ടെർമിനലിലാണ് ആരുള്ളത്? സൈനാപ്റ്റിക് നോബ് ഉള്ളത് അല്ലേ? ഈ സൈനാപ്റ്റിക് നോബിൻ്റെ പ്രത്യേകത, അവിടെ ധാരാളം സൈനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടാകും. എന്താ ഉണ്ടാവും മക്കളെ? സൈനാപ്റ്റിക് വെസിക്കിൾസ്. ദിസ് ഈസ് കോൾഡ് സൈനാപ്റ്റിക് വെസിക്കിൾസ് എന്നാണ് വിളിക്കുക. ഈ സൈനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിലെല്ലാം നിറയെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽസ് നിറഞ്ഞ് ഇരിക്കുന്നുണ്ടാകും. ഓക്കെ, സോ ദീസ് കെമിക്കൽസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാ പറയാം. സോ വെൻ എ സിഗ്നൽ റീച്ചസ് ഹിയർ, ഒരു സിഗ്നൽ ഈ ആക്സോൺ ടെർമിനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ സൈനാപ്റ്റിക് വെസിക്കിൾസ് ദേ മൂവ് ടുവാർഡ് സൈനാപ്സ്. ഇവർ സൈനാപ്സിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ അല്ലേ? പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആയതുകൊണ്ട് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. ആൻഡ് ദിസ് ഈസ് കോൾഡ് postsynaptic membrane. So we have presynaptic membrane and postsynaptic membrane. So when signal reaches the axon terminal, these synaptic vesicles they move towards synapse. എന്നിട്ട് അവർ ഈ പ്രീസൈനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. ദേ ഫ്യൂസ് വിത്ത് ദ പ്രീസൈനാപ്റ്റിക് മെംബ്രെയിൻ. അവർ പ്രീസൈനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഇങ്ങനെ ഫ്യൂസ് ചെയ്യും. അതിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇവർ ഇവിടെ പതിയെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുക്കും. അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സൈനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസാകും. ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് റിലീസ്ഡ് ഇൻ ടു സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസായി കഴിഞ്ഞാൽ ഓൺ ദ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ ദർ ആർ സ്പെഷ്യൽ റിസപ്റ്റേഴ്സ് ഫോർ ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള പ്രത്യേക റിസപ്റ്ററുകൾ ഇവിടെ ഉണ്ട്. ആ റിസപ്റ്ററിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ദിസ് ഈസ് റിസപ്റ്റർ
ദിസ് ഈസ് റിസപ്റ്റർ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഈ റിസപ്റ്ററിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ അയോൺ ചാനലുകൾ തുറക്കും. അവിടെ നേരത്തെ പോളറൈസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു, അതായത് K+ന് പെർമിയബിൾ ആണ്, Na+ന് ഇംപെർമിയബിൾ ആണ്. പക്ഷേ ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് ബൈൻഡ് ചെയ്താൽ അവിടെ അയോൺ ചാനലുകൾ തുറക്കും. അങ്ങനെ തുറന്നാൽ Na+ ഇൻഫ്ലക്സ് ഇവിടെ ഉണ്ടാകും. സോ ദാറ്റ് ലീഡ് ടു വാട്ട്? ദാറ്റ് ലീഡ് ടു ഡീപോളറൈസേഷൻ. അതെന്തിലേക്ക് നയിക്കൂടാ? ഈ മെംബ്രെയിനിൻ്റെ ഡീപോളറൈസേഷനിലേക്ക് നയിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നീറ്റ് ബാച്ചിലെ കുട്ടികളൊന്നും ഇങ്ങനെ ആയിരിക്കൂല പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? നിങ്ങളെ ഞാൻ വേറെ രീതിയിലായിരിക്കും നമ്മുടെ പെയ്ഡ് നീറ്റ് ബാച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അത് നമ്മളൊരു ഹൈ ലെവലിൽ പഠിച്ചതാണ്. ഇത് ഏറ്റവും ലോ ലെവലിൽ നമ്മൾ എക്സാമിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ ഈ കാര്യം അറിഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും ഇതും കൂടെ കമ്പൈൻ ചെയ്യണ്ട. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് പഠിച്ചാൽ മതി. ദിസ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് തിങ്. എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റുക. സോ ലുക്ക്, ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഫ്ലോ ചാർട്ടായിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുക? സിഗ്നൽ റീച്ചസ് ആക്സോൺ ടെർമിനൽ. ഫസ്റ്റ് പോയിന്റ്, സിഗ്നൽ റീച്ചസ് ആക്സോൺ ടെർമിനൽ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സൈനാപ്റ്റിക് വെസിക്കിൾസ് മൂവ് ടുവാർഡ്സ് സൈനാപ്സ്, റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ടു സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. അടുത്ത എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ടു റിസപ്റ്റർ ഓൺ ദ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിലുള്ള റിസപ്റ്ററിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ആകുന്നു. ദാറ്റ് ലീഡ് ടു ഓപ്പണിംഗ് ഓഫ് സോഡിയം ചാനൽ അല്ലെങ്കിൽ അയോൺ ചാനൽ, ഡീപോളറൈസേഷൻ ഓഫ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. അങ്ങനെ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ എന്താകും കുട്ടികളെ? ഡീപോളറൈസേഷൻ നടക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മൾ സൈനാപ്സിനെ കുറിച്ച് ആകെ പഠിക്കുന്നത്. സൈനാപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് കെമിക്കൽ സൈനാപ്സിലൂടെ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഓക്കെ, കണ്ടക്ഷൻ നടക്കുന്നത്. സെറ്റാണല്ലോ സാർ. ന്യൂറോണിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരു ന്യൂറോണിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഒരുപാട് ന്യൂറോൺ ഉള്ളപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ ബ്രെയിന്, നമ്മുടെ നെർവുകൾ, നമ്മുടെ നാഡികളൊക്കെ നമുക്ക് സർജറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതായത് ഒരുപാട് ന്യൂറോണുകളുടെ കൂട്ടമാണ് നാഡികളൊക്കെ ആയിട്ട് മാറുന്നത്, നെർവുകളായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മളും പഠിച്ചു. ഇനി വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ബ്രെയിൻ. ഫസ്റ്റ് ചോദ്യം, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേരെന്താണ്? സപ്പോസ് ദിസ് ഈസ് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനാണ് ഇത്, ഇമാജിൻ ചെയ്യും. ഇപ്പോൾ തൽക്കാലം സിംപിളി ഇത് നിങ്ങളുടെ ബ്രെയിൻ ആണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി 3 ലെയറുള്ള ഒരു കവറിങ് ഉണ്ട്. ദാറ്റ് കവറിങ് ഈസ് കോൾഡ് ക്രേനിയൽ മെനിഞ്ചസ്. എന്താ വിളിക്കുക? ക്രേനിയൽ മെനിഞ്ചസ്. അപ്പോൾ ആ കവറിങ് ഏറ്റവും ഉള്ളിലൊരു ലെയർ ഉണ്ട്. 3 ലെയറുള്ള ഏറ്റവും ഉള്ളിൽ ബ്രെയിനിനെ ടച്ച് ചെയ്തുകൊണ്ടൊരു ലെയർ ഉണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ പുറത്ത് മറ്റൊരു ലെയർ, അതിൻ്റെ പുറത്ത് മറ്റൊരു ലെയർ, ഇങ്ങനെ 3 ലെയറുള്ള കവറിങ് ആണ്. സോ ഇൻസൈഡ് ദ ക്രേനിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സ്കള്ള് എന്ന് പറഞ്ഞാൽ എന്താ? തലയോട്ടിയാണ്. സ്കള്ളിൻ്റെ മൊത്തത്തിൽ ബ്രെയിനാ? അല്ല, ഇത് നമ്മുടെ മുഖമൊക്കെ അല്ലേ? ബ്രെയിൻ ഇരിക്കുന്നത് ഈ ഒരു ഏരിയയിലെ, നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ഇടുമ്പോൾ കവർ ആവുന്ന ഒരു ഏരിയ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ക്രേനിയം. അപ്പോൾ ക്രേനിയത്തിനകത്ത്, ഇൻസൈഡ് ദ ക്രേനിയം, നമുക്ക് ബ്രെയിൻ ഇരിക്കുന്നത് ആക്ച്വലി ക്രേനിയം എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ സ്കള്ളിൽ തന്നെയുള്ള ഈ ഒരു ഏരിയ. So inside the cranium, the brain is protected by 3-layered cranial meninges. എന്താ വിളിക്കുക കുട്ടികളെ? 3-layered cranial meninges. ക്രേനിയൽ മെനിഞ്ചസിന് ഉപയോഗിച്ചിട്ടാണ് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻസൈഡ് ദ ക്രേനിയം ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ 3-layered cranial meninges. അതിൻ്റെ ലെയറുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അത് പഠിക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് പാഡ്. എന്താണ് മക്കളെ? പാഡ്. ഏറ്റവും ഉള്ള ലെയർ പി വെച്ചാണ് തുടങ്ങുന്നത്. ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ്. പി വെച്ച് തുടങ്ങുന്ന ഏറ്റവും ഉള്ള ലെയർ, ദറ്റ് ഈസ് കോൾഡ് പയാമാറ്റർ. പറഞ്ഞേ മക്കളെ, പയാമാറ്റർ. പിയാന്ന് എഴുതും, വായിക്കേണ്ടത് പയാമാറ്റർ. ഇനി ഞാൻ പച്ച കളറിൽ മാർക്ക് ചെയ്തതാണ് അടുത്ത ലെയർ. ദാറ്റ് ഈസ് കോൾഡ് അരക്കനോയിഡ് ലെയർ അല്ലെങ്കിൽ അരക്കനോയിഡ് മാറ്റർ. എന്താ പറയുക? അരക്കനോയിഡ് ലെയർ അല്ലെങ്കിൽ അരക്കനോയിഡ് മാറ്റർ. ഏറ്റവും ഔട്ടർ ഞാൻ നീല കളറിൽ മാർക്ക് ചെയ്തത് ഡി എന്നുള്ളത്, അതാണ് ഡി, പാഡിലെ. സോ ദാറ്റ് ഈസ് കോൾഡ് ഡ്യൂറാ മാറ്റർ അല്ലെങ്കിൽ ഡ്യൂറാ ലെയർ. സെറ്റാണോ? അപ്പോൾ ഇത് നമ്മളോട് ചോദിക്കും ക്രേനിയൽ മെനിഞ്ചസിൻ്റെ ലെയറുകൾ ഏതൊക്കെയാണ്. നമ്മുടെ കോഡ് എന്താ? പാഡ്, പയ, അരക്കനോയിഡ്, ഡ്യൂറ. സെറ്റല്ലേ? അപ്പോൾ നമ്മളത് പഠിച്ചു കേട്ടോ. ഇനി നമ്മളോട് ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ശ്രദ്ധിക്കേ, ബ്രെയിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ ഫോർ ബ്രെയിൻ എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ ഒരു മിഡ് ബ്രെയിൻ ഉണ്ട്. ഏറ്റവും താഴ് ഭാഗത്ത് നമ്മൾ ഹൈൻഡ് ബ്രെയിൻ എന്ന് വിളിക്കും. സോ ബ്രെയിൻ ഹാസ് 3 പാർട്സ് മൊത്തത്തിൽ പറഞ്ഞാൽ: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഈ ഓരോ ഭാഗത്തും എന്തൊക്കെയാണുള്ളത്, അവരുടെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, അത്ര പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. കുറച്ച് സമയം കൂടി, ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ തീരും. ശ്രദ്ധിച്ചോ. സോ നമ്മൾ ഈ ഫോർ ബ്രെയിൻ, ഏറ്റവും മുകൾ ഭാഗമാണ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. പറഞ്ഞ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിനിലെ മെയിൻ ഭാഗം ആരാന്ന് ചോദിച്ചാൽ വി ഹാവ് സെറിബ്രം. ആരാടാ? സെറിബ്രം. ആക്ച്വലി ഈ സെറിബ്രം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പുള്ള 2 ഹെമിസ്ഫിയറുകൾ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം എന്നാണ് അർത്ഥം.
ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർദ്ധഗോളം. ഈ ഷേപ്പുള്ള 2 അർദ്ധഗോളങ്ങളെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു സെറിബ്രം ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു അർദ്ധഗോളമാണ് ഞാൻ കാണിച്ചത്. സോ ദിസ് ഈസ് കോൾഡ് സെറിബ്രം, അല്ലെങ്കിൽ നമുക്ക് പറയാം സെറിബ്രൽ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ സെറ്റ് ആണല്ലോ? ഓക്കെ, ഗുഡ്. ശ്രദ്ധിക്കുക, സെറിബ്രൽ ഹെമിസ്ഫിയർ. ഇനി ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ ഇങ്ങനെ കണക്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മളതിന് മൊത്തത്തിൽ സെറിബ്രം എന്ന് പറയും. ശ്രദ്ധിച്ചോ, ഈ 2 നോക്ക്, ഒരു ഹെമിസ്ഫിയർ അടുത്ത ഹെമിസ്ഫിയർ ഇവർ കണക്ട് ആയിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി സ്പേസ് കാണുന്നില്ലേ നിങ്ങൾ? ഒരു കുഞ്ഞി സ്പേസ്. ആ സ്പേസിൽ 1-2 സ്ട്രക്ചറുകൾ ഉണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സ്പേസിൽ ദേ ആർ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. പറഞ്ഞ മക്കളെ, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഈ സ്പേസിൽ സെറിബ്രത്തിന്റെ ഉൾഭാഗത്ത് തന്നെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു സ്പേസ് കാണുന്നില്ല? ആ സ്പേസിൽ വി ഹാവ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. അപ്പം ഞാൻ തൽക്കാലം അതിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. വി ഹാവ് ഇവിടെ തലാമസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് തലാമസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, അതിൻ്റെ താഴെ യു ഹാവ് ഹൈപ്പോതലാമസ്. സെറ്റാണോ മക്കളെ? ഓക്കെ, സോ ദിസ് ഈസ് തലാമസ്. തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് യു ഹാവ് ഹൈപ്പോതലാമസ്. എന്താണ് മക്കളെ? ഹൈപ്പോതലാമസ്. സെറ്റാണോ? അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഫോർ ബ്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ളത്. ഫോർ ബ്രെയിൻ. ഓക്കെ, ഇവരാണ് നമ്മുടെ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. സോ യു ഹാവ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, തലാമസ്, ഹൈപ്പോതലാമസ്. ഇനി ശ്രദ്ധിക്കുക, സെറിബ്രത്തിന് ഒരു ഹെമിസ്ഫിയർ ഇതാ, അടുത്ത ഹെമിസ്ഫിയർ ഇതാ. ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പറഞ്ഞു പോരൂലേ? അപ്പോൾ ഇവർ പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കണക്ഷൻ വെച്ചിട്ടാണ് ഇവരെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞു പോരില്ല, കണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ വന്നു അല്ലേ? ഇപ്പോൾ പറഞ്ഞു പോരൂല. ഓക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ കാറിൻ്റെ കീ എടുക്കാം. യെസ്, സോ ദിസ് ഈസ് ബെറ്റർ ഓപ്ഷൻ. നോക്ക്, ഇതൊരു കണക്ഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ 2 പേരെ ഇങ്ങനെ ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. 2 ഹെമിസ്ഫിയറുകളെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ. അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് തൽക്കാലം ഇങ്ങനെ കാണിക്കാം. നമ്മളിങ്ങനെ ചിത്രത്തിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ആക്ച്വലി ഇവർ 2 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോർപ്പസ് കല്ലോസം. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കല്ലോസം. എന്താ വിളിക്കുക? നമ്മളോട് ചോദിക്കും കോർപ്പസ് കല്ലോസം, അയാളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. സോ ഇറ്റ് കണക്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. സെറിബ്രൽ ഹെമിസ്ഫിയറുകളെ കണക്ട് ചെയ്യുന്ന ആളാണ് ആര് കുട്ടികളെ? കോർപ്പസ് കല്ലോസം. സെറ്റ് അല്ലേ? അപ്പോൾ ബ്രെയിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫോർ ബ്രെയിൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്താണ് കുട്ടികളെ മിഡ് ബ്രെയിൻ. അടുത്ത ഭാഗമാണ് ഇനി താഴോട്ട് ഞാൻ വരയ്ക്കുന്നത്. ദിസ് പാർട്ട്, ആൻഡ് ദിസ് ഈസ് കോൾഡ് മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പം മിഡ് ബ്രെയിനിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്ക്, ശ്രദ്ധിച്ചോ കേട്ടോ. മിഡ് ബ്രെയിനിൽ ഒന്ന്, മിഡ് ബ്രെയിനിൻ്റെ നടുഭാഗത്ത് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് മിഡ് ബ്രെയിൻ യു ക്യാൻ സീ എ കനാൽ. ഒരു കനാൽ ഇങ്ങനെ കാണാൻ പറ്റും. ആൻഡ് ദിസ് കനാൽ ഈസ് കോൾഡ് സെറിബ്രൽ അക്യൂഡക്റ്റ്. എന്താ വിളിക്കുക? സെറിബ്രൽ അക്യൂഡക്റ്റ് എന്നാണ് നമ്മൾ ആ കനാലിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ ദ സെൻറ്റർ ഓഫ് മിഡ് ബ്രെയിൻ യു ഹാവ് എ കനാൽ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സെറിബ്രൽ അക്യൂഡക്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് cerebral aqueduct. So a canal called cerebral aqueduct is present in the midbrain. ഓക്കെ, അത് മാത്രമല്ല ഈ മിഡ് ബ്രെയിനിൽ 4 സ്വെല്ലിങ്ങുകൾ, സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടകൾ എന്നാണ് അർത്ഥം. 4 റൗണ്ട് സ്വെല്ലിങ്ങുകൾ, ഇങ്ങനെ സ്വെല്ലിംഗ് ഉണ്ടയായിട്ടിരിക്കുന്ന 4 സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോർപോറ ക്വാഡ്രിജെമിന. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപോറ ക്വാഡ്രിജെമിന. പറഞ്ഞ മക്കളെ, ദാറ്റ് ഈസ് കോൾഡ് കോർപോറ ക്വാഡ്രിജെമിന. കേട്ടോ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴോട്ട് എഴുതിയത് കോർപോറ ക്വാഡ്രിജെമിന. അപ്പോൾ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ആക്ച്വലി മിഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഉള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇപ്പം ഞാൻ ഈ വരച്ച ഈ അടിയിലുള്ള ഈ ഒരു ഏരിയയാണ് ആക്ച്വലി നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് മിഡ് ബ്രെയിൻ. സെറ്റാണോ? അപ്പോൾ മിഡ് ബ്രെയിൻ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മിഡ് ബ്രെയിനിൽ 2 കാര്യങ്ങൾ, സെറിബ്രൽ അക്യൂഡക്റ്റ് ഈസ് പ്രസന്റ് ഇൻ ദ മിഡ് ബ്രെയിൻ ആൻഡ് ഓൾസോ കോർപോറ ക്വാഡ്രിജെമിന. ഇനി അടുത്ത ഭാഗമാണ് മക്കളെ ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെ ഭാഗമുള്ളതെന്ന് അറിയാം, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് പാർട്ട് ഇങ്ങനൊരു ഏരിയയാണ്. ഓക്കെ, ഇങ്ങനൊരു ഏരിയയാണ്. ദെൻ അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ സെറിബെല്ലം ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സെറിബെല്ലം. ഈ ബാക്കിൽ ഞാൻ കാണിച്ച ഈ ഒരു ഭാഗമാണ് സെറിബെല്ലം. സോ ദിസ് ഈസ് യുവർ സെറിബെല്ലം. ദിസ് ഈസ് സെറിബെല്ലം. ആൻഡ് ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ, ദിസ് ഈസ് കോൾഡ് പോൺസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൺസ്, PONS, പോൺസ്. ഓക്കെ, ഇനി അതിൻ്റെയും താഴെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ആ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് നമ്മുടെ സ്പൈനൽ കോഡായിട്ട് താഴോട്ട് വരുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദിസ് പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. എന്താ വിളിക്കുക?
മെഡുല്ല ഒബ്ലോങ്ങേറ്റ അല്ലെങ്കിൽ സിംപ്ലി മെഡുല്ല എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഓർ മെഡുല്ല. അപ്പോൾ സെറിബെല്ലം പോൺസ്, അപ്പോൾ ഏറ്റവും താഴെ മിഡ് ബ്രെയിൻ കഴിഞ്ഞു, മിഡ് ബ്രെയിൻ ഇവിടം വരെ. ഇനി അതിൻ്റെ താഴെയുള്ള ഭാഗം നോക്ക്, സെറിബെല്ലം പോൺസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇവരെയാണ് നമ്മൾ ഹൈൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഹൈൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ നമ്മൾ ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന് ഓരോന്നിൻ്റെയും ഭാഗങ്ങൾ പഠിച്ചില്ലേ? ഓരോന്നിലും കാണുക എന്താണെന്ന് ചോദിച്ചില്ല. ഇതാണ് ഈ ചാപ്റ്ററിൽ സാധാരണഗതിയിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇങ്ങനെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഹൈൻഡ് ബ്രെയിനിൽ വി ഹാവ് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റെം? എന്താ മക്കളെ, എന്നതാ ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റെം? നോക്കട്ടെ, നമ്മൾ ബ്രെയിനിലേക്ക് നോക്കിയാലേ, വാട്ട് യു ആർ സീയിങ് ഈസ് എ സ്റ്റെം. ക്യാൻ യു സീ എ സ്റ്റെം? കേട്ടോ, ഇത് സ്പൈനൽ കോഡാണ്. അത് വിട്, ദിസ് ഈസ് സ്പൈനൽ കോഡ്, നമ്മുടെ സുഷുമ്ന നാഡിയാണിത്. അത് ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ കണ്ടിന്യൂഷൻ ആണ്. അത് വിട്. ഇവിടെ ബ്രെയിനിൻ്റെ ഭാഗത്ത് നോക്ക്, യു ആർ സീയിങ് എ സ്റ്റെം അല്ലേ? അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നത് നോക്ക്, മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ. വെരി ഗുഡ്. അപ്പോൾ അതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഇൻക്ലൂഡ് മിഡ് ബ്രെയിൻ പ്ലസ് പോൺസ് പ്ലസ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അപ്പോൾ ഇവർ ഉൾപ്പെടുന്നതാണ് എന്ത് കുട്ടികളെ? നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചില ഭാഗങ്ങളുടെ ഫംഗ്ഷൻ ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെറിബ്രമാണ് നമ്മുടെ വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ മോട്ടോർ ആക്ടിവിറ്റി, മൂവ്മെൻറ്റ് എന്നാ പറയാം. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വോളണ്ടറി അതാണ് വോളണ്ടറി ആയിട്ടുള്ള മോട്ടോർ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെറിബ്രമാണ്. അതുപോലെ നമ്മുടെ സെൻസേഷൻസ് നമുക്കറിയാൻ പറ്റുന്നത് സെറിബ്രത്തിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചോ, നമ്മൾ സെറിബ്രം നോക്കിക്കഴിഞ്ഞാൽ സെറിബ്രത്തിൻ്റെ ഔട്ടർ സർഫേസിൽ നിറയെ ന്യൂറോണിൻ്റെ സെൽ ബോഡികളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ദ ഔട്ടർ സർഫേസ് ഓഫ് സെറിബ്രം ഹാസ് ന്യൂറോണൽ സെൽ ബോഡീസ്. ന്യൂറോണിൻ്റെ സെൽ ബോഡികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അവിടെ ധാരാളം നിസിൽസ് ഗ്രാന്യൂൾസ് ഉണ്ടാകും അല്ലേ? ഈ നിസിൽസ് ഗ്രാന്യൂളിന് ഗ്രേ അപ്പിയറൻസ് ആണ് ഉണ്ടാവുക, ഗ്രേ നിറമാണ് നിസിൽസ് ഗ്രാന്യൂൾസിന്. അപ്പോൾ ന്യൂറോണുകളുടെ സെൽ ബോഡികൾക്ക് ഒരു ഗ്രേ നിറമുണ്ടാകും. അപ്പോൾ നിറയെ സെൽ ബോഡികൾ എവിടെയാണ് ഉണ്ടാവുക? സർഫേസിലാണ് ഉണ്ടാവുക, ഔട്ടർ സർഫേസിൽ. അതേസമയത്ത് ഉൾഭാഗത്ത് മുഴുവൻ മൈലിനേറ്റഡ് ആക്സോണുകൾ ഉണ്ടാവുക. മൈലിൻ ഷീത്തിന് ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഉള്ളിൽ നിറയെ മൈലിനേറ്റഡ് ആക്സോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഒരു വൈറ്റ് അപ്പിയറൻസുമാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? അപ്പോൾ സെറിബ്രത്തിൻ്റെ ഔട്ടർ സർഫേസ് ഹാസ് എ ഗ്രേയിഷ് അപ്പിയറൻസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ന്യൂറോണൽ സെൽ ബോഡീസ് ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. എന്താ വിളിക്കുക? ഗ്രേ മാറ്റർ. And the inner part has white appearance, whitish appearance ആണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് മൈലിനേറ്റഡ് ആക്സോൺസ്. നിറയെ മൈലിനേറ്റഡ് ആക്സോൺ ആയതുകൊണ്ട് വൈറ്റ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. ഈ ഗ്രേ മാറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. ഗ്രേ മാറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെറിബ്രൽ കോർട്ടെക്സ്. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിച്ചാലോ അല്ലേ? ഗ്രേ മാറ്റർ ഈസ് ഓൾസോ കോൾഡ് സെറിബ്രൽ കോർട്ടെക്സ്. ഇന്നർ പാർട്ട് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ ഓർ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ. സെറ്റാണോ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ സെറിബ്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് തലാമസിൻ്റെ പ്രത്യേകത, നമ്മുടെ സെറിബ്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലിനെ കൃത്യമായിട്ട് ബോഡിയുടെ ഭാഗങ്ങളിലേക്ക് വിടുന്ന ആൾ. ഓരോ സിഗ്നലുകളെയും കൃത്യമായിട്ട് നമ്മുടെ സെൻസറി സിഗ്നലുകൾ, ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സെൻസറി സിഗ്നലുകൾ തലച്ചോറിൻ്റെ ഏത് പ്രദേശങ്ങളിലേക്ക്, ഏത് ഭാഗങ്ങളിലേക്കാണ് കറക്റ്റ് സിഗ്നൽ എത്തേണ്ടത്. അതുപോലെ തലച്ചോറിൽ നിന്ന് വരുന്ന മോട്ടോർ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സിഗ്നലുകൾ ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകേണ്ടത്, അതിൻ്റെ കോഓർഡിനേഷൻ നടത്തുന്നയാളാണ് തലാമസ്. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് എ കോഓർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസ് അല്ലെങ്കിൽ സിഗ്നലിംഗ്. സെൻസറി മോട്ടോർ സിഗ്നലിങ്ങിൻ്റെ കോർഡിനേറ്റിംഗ് സെൻ്ററാണ് തലാമസിനെ കുറിച്ചൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. മെജോറിറ്റി സാധ്യത ഞാൻ മെയിനായിട്ട് കാണുന്നത് ഹൈപ്പോ തലാമസിനെ കുറിച്ച് ചോദിക്കാനാണ്. ചോദ്യം ചോദിക്കാനാണ് സാധ്യത. ഒന്ന്, നമ്മളുടെ ഹൈപ്പോ തലാമസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. ദെൻ അടുത്തത്, ഇറ്റ് റെഗുലേറ്റ് ഓർ ഇറ്റ് കൺട്രോൾ ദ അർജ് ഫോർ ഈറ്റിംഗ്.
തിന്നാനുള്ള അർജ്, തിന്നാൻ തോന്നുക, അതേപോലെ ഡ്രിങ്കിങ്, കുടിക്കാൻ, വെള്ളം കുടിക്കാൻ തോന്നുക, ഇതിനൊക്കെയുള്ള തോന്നലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. നമുക്ക് തിന്നാൻ തോന്നുക എന്നുള്ളതിനല്ലേ നമ്മൾ ഹങ്കർ എന്ന് പറയുക, നമുക്ക് വിശപ്പ് തോന്നിക്കുന്നത് ഹൈപ്പോ തലാമസിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്. ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ്ങിന് തോന്നുക, അർജ് ഫോർ ഡ്രിങ്കിങ്ങിൻ്റെ കാരണം എന്താ? ഡ്രിങ്കിങ് അല്ല, തേഴ്സ്റ്റ് അല്ലേ, നമ്മൾ തേഴ്സ്റ്റ് എന്നാ പറയുക, ദാഹം. അപ്പം നമ്മുടെ ദാഹം അതുപോലെ തന്നെ നമ്മുടെ വിശപ്പ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പോ തലാമസിലെ ന്യൂറോണുകളുടെ പ്രത്യേകത, ദേ ആർ കോൾഡ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. ഹൈപ്പോ തലാമസിലെ ന്യൂറോണുകളെ വിളിക്കുന്ന പേര് ആക്ച്വലി ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്നാണ്. അതായത് സെക്രീഷൻ ചെയ്യാൻ കഴിവുള്ള, നോക്കൂ, ദേ ആർ ന്യൂറോൺസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള ന്യൂറോണുകളാണ്. സോ ദേ പ്രൊഡ്യൂസ് ഹോർമോൺസ്. അവർ എന്തും ഉണ്ടാക്കുന്നുണ്ട്? ഹോർമോൺസും ഉണ്ടാക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? അപ്പോൾ ഫോർ ബ്രെയിനിലെ സ്ട്രക്ചറുകളുടെ എല്ലാം ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആക്ച്വലി ഫോർ ബ്രെയിനിൽ സെറിബ്രത്തിൻ്റെ ജനറലി നമ്മൾ പറഞ്ഞു, സെറിബ്രം വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റീസും സെൻസേഷൻസും ഒക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹൈപ്പോ തലാമസ് നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ വിശപ്പിനെയൊക്കെ അറിയാൻ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്ത്, സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഉൾഭാഗത്ത് ചില സ്ട്രക്ചറുകളുണ്ട്, സെറിബ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്ട്രക്ചറുകൾ. അവർ ഹൈപ്പോ തലാമസുമായി കൂടിച്ചേർന്നിട്ട് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നിർവഹിക്കുന്നുണ്ട്. സോ ദർ ആർ സം സ്ട്രക്ചേഴ്സ് വിച്ച് ആർ പാർട്ട് ഓഫ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള, സെറിബ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കുഞ്ഞു സ്ട്രക്ചറുകൾ എലോങ് വിത്ത് ഹൈപ്പോ തലാമസ് ആർ പെർഫോമിങ് സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ അവർ ബോഡി. സോ ദേ ആർ കോൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹൈപ്പോ തലാമസും ആ സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള കുറേ കുഞ്ഞു സ്ട്രക്ചറുകൾ, അവരെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ലിംബിക് ലോബ്. എന്താ വിളിക്കുക? ലിംബിക് ലോബ് ഓർ ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക നമ്മുടെ ആനിമൽ കിങ്ഡം ചാപ്റ്ററിലല്ലേ, കടൽക്കുതിരയുടെ ഷേപ്പുള്ള ഒരു ഭാഗം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, സെറിബ്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അയാളാണ് ഹിപ്പോകാമ്പസ്. അതുപോലെ അടുത്ത ആളാണ് അമിഗ്ഡാല ETC. എലോങ് വിത്ത് ഹൈപ്പോതലാമസ് ഈസ് കോൾഡ് ലിംബിക് ലോബ്. അവർ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ലിംബിക് ലോബ്. ഓക്കെ, സോ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഹിപ്പോകാമ്പസ് ആൻഡ് അമിഗ്ഡാല, ഇത് സെറിബ്രത്തിൻ്റെ ഉള്ളിലുള്ള ചില സ്ട്രക്ചറുകളാണ്. ഇറ്റ് എലോങ് വിത്ത് ഹൈപ്പോതലാമസിനോട് കൂടി ചേർന്നവരെ നമ്മൾ വിളിക്കുന്ന പേര് ലിംബിക് ലോബ്. നമ്മൾ ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂല. ലിംബിക് ലോബിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറുകൾ ഏതെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ഞങ്ങൾ എഴുതണം ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല, ഇത്രേ ചോദിക്കുള്ളൂ. ലിംബിക് ലോബിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അത്രയെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളോട് ചിലപ്പോൾ ലിംബിക് ലോബിൻ്റെ ഫങ്ഷൻസ്, ലിംബിക് ലോബ് നമ്മളെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഒന്ന്, റെഗുലേഷൻ ഓഫ് കോഴിത്തരം, റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, അടുത്തതാണ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, അടുത്തതാണ് മോട്ടിവേഷൻ. നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് നമ്മുടെ ലിംബിക് ലോബ് പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്ക് ആ ഒരു എനർജി, ആ ഒരു മോട്ടിവേറ്റഡ് ഫീലൊക്കെ കിട്ടുന്നത്. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ട് അല്ലേ? എക്സൈറ്റ്മെൻറ്റ്, പ്ലഷർ അല്ലേ? എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയാം അല്ലേ, എന്തായാലും പറയാം, മലയാളം എനിക്ക് കിട്ടുന്നില്ല, എക്സൈറ്റഡ് ആവില്ലേ നമ്മൾ, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ പ്ലഷർ, സന്തോഷം, റേജ് അല്ലേ, നമ്മളെ ക്രൗര്യം, ദേഷ്യം, സോ എവറിത്തിങ്. അപ്പോൾ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ലിംബിക് ലോബ് അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം. അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോർ ബ്രെയിനിൻ്റെ ഭാഗമായി തന്നെയുള്ള ആളുകളാണ്. ഇനി നമ്മൾ ഹൈൻഡ് ബ്രെയിനിലാകെ നിങ്ങൾ ആരുടെ ഫംഗ്ഷൻ പഠിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ ഫംഗ്ഷൻ പഠിച്ചാൽ മതി. സോ മെഡുല്ല ഒബ്ലോങ്ങേറ്റ നിങ്ങൾക്കറിയാം, ഒന്ന്, ഇറ്റ് റെഗുലേറ്റ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷൻ്റെ റെഗുലേഷൻ നടക്കുന്നത് ഇവിടെയല്ലേ? റെഗുലേഷൻ ഓഫ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, റെസ്പിറേറ്ററി റിഥം സെൻറ്റർ അല്ലേ? ഓക്കെ, എവിടെയാണുള്ളത്? നമ്മുടെ മെഡുല്ലയിലാണുള്ളത്. അടുത്തതാണ് റെഗുലേഷൻ ഓഫ് കാർഡിയോ വാസ്കുലാർ ആക്ടിവിറ്റീസ്. നമ്മുടെ ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ഓക്കെ, കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റീസ്. അതുപോലെ അടുത്തതാണ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. കേട്ടോ, ഗ്യാസ്ട്രിക് ആണ്,
ഗ്യാസ്ട്രിക്, സ്റ്റൊമക്ക്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടതാണ്. സെക്രീഷൻ, നമ്മുടെ സ്റ്റൊമക്കിൽ അനേകം ഗ്ലാൻഡുകളുണ്ട്. അവർ പല എൻസൈമുകളെയും, പല രാസാഗ്നികൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പല എൻസൈമുകളെയും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെഗുലേഷനൊക്കെ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കറ്റയാണ്. റെസ്പിറേഷൻ, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റീസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ. സോ ദീസ് ആർ ആശ്ചര്യം, അതന്നെ ആശ്ചര്യം. മലയാളം പറഞ്ഞിട്ട് റോളക്സ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികളെ റിഗാർഡിങ് ദാറ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്റർ തീർത്തിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഷോൾ വി ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ? ഷോൾ വി മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ? റെഡി അല്ലേ? I hope it is clear. Now let's talk about chemical coordination and integration. Are you ready? Now let's talk about chemical coordination and integration. Okay, റെഡി ആണോ? റെസ്റ്റിനൊന്നും ആവശ്യമില്ലല്ലോ. ക്ലാസ് എടുത്ത് എനിക്ക് റെസ്റ്റ് വേണ്ട, പിന്നെയാണ് കണ്ടത് നിങ്ങൾക്ക്. ഓക്കെ, റെഡി ആണോ? റെഡി ആണെങ്കിൽ കുറച്ച് കമൻറ്റ് ഇട്ടേ, കുറച്ച് ലവ് സിമ്പിളൊക്കെ ഇട്ടേ. ഓക്കെ, ഗുഡ്. ഐ ഹോപ്പ് റെഡി ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലുക്ക്, നമുക്ക് ഈ ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് അവർ ഹോർമോൺസ്, അല്ലേ? നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചും ഹോർമോണുകളെക്കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ആക്ച്വലി നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, ആ ഗ്ലാൻഡുകളും അവരുണ്ടാക്കുന്ന ഹോർമോണുകളെയൊക്കെ മൊത്തത്തിലാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഗ്ലാൻഡുകളും അവരുണ്ടാക്കുന്ന ഹോർമോണുകളും വെച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസ് ആക്ച്വലി ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് പ്രൊഡ്യൂസ് മെനി ഹോർമോൺസ്, അല്ലേ? അപ്പോൾ അവരും ആക്ച്വലി എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹൈപ്പോതലാമസ്. നോക്കടാ, സോ യു ഹാവ് യുവർ ഹൈപ്പോതലാമസ്. ഞാനിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സോ യു ഹാവ് യുവർ ഹൈപ്പോതലാമസ് ഹിയർ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിലേക്ക് ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദണ്ട് പോലെയുള്ള സ്ട്രക്ചറിൻ്റെ സഹായത്തോടെ മറ്റൊരു ഗ്ലാൻഡിനെ നമ്മുടെ ബ്രെയിനിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഗ്ലാൻഡ് ഈസ് കോൾഡ് പിറ്റ്യൂയിറ്ററി ഗ്ലാൻഡ്. ദിസ് ഗ്ലാൻഡ് ഈസ് കോൾഡ് പിറ്റ്യൂയിറ്ററി ഗ്ലാൻഡ്. സെറ്റാണ്. സോ യു ഹാവ് എ ഹൈപ്പോതലാമസ്, പിറ്റ്യൂയിറ്ററി ഗ്ലാൻഡ്. സോ നമ്മൾ ഹൈപ്പോതലാമസിലെ ന്യൂറോണുകളെ എടുത്താൽ, ഹൈപ്പോതലാമസിലെ ന്യൂറോണുകളുടെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞു, ഹോർമോണുകൾ ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ന്യൂറോണുകളാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ന്യൂറോ സെക്രീറ്ററി സെൽസ്, അല്ലേ എന്ന് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസിൽ ആക്ച്വലി 2 തരത്തിലുള്ള ന്യൂറോണുകളുണ്ട്. ശ്രദ്ധിച്ചോ, രണ്ടിനെയും ഓരോ എക്സാമ്പിളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരു ന്യൂറോൺ നോക്ക്, അതിൻ്റെ ആക്സോൺ ദേണ്ട ഇത്രയും നീളമുണ്ട്. ആക്സോൺ ഇവിടെ ഒന്ന് അവസാനിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ന്യൂറോൺ ഉണ്ട്. കുഞ്ഞ് ആക്സോണുള്ള ന്യൂറോണുകളും ഉണ്ട്. ഈ 2 ന്യൂറോണുകളും സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ന്യൂറോൺ ഉണ്ടാക്കുന്ന ഹോർമോൺ ദേണ്ട ഇവിടെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ന്യൂറോൺ ഉണ്ടാക്കുന്ന ഹോർമോൺ ദേണ്ട ഇവിടെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഇവിടേക്ക് എത്തുക. അതായത് സെൽ ബോഡിയിൽ ന്യൂറോൺ ഉണ്ടാകും, ആ ന്യൂറോൺ ആക്സോണിലൂടെ വന്ന് ഇവിടെ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? അതേസമയത്ത് ആ നീളമുള്ള ന്യൂറോൺ ഉണ്ടാക്കുന്ന സെക്രീഷൻ ദേണ്ട അവരുണ്ടാക്കുന്ന ഹോർമോണൊക്കെ ഇവിടെയാണ് എത്തുക. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നമുക്ക് ഈ താഴെയുള്ള ഗ്ലാൻഡാണ് പിറ്റ്യൂയിറ്ററി ഗ്ലാൻഡ്. നമുക്ക് പിറ്റ്യൂയിറ്ററി ഗ്ലാൻഡിന് ആക്ച്വലി 3 ഭാഗമുണ്ട്. ഏറ്റവും ഫ്രണ്ടിലുള്ള ദിസ് പാർട്ട് ഈസ് കോൾഡ് പാർസ് ഡിസ്റ്റാലിസ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പാർസ് ഡിസ്റ്റാലിസ്. പറഞ്ഞേ മക്കളെ, ദിസ് ഈസ് കോൾഡ് പാർസ് ഡിസ്റ്റാലിസ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ദിസ് പാർട്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പാർസ് ഇൻ്റർമീഡിയ. ഓക്കെ, ദിസ് പാർട്ട് ഈസ് കോൾഡ് പാർസ് ഇൻ്റർമീഡിയ. ഇനി ഏറ്റവും ബാക്കിലോട്ട് ഈ ഒരു ഭാഗം ഈസ് കോൾഡ് പാർസ് നെർവോസ. സെറ്റാണോ? സോ യു ഹാവ് പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇൻ്റർമീഡിയ, പാർസ് നെർവോസ. അപ്പോൾ പാർസ് ഡിസ്റ്റാലിസ് അല്ലേ ആൻറ്റീരിയർ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർസ് ഡിസ്റ്റാലിസിനെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ അതിനെ ആൻറ്റീരിയർ പിറ്റ്യൂയിറ്ററി എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? ആൻറ്റീരിയർ പിറ്റ്യൂയിറ്ററി. പാർസ് നെർവോസ ബാക്കിലല്ലേ, അതുകൊണ്ട് തന്നെ അയാളെ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂയിറ്ററി എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? പോസ്റ്റീരിയർ പിറ്റ്യൂയിറ്ററി എന്ന് വിളിക്കുന്നു. സെറ്റല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കൂ മക്കളെ, ഈ പാർസ് നെർവോസയുടെ പ്രത്യേകത
നിങ്ങളുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ന്യൂറോണുകൾ നേരിട്ട് ഇങ്ങോട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്നില്ലേ? അതേ സമയത്ത് നോക്കൂ, പാർസ് ഇൻ്റർമീഡിയയിലേക്കോ പാർസ് ഡിസ്റ്റാലിസിലേക്കോ അങ്ങനത്തെ കണക്ഷൻ ഉണ്ടോ? ഇല്ല. സോ അത്തരമൊരു നേരിട്ട് ന്യൂറോണിൻ്റെ കണക്ഷൻ ഉള്ളത് പാർസ് നെർവോസയിലേക്കായതുകൊണ്ട് തന്നെ പാർസ് നെർവോസയെ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്താ വിളിക്കുക മക്കളെ? പാർസ് നെർവോസയെ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന പേരെന്താ? ന്യൂറോ ഹൈപ്പോഫൈസിസ് കേട്ടോ. പാർസ് നെർവോസ ഈസ് സ്പെഷ്യലി കോൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്താ വിളിക്കുക? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ആർക്ക് മാത്രമുള്ള പേരാണ് മക്കളെ? പാർസ് നെർവോസക്ക് മാത്രമുള്ള പേരാണ് എന്ത്? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർ ദ ഡയറക്റ്റ് ന്യൂറോണൽ കൺട്രോൾ അല്ലേ? കറക്റ്റ് ഡയറക്റ്റ് ന്യൂറോണൽ കണക്ഷൻ ഉണ്ട് ഹൈപ്പോതലാമസുമായിട്ട്. ഇതാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതേ സമയത്ത് ലുക്ക് അറ്റ് ദിസ് പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇൻ്റർമീഡിയ, ഇവർക്ക് ഇത്തരം ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ മാത്രമായിട്ട് വിളിക്കുന്നത്, ഇവർ രണ്ടുപേരെയും കൂടി വിളിക്കുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. എന്താണ് മക്കളെ? അഡിനോ ഹൈപ്പോഫൈസിസ്. അവർക്ക് പറഞ്ഞേ അഡിനോ ഹൈപ്പോഫൈസിസ്. സോ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും കൂടെ. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ പാർസ് നെർവോസ മാത്രം. സെറ്റാണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദറ്റ് ഈസ് കോൾഡ് അഡിനോ ഹൈപ്പോഫൈസിസ്. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു കേട്ടോ. ഇനി നോക്കൂ, ഹൈപ്പോതലാമസിലെ ഹോർമോൺ നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട് അല്ലേ? ഇവിടെ എത്തുന്നുണ്ട്. ഹൈപ്പോതലാമസിലെ ഈ ന്യൂറോൺ ഉണ്ടാക്കുന്ന ഹോർമോൺ നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ആൻഡ് ദറ്റ് ഹോർമോൺ ഈസ് സ്റ്റോർഡ് ഹിയർ. ആ ഹോർമോൺ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് നെർവോസയിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും. പിന്നീട് ഇവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ആ ഹോർമോണുകൾ ആരൊക്കെയാണെന്ന് അറിയാം? 2 ഹോർമോണുകളാണുള്ളത്. ദാറ്റ് ഈസ് ദേ ആർ വാസോപ്രസിൻ. എന്താണ് മക്കളെ? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയും. രണ്ടാമത്തെ ആളാണ് ഓക്സിറ്റോസിൻ. പറഞ്ഞേ, ഓക്സിറ്റോസിൻ. ഈ 2 ഹോർമോണുകൾ നോക്കൂ, ദേ ആർ ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂറോൺസ് ഓഫ് ഹൈപ്പോതലാമസ്, ബട്ട് ദേ ആർ സ്റ്റോർഡ് ഹിയർ ഇൻ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് റിലീസ്ഡ് ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് പിന്നെ റിലീസ് നടക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാരൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനും. അത് നമ്മളോട് ചോദിക്കും. റെഡിയാണോ? സെറ്റാണോ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ലുക്ക്, നമ്മുടെ ഹൈപ്പോതലാമസിലെ ഈ ന്യൂറോണുകളും ചില ഹോർമോണുകളെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഹോർമോണുകൾ ഈ അഡിനോ ഹൈപ്പോഫൈസിസിലേക്ക്, ദാറ്റ് ഈസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കും പാർസ് ഇൻ്റർമീഡിയയിലേക്കൊക്കെ എത്തണം. അതെങ്ങനെ എത്തുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ദർ ഈസ് എ സ്പെഷ്യൽ സർക്കുലേഷൻ. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള രക്തക്കൊഴലുകളുടെ സർക്കുലേഷൻ, ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ കുറേ കാപ്പില്ലറികൾ അവർ കൂടിച്ചേരുന്നു. എന്നിട്ട് ദേണ്ട ഒരു രക്തക്കൊഴലായിട്ട് മാറുന്നു. അതിങ്ങോട്ട് വരുന്നു. എന്നിട്ട് വീണ്ടും കുറേ ബ്രാഞ്ചുകളായിട്ട് മാറുന്നു. ആ ബ്രാഞ്ചുകളെല്ലാം വീണ്ടും കൂടിച്ചേരുന്നു. ഓക്കെ, സോ ദർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. ഇതെല്ലാ സമയത്തും ബ്ലഡിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ബ്ലഡ് വരുന്ന കൂട്ടത്തിൽ ഈ ഹോർമോണുകളും ഇങ്ങനെ സഞ്ചരിച്ച് എവിടെ എത്തും മക്കളെ? പാർസ് ഡിസ്റ്റാലിസിലേക്കും പാർസ് ഇൻ്റർമീഡിയയിലേക്കൊക്കെ എത്തും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സർക്കുലേഷൻ, നോക്കൂ, ഹൈപ്പോതലാമസിലെ ഹോർമോണുകൾ ദേ ആർ റീച്ചിങ് പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇൻ്റർമീഡിയ, ദാറ്റ് ഈസ് അഡിനോ ഹൈപ്പോഫൈസിസിലേക്ക് എത്തുന്നുണ്ട്. സോ ദിസ് സർക്കുലേഷൻ, ഈ ഒരു സർക്കുലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ. എന്താ മക്കളെ വിളിക്കുക? പോർട്ടൽ സർക്കുലേഷൻ. സെറ്റാണോ? പോർട്ടൽ സർക്കുലേഷൻ എന്താ നമ്മൾ പഠിച്ചു. ഹൈപ്പോതലാമസിലെ ചില ഹോർമോണുകൾ നേരിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുന്നു. പക്ഷേ ചില ഹോർമോണുകൾ നമ്മുടെ പോർട്ടൽ സർക്കുലേഷൻ്റെ സഹായത്തോടെ എങ്ങോട്ടേക്ക് എത്തുന്നു? ഈ പാർസ് ഡിസ്റ്റാലിസിലേക്കും പാർസ് ഇൻ്റർമീഡിയയിലേക്കും എത്തുന്നു. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, ഇൻ ഹ്യൂമൻസ് ദ പാർസ് ഇൻ്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. രണ്ടുപേരും കൂടി ചേർന്നായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരുടെ പിറ്റ്യൂട്ടറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർസ് ഇൻ്റർമീഡിയ സെപ്പറേറ്റ് ആയിട്ട് ഒരുപക്ഷെ കാണാൻ പറ്റൂല. കാരണം പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും കൂടി ചേർന്നിട്ട് മെർജായിട്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ നമ്മുടെ NCERT-യിൽ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയഗ്രാമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. സോ നിങ്ങളെല്ലാവരും ആ ഒരു ഡയഗ്രാം NCERT തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നോക്കി ഓരോ ഭാഗവും മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതിൽ പാർസ് ഇൻ്റർമീഡിയ കാണിച്ചിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇൻ ഹ്യൂമൻസ് പാർസ് ഇൻ്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. സെറ്റ് അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ലുക്ക്, ഹോർമോൺസ്
ഫ്രം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോണുകൾ നോക്കൂ. ഇപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസിലെ ഹോർമോണുകൾ എങ്ങനെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്ക്, ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഈ 2 രീതി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഹൈപ്പോതലാമസിൽ നിന്നുള്ള ചില ഹോർമോണുകൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് നെർവോസയിൽ അല്ലേ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് നെർവോസ എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നു, അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. ആരൊക്കെയാണ് അത്? വേഗം പറ. ADH അല്ലേ, ADHൻ്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ? സെറ്റ് അല്ലേ. രണ്ടാമത്താണ് കുട്ടികളെ ഓക്സിറ്റോസിൻ. നമുക്ക് ADHൻ്റെ മറ്റൊരു പേരെന്താ? വാസോപ്രസിൻ എന്നാണ് ADHൻ്റെ മറ്റൊരു പേര്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ബാക്കി ഹോർമോണുകൾ ആരൊക്കെയാണെന്ന് അറിയോ? ശ്രദ്ധിച്ചോ. ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന മറ്റൊരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. എന്താണ്? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ശ്രദ്ധിക്കടാ, ഈ ഹോർമോണിൻ്റെ പ്രത്യേകത, ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ വന്നിട്ട് നിങ്ങളുടെ പാർസ് ഡിസ്റ്റാലിസിലാണ് ആക്ട് ചെയ്യുക. എവിടെ ആക്ട് ചെയ്യുക? പാർസ് ഡിസ്റ്റാലിസിലാണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇറ്റ് ആക്ട് ഓൺ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, അങ്ങനെ പാർസ് ഡിസ്റ്റാലിസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് പാർസ് ഡിസ്റ്റാലിസ് വിൽ പ്രൊഡ്യൂസ് ഗ്രോത്ത് ഹോർമോൺ. പാർസ് ഡിസ്റ്റാലിസ് ഇങ്ങനെ ഇയാൾ ആക്ട് ചെയ്താൽ അതിൻ്റെ ഫലമായി പാർസ് ഡിസ്റ്റാലിസ് ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണിനെ ഉണ്ടാക്കും. ആരെ ഉണ്ടാക്കൂടെ? ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റോട്രോഫിൻ. പറഞ്ഞേ, സൊമാറ്റോട്രോഫിൻ. പറയടാ മക്കളെ, സൊമാറ്റോട്രോഫിനെ ഉണ്ടാക്കും. ക്ലിയർ ആണോ? സെറ്റാണ്. ഓക്കെ, സോ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ വന്നപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ആര് റിലീസായി? ഗ്രോത്ത് ഹോർമോൺ റിലീസായി. സെറ്റല്ലേ. ഇനി ഇൻ കേസ് ഹൈപ്പോതലാമസിൽ നിന്ന് മറ്റൊരു ഹോർമോൺ ഉണ്ട്, ദാറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ആരാണ്? ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? ദാറ്റ് ലീഡ് ടു ഇൻഹിബിഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ റിലീസ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസ് ഇൻഹിബിറ്റ് ആകും. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ പോർട്ടൽ സർക്കുലേഷനിലൂടെ സഞ്ചരിച്ച് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസാകും. ഇനി ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്നാൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ആക്ച്വലി ഹൈപ്പോതലാമസിൽ നിന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്ന ഹോർമോണുകൾ 2 ടൈപ്പാണ് എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാ? വി ഹാവ് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ശരിയല്ലേ മക്കളെ? റിലീസിങ് ഹോർമോണുകളുണ്ട് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അല്ലേ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇങ്ങനെ 2 തരത്തിലുള്ള ഹോർമോണുകളാണ് വരുന്നത്. റിലീസിങ് ഹോർമോൺ വന്നാൽ റിലീസ് നടക്കും, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്നാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹോർമോണിൻ്റെ റിലീസ് ഇൻഹിബിറ്റ് ആകും. സെറ്റാണല്ലോ? ഓക്കെ, ഗുഡ്. ദെൻ ഈ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോണിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, അതുകൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചോ. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഈസ് കോൾഡ്, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, നിങ്ങൾ ഫുൾ ഫോം തന്നെ എഴുതണേ. ഇതിൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. നോക്കൂ, സൊമാറ്റോട്രോഫിൻ അല്ല മക്കളെ, സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോട്രോഫിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗ്രോത്ത് ഹോർമോണിൻ്റെ മറ്റൊരു പേരാണ്. ദിസ് ഈസ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഇതാരാടാ? സൊമാറ്റോസ്റ്റാറ്റിൻ. GHIHൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഇനി മറ്റൊരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഹൈപ്പോതലാമസിൽ നിന്ന് മറ്റൊരു ഹോർമോൺ, ദാറ്റ് ഈസ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. എന്താണ് മക്കളെ? ലുക്ക്, ഞാനിവിടെ എഴുതാം, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അതാണ് GnRH. അത് വന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി 2 ഹോർമോണുകളെ ഉണ്ടാക്കി റിലീസ് ചെയ്യും. ദേ ആർ FSH ആൻഡ് LH. ആരൊക്കെയാടാ? FSH, LH. ഈ 2 ഹോർമോണുകളെ ഉണ്ടാക്കി റിലീസ് ചെയ്യും. സോ ദാറ്റ് ഈസ്, ഈ FSHനെയും LHനെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോഫിനുകൾ എന്ന്. എന്താ വിളിക്കുക? ഗൊണാഡോട്രോഫിനുകൾ. അപ്പോൾ കണ്ടോ, ക്യാൻ യു സീ ദിസ്? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ വന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആരുണ്ടാക്കി? ഗൊണാഡോട്രോഫിനുകളെ ഉണ്ടാക്കി. റെഡിയാണോ മക്കളെ? യെസ് ഓർ നോ?
യെസ് ഓർ നോ? അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോണുകൾ എങ്ങനെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്വാധീനിക്കുന്നത്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പഠിച്ചത്. ഈ കാര്യം റെഡിയല്ലേ? റിലീസിങ് ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. റിലീസിങ് ഹോർമോൺ വന്നാൽ റിലീസ് നടക്കും, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്നാൽ ഇൻഹിബിഷൻ നടക്കും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയല്ലേ മക്കളെ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ആ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി നമ്മൾ സ്പെസിഫിക്കലി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ നോക്കൂ, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. നമുക്ക് തൽക്കാലം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലിസിൽ നിന്ന് വരുന്ന ഹോർമോണുകൾ, അതുപോലെ പാർസ് ഇൻ്റർമീഡിയ ഉണ്ട്. ഇവിടെ പാർസ് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, അതിന് നടുവിൽ പാർസ് ഇൻ്റർമീഡിയ ഉണ്ട്. അവിടുന്ന് വരുന്ന ഹോർമോണുകളെ കുറിച്ച് നമുക്ക് മാത്രം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ആളുകളെ നമുക്ക് ഓൾറെഡി അറിയാം. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ടോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മറ്റേ ആളുണ്ടാക്കിയ രണ്ടാളുകളെ റിലീസ് ചെയ്യുന്നു. ആരെയൊക്കെ? ADH അതുപോലെ ഓക്സിറ്റോസിൻ, ഇവരെ റിലീസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അല്ലേ? ഇനി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന കുറേ ഹോർമോണുകളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു. ആരെ ഉണ്ടാക്കുന്നുണ്ട്? ഗ്രോത്ത് ഹോർമോണിനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? സോ ദാറ്റ് ഈസ് സൊമാറ്റോട്രോഫിനെ ഉണ്ടാക്കുന്നുണ്ട്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഇനി അടുത്ത ഹോർമോൺ നമ്മൾ പഠിച്ചു, FSH അല്ലേ? അടുത്ത ആളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, FSH എന്ന് പറയുന്ന ഹോർമോൺ. മറ്റൊരാളാണ് LH. വിശദമായിട്ട് ഇവരുടെ ഫംഗ്ഷൻ നമുക്ക് പിന്നെ പഠിക്കാം. മറ്റൊരാളാണ് LH. അവരുടെയൊക്കെ പ്രൊഡക്ഷന് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ ഈ 3 ഹോർമോൺ പഠിച്ചില്ല, FSH, LH. അവരെ ഒന്നിച്ച് ഗൊണാഡോട്രോഫിൻസ് എന്ന് വിളിക്കുന്നു. ഇനി ഗ്രോത്ത് ഹോർമോൺ പഠിച്ചു. ഇനി ശ്രദ്ധിക്ക്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് നമ്മുടെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ വരുന്നുണ്ട്. ആൻഡ് ദറ്റ് ഈസ് കോൾഡ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫുൾ ഫോം ചോദിക്കും കേട്ടോ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താ വിളിക്കുക? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനെയും ഫുൾ ഫോം എഴുതാം. ഗ്രോത്ത് ഹോർമോൺ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇനി എഴുതൂല. FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താടാ? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാ പറയുക. ഇനി വാട്ട് ഈസ് LH? LH എന്ന് പറഞ്ഞാൽ ലൂട്ടീനൈസിങ് ഹോർമോൺ എന്നാ പറയുക. എന്താ പറയുക? ലൂട്ടീനൈസിങ് ഹോർമോൺ. ഇനി അടുത്തതാണ് TSH. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആരാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന അടുത്ത ഹോർമോണാണ് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ACTH. ദറ്റ് ഈസ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് 2 ഭാഗമുണ്ട്, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അതാണ് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. സോ ACTH അങ്ങനെ പറഞ്ഞേ മക്കളെ, അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. സെറ്റാണോ? എത്ര ഹോർമോണായി? ഇപ്പോൾ 2, 4, 5 എണ്ണമായി അല്ലേ? ഇനി ഒരു ഹോർമോൺ കൂടിയുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആയി നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരിക. അങ്ങനെ ബ്രസ്റ്റിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് മിൽക്ക് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അയാളാണ് പ്രോലാക്റ്റിൻ. ആരാ മക്കളെ? പ്രോലാക്റ്റിൻ കേട്ടോ, പ്രോലാക്റ്റിൻ. സോ ദീസ് ആർ 6 ഹോർമോൺസ് ഫ്രം പാർസ് ഡിസ്റ്റാലിസ്. പാർസ് ഡിസ്റ്റാലിസിൽ നിന്നുള്ള 6 ഹോർമോണുകൾ ഇവരൊക്കെയാണ്. ഇവരുടെ ഫംഗ്ഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. FSHൻ്റെയും LHൻ്റെയും ഫംഗ്ഷൻ പഠിച്ചിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു. ഗ്രോത്ത് ഹോർമോൺ എന്താ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ്. TSH സ്റ്റിമുലേറ്റ് തൈറോയിഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഹോർമോണുകൾ ഉണ്ടാക്കാൻ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതാണ് TSHൻ്റെ ഫംഗ്ഷൻ. വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് ACTH? അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ് അഡ്രീനൽ കോർട്ടെക്സ് ടു റിലീസ് ഹോർമോൺസ്. പ്രൊലാക്റ്റിൻ സ്റ്റിമുലേറ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ബൈ ബ്രസ്റ്റ് ഓർ മാമറി ഗ്ലാൻഡ്. FSHൻ്റെയും LHൻ്റെയും ഫംഗ്ഷൻ നമുക്ക് പിന്നെ നോക്കാം. ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പാർസ് ഇൻ്റർമീഡിയയാണിത്. ദിസ് ഈസ് പാർസ് ഇൻ്റർമീഡിയ. ഇറ്റ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് MSH. എന്താ ഉണ്ടാക്കുക? MSH എന്ന് പറഞ്ഞാൽ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താണ് മക്കളെ? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് ആരുണ്ടാക്കുക? നമ്മുടെ പാർസ് ഇൻ്റർമീഡിയ ഉണ്ടാക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണ് എന്ന് കരുതുന്നു.
ഇനി നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി അവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് കേരള ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാക്സിമം പോസിബിൾ ആയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. സോ ഗ്രോത്ത് ഹോർമോൺ നമുക്കറിയാം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബോഡി, അതാണ് അയാളുടെ ഫംഗ്ഷൻ. ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട 3 ഡിസീസുകളാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യത. നമ്പർ 1 നോക്കടാ, ഹൈപ്പോസെക്രീഷൻ. ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറയുക ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്. നമ്മൾ വളർച്ചാ കാലഘട്ടമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വളരുന്ന കാലഘട്ടം, നിങ്ങളൊക്കെ ഇപ്പോൾ വളരുന്ന കാലഘട്ടം, ഒരു 10-20 വയസ്സായ വളർച്ചയൊക്കെ നിൽക്കും. അപ്പോൾ ഗ്രോത്ത് പീരീഡിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ there will be stunted growth, വളർച്ച മുരടിച്ച് കുള്ളന്മാരായിട്ട് മാറും. ഓക്കെ, സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കും, അങ്ങനെ കുള്ളന്മാരായിട്ട് മാറും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് പിറ്റ്യൂയിറ്ററി ഡോർഫിസം. ആ ഒരു കണ്ടീഷന് നമ്മൾ, ഡോർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ എന്നാണ് അർത്ഥം, പിറ്റ്യൂയിറ്ററി ഡോർഫിസം എന്നാണ് ആ അവസ്ഥയെ നമ്മൾ വിളിക്കുക. ഓക്കെ, നമ്മൾ നീളം കുറഞ്ഞ ആളുകളായിട്ട് മാറും. സോ ഇത് നമ്മളോട് ചോദിക്കും, എന്താണ് പിറ്റ്യൂയിറ്ററി ഡോർഫിസം അല്ലെങ്കിൽ ഹൈപ്പോസെക്രീഷൻ. സെക്രീഷൻ ഗ്രോത്ത് പീരീഡിൽ ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിക്കും. നമ്പർ 2, രണ്ടാമത്തത് ഹൈപ്പർ സെക്രീഷൻ. സെക്രീഷൻ കൂടുക ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്. ഈ ഗ്രോത്ത് പീരീഡിൽ, വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ ഭയങ്കരമായിട്ട് കൂടിയാൽ ഭയങ്കരമായിട്ട് നമ്മൾ വലുതാവും. നല്ല നീളവും വെയിറ്റൊക്കെ ഉള്ള വലിയ ആളുകൾ, നമ്മൾ ഗ്രേറ്റ് ഖാലിയൊക്കെ കണ്ടിട്ടില്ലേ, അതായത് വലിയ ആളുകളായിട്ട് മാറും. സോ നമ്മൾ ഗ്രേറ്റ് ഖാലി, അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ഷോ, പിന്നെ അതുപോലെ പണ്ടൊരാളുണ്ടായിരുന്നു ഭയങ്കര വലിപ്പമുള്ള, ആളുടെ പേര് ഞാൻ മറന്നു, നമ്മൾ ഇതെല്ലാം WWE കാണുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ പണ്ട് കാണാറുണ്ടായിരുന്നു. സോ അത്തരം വലിയ ആളുകളായിട്ട് മാറും. വെരി ഗുഡ്, ദാറ്റ് ഈസ് കോൾഡ് ജൈജാൻഡിസം. എന്താ വിളിക്കുക കുട്ടികളെ? ജൈജാൻഡിസം, ജൈജാൻറ്റിക് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ജൈജാൻഡിസം. ഇനി അടുത്തത് നോക്കൂ, ഹൈപ്പർ സെക്രീഷൻ ഇൻ അഡൾട്ട്. നമ്മുടെ ഗ്രോത്ത് പീരീഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡൾട്ട് ആയതിനു ശേഷം, നിങ്ങൾക്കൊരു 10-30 ഒക്കെ വയസ്സുള്ളപ്പോൾ നിങ്ങൾ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് വെറുതെ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് അക്രോമെഗാലി. ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. എന്താ വിളിക്കുക? അക്രോമെഗാലി. അപ്പോൾ ഇത് 3 പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെറ്റല്ലേ? സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് അക്രോമെഗാലി. അപ്പോൾ ഇതാണ് ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട് ചോദ്യം വരിക. ഇനി ഒരു പക്ഷേ FSHൻ്റെയും LHൻ്റെയും ഫംഗ്ഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അത് നമുക്കിനി പഠിക്കാം. FSH ആൻഡ് LH, ഇവർ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോഫിൻസ്. ഓക്കെ, എന്താ ഗൊണാഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിലെ ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കേസിൽ ടെസ്റ്റിസും ഫീമെയിൽസിൻ്റെ കേസിൽ, സ്ത്രീകളുടെ കേസിൽ ഓവറിയും ആണ് നമ്മുടെ ഗൊണാഡുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ മെയിനായിട്ടുള്ള, അല്ലേ? സോ വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് FSH? അപ്പോൾ ഗൊണാഡോട്രോഫിൻസ് ദേ ആക്ട് ഓൺ ദ ഗൊണാഡ്സിൽ പോയി ആക്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഗൊണാഡോട്രോഫിൻസ് എന്ന പേര് വന്നത്. സോ FSHൻ്റെ ആക്ഷൻ ഇൻ മെയിൽസ്. ഓക്കെ, ഇൻ മെയിൽസിൻ്റെ കേസിൽ LH ആക്ട് ഓൺ ദ ടെസ്റ്റിസ്. LH ടെസ്റ്റിസിൽ പോയി ആക്ട് ചെയ്യും. ടെസ്റ്റിസിനകത്ത് പ്രത്യേക സെല്ലുകളുണ്ട്. ദോസ് സെൽസ് ആർ കോൾഡ് ലേഡിക് സെൽസ്. പ്രത്യേക കോശങ്ങളുണ്ട്, ദേ ആർ കോൾഡ് ലേഡിക് സെൽസ്. സോ LH ആക്ട് ഓൺ ദ ലേഡിക് സെൽ. LHൻ്റെ ഫുൾ ഫോം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ലൂട്ടീനൈസിങ് ഹോർമോൺ, അല്ലേ? ഈ LH ടെസ്റ്റിസിലെ ലേഡിക് സെല്ലുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ആൻഡ്രോജൻസ്. ലേഡിക് സെൽസ് ആൻഡ്രോജൻസിനെ ഉണ്ടാക്കും. ദാറ്റ് ഈസ് മെയിൽ സെക്സ് ഹോർമോണാണ് ആൻഡ്രോജൻ. സോ അതിൻ്റെ ഫലമായിട്ട് ആൻഡ്രോജൻസിനെ ഉണ്ടാക്കും ആര്? ഈ ലേഡിക് സെൽ, ടെസ്റ്റിസിനകത്തുള്ള ലേഡിക് സെൽ ആൻഡ്രോജൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആണുങ്ങളിൽ ആൻഡ്രോജൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ FSH വന്ന് ഇവിടെ ആക്ട് ചെയ്യണം, നമ്മുടെ ടെസ്റ്റിസിലെ ലേഡിക് സെല്ല് വന്നിട്ട് ആക്ട് ചെയ്യണം. സെറ്റാണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് FSH ഇൻ മെയിൽസ്? നോക്കൂ, ഈ ആൻഡ്രോജൻസ് ആണ് നമ്മുടെ ബോഡിയിൽ സ്പേം അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കാനുള്ള കാരണം. ആൻഡ്രോജൻസിൻ്റെ പ്രവർത്തനം കാരണമാണ് നമുക്ക് ബീജ ഉൽപ്പാദനം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഷണ്ടത്തുള്ള ആളുകളായി, നമ്മൾ കുട്ടി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം കുട്ടികൾ? നമുക്ക് ബീജ ഉൽപ്പാദനം നടക്കണം. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്പേം എന്നാ പറയാം. ഈ സ്പേം ഉണ്ടാവണമെങ്കിൽ ആൻഡ്രോജൻ വേണം. സ്പേം ഉണ്ടാകുന്ന പ്രതിഭാസത്തെ സ്പേമാറ്റോജനസിസ് എന്നാ പറയുക. എന്താ പറയുക മക്കളെ? സ്പേമാറ്റോ, ഓർക്ക് പറഞ്ഞേ, സ്പേമാറ്റോജനസിസ്.
അപ്പോൾ FSH ഓൾസോ സ്റ്റിമുലേറ്റ് ദ സ്പെർമാറ്റോജനസിസ്. ആൻഡ്രോജൻസ് ഉണ്ടെങ്കിലേ സ്പെർമാറ്റോജനസിസ്, ഈ ബീജോൽപാദനം നടക്കുള്ളൂ. പക്ഷേ ആൻഡ്രോജൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, FSHും ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? സോ along with androgens it stimulate spermatogenesis. ഇയാൾ സ്പെർമാറ്റോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് FSH ആൻഡ് LH ഇൻ മെയിൽസ്. നൗ ഇൻ ഫീമെയിൽസിൽ എന്താണ് ഫംഗ്ഷൻ? ഫീമെയിൽസിൽ FSH നോക്കൂ, ഫീമെയിൽസിന് ഓവറി ഉണ്ട് അല്ലേ, അണ്ഡാശയമുണ്ട്. ഈ അണ്ഡാശയത്തിൽ ഓവം അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകും. പക്ഷെ അണ്ഡാശയത്തിൽ ഫീമെയിൽ ഗാമീറ്റ് ഒരു ഫോളിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്താണ് ഉണ്ടായി വരിക. ഫോളിക്കിളുകൾ, അണ്ഡാശയത്തിൽ ധാരാളം ഫോളിക്കിളുകൾ എന്നറിയപ്പെടുന്ന റൗണ്ട് സ്ട്രക്ചറുകൾ ഉണ്ടാകും. ആ ഫോളിക്കിൾസിലാണ് ആരുണ്ടായി വരിക കുട്ടികളെ? ഈ പറയുന്ന ഓവം അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടായി വരിക. പക്ഷെ ആ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തിയാൽ ഫീമെയിൽ ഗാമീറ്റ് ഓവറിക്കകത്ത് കിടന്നതുകൊണ്ട് കാര്യമില്ല. അത് ഓവറിയിൽ നിന്ന് ഈ ഗർഭപാത്രം എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്കൊക്കെ എത്തണം. എന്നാലേ മെയിലിൻ്റെ ബീജവുമായി കൂടിച്ചേർന്ന് കുട്ടിയാവാൻ പറ്റുള്ളൂ, കുട്ടി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നറിയോ? ഈ ഫോളിക്കിൾ പൊട്ടണം. ദിസ് ഈസ് കോൾഡ് ഫോളിക്കിൾ. ഇയാളുടെ പേരാണ് ഫോളിക്കിൾ. ഈ ഫോളിക്കിൾ പൊട്ടും. ഫോളിക്കിൾ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഓവറിയിൽ നിന്ന്, അണ്ഡാശയത്തിൽ നിന്ന് ഈ ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. സെറ്റാണോ? ഓക്കെ. സോ ഫോളിക്കിൾ ഇവിടെയുണ്ട്, ഫോളിക്കിൾ പൊട്ടുന്നതാണ് നിങ്ങൾ കണ്ടത്. ദിസ് ഈസ് ഓവം. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഓവുലേഷൻ. ഓവുലേഷൻ നടന്നാൽ ഈ ഫോളിക്കിൾ പൊട്ടി ഓവം പുറത്തേക്ക് റിലീസ് ചെയ്താൽ ഓവം പുറത്തോട്ട് പോയി. പക്ഷേ ആ ഫോളിക്കിളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓവറിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. സോ ലൈക്ക് ഇങ്ങനെ പൊട്ടും, പക്ഷെ ആ ഫോളിക്കിളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓവറിക്കകത്ത് തന്നെയുണ്ട്. ആ ഫോളിക്കിളിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് ദേ ട്രാൻസ്ഫോം ഇൻ ടു എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അവരൊരു പ്രത്യേക സ്ട്രക്ചറായിട്ട് മാറും. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. നമുക്ക് ഓവറിക്കകത്ത് ഇപ്പോഴുള്ള ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. സോ ആഫ്റ്റർ ഓവുലേഷൻ എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഇൻസൈഡ് ഓവറി. അതെങ്ങനെയാ? ഇറ്റ് ഈസ് ദ റിമൈനിങ് പാർട്ട് ഓഫ് വാട്ട്? ഫോളിക്കിൾ. ദേ ഫോം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. സെറ്റാണോ? നമുക്ക് ഫീമെയിലിൻ്റെ ഓവറിയിൽ നിന്നുണ്ടാകുന്ന 2 ഹോർമോണുകളുണ്ട്, ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. ആരൊക്കെയാണ്? ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും. ഫീമെയിലിൻ്റെ ഓവറിയിൽ നിന്ന് ആരാണ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ ഫോളിക്കിൾസ്. ഈ ഓവറിയിലുള്ള ഫോളിക്കിൾസ് ആണ് ദേ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ. സോ ഈസ്ട്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോളിക്കിൾസ്. ഓവറിയിലെ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത്. അതേസമയത്ത് ഓവറിയിൽ നിന്ന് വരുന്ന അടുത്ത ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. അതുണ്ടാക്കുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. ഓവറുകളിൽ ഫോം ചെയ്യുന്ന കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കുന്നത്. റെഡിയാണോ? ഈ കോൺസെപ്റ്റുകളൊക്കെ റെഡിയാണോ? ഇതൊക്കെ ശരിക്കും നമുക്ക് +2 വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവർ എക്സാമിന് ഇൻ കേസ് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. റെഡിയാണോ? ഓക്കെ, ഗുഡ്. ശ്രദ്ധിക്കടാ. നൗ FSH എന്താ ചെയ്യാന്നറിയോ? FSH സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾസ് ഇൻ ഓവറി. ഓവറിയിൽ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫീമെയിൽസിലെ FSHൻ്റെ ഫംഗ്ഷൻ. ഇനി LHൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് സ്റ്റിമുലേറ്റ് ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം റിലീസ് ചെയ്യുന്ന പരിപാടിയുള്ള ഓവുലേഷൻ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് LHൻ്റെ ഫംഗ്ഷൻ. സോ FSHൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, LHൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. ആ 2 കാര്യങ്ങൾ റെഡിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഫീമെയിലും മെയിലും അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ പഠിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ആരാ ബാക്കിയുള്ളത്? TSH. നോക്കൂ, FSHൻ്റെ LHൻ്റെ ഫംഗ്ഷൻ മെയിലും ഫീമെയിലും പഠിച്ചു, ഗ്രോത്ത് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. TSH ഓൾറെഡി പറഞ്ഞു, ACTH പറഞ്ഞു, പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ആരാ ബാക്കിയുള്ള? MSH അല്ലേ. MSHൻ്റെ പേര് തന്നെ ഉണ്ട് അയാളുടെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആരാ മെലാനോസൈറ്റ്? ഹാവ് യു ഹിയർഡ് അബൌട്ട് മെലാനിൻ?
എടാ നമ്മുടെ ബോഡിക്ക് ഈ കളറ് നമ്മൾ വെള്ളപ്പാണ്ടല്ലല്ലോ നമുക്കുള്ളത് അല്ലേ, നമ്മുടെ ബോഡിക്ക് ഒരു കളറുണ്ട്. ആ കളർ കിട്ടാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു എ പിഗ്മെൻറ്റ്, എ കളേർഡ് സബ്സ്റ്റൻസ് കോൾഡ് മെലാനിൻ. നമ്മുടെ സ്കിന്നിൽ മെലാനിൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ കിട്ടുന്നത്. സോ ലുക്ക്, ഈ മെലാനിൻ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള സ്പെഷ്യൽ സെല്ലുകളാണ്. ദോ സെൽസ് ആർ കോൾഡ് മെലാനോസൈറ്റ്സ്. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെലാനോസൈറ്റ്സ്. എന്താ വിളിക്കുക? മെലാനോസൈറ്റ്സ്. സോ ആ മെലാനോസൈറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ്, എൻസൈമുകളാണ് MSH. ഓക്കെ, എൻസൈമാണ്, എൻസൈം അല്ല, ഹോർമോണാണ് MSH. ഓക്കെ, സോ MSH സ്റ്റിമുലേറ്റ് മെലാനോസൈറ്റ്സ്. MSH ആരെ സ്റ്റിമുലേറ്റ് ചെയ്യണം? മെലാനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ദെയർ ബൈ ഇറ്റ് സ്റ്റിമുലേറ്റ് സ്കിൻ പിഗ്മെൻറ്റേഷൻ. നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനെയാണ് അയാൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ കുട്ടികളെ? ഓക്കെ, സോ മെലറ്റോണിൻ അല്ലടാ, ദിസ് ഈസ് മെലാനോസൈറ്റ്. ഓക്കെ, സോ ഇറ്റ് സ്റ്റിമുലേറ്റ് മെലാനോസൈറ്റ്സ് ആൻഡ് റെഗുലേറ്റ് പിഗ്മെൻറ്റേഷൻ. നമ്മുടെ ബോഡിയുടെ പിഗ്മെൻറ്റേഷന് ഇയാൾ സ്വാധീനിക്കുന്നുണ്ട്. സെറ്റല്ലേ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ADHൻ്റെ ഫംഗ്ഷൻ പഠിക്കണം. ADHൻ്റെ ഫംഗ്ഷൻ ഞാൻ പറയൂല, ബിക്കോസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. 2 ദിവസം മുമ്പ് പഠിച്ചതാണ്, കഴിഞ്ഞ ലൈവിൽ ഞാൻ പഠിപ്പിച്ചതാണ്. എന്താ ADHൻ്റെ ഫംഗ്ഷൻ? ADHൻ്റെ മറ്റൊരു പേരെന്താ? വാസോപ്രസിൻ. ഇറ്റ് സ്റ്റിമുലേറ്റ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം DCT ആൻഡ് കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ADHൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേ ADHുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസ് നമുക്കിവിടെ പഠിക്കാം. ADH നോക്കൂ, ADHൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ അപ്പോൾ ADH ഉണ്ടെങ്കിലേ നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്നൊക്കെ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. നമ്മുടെ ബോഡിയിൽ ADH ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കളക്ടിങ് ഡക്റ്റിൽ നിന്നൊക്കെ ഉള്ള വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കൂല. യൂറിനിലൂടെ ധാരാളം വെള്ളം നഷ്ടപ്പെടാൻ കാരണമാകും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. കേട്ടോ? സോ ഹൈപ്പോസെക്രീഷൻ ഓഫ് ADHൻ്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിനിലൂടെ വെള്ളം നഷ്ടപ്പെടാൻ കാരണമാവും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. എന്താ മക്കളെ വിളിക്കുക? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നാണ് വിളിക്കുക. ഇനി അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? ഓക്സിറ്റോസിൻ്റെ ഒരു ഫംഗ്ഷനാണ് കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. നമ്മുടെ ബോഡിയിലെ സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ. അത് മെയിൻലി ഇൻ യൂട്രസ്, നമ്മുടെ ഗർഭപാത്രത്തിൽ. നമ്മുടെ എല്ലാ ഫീമെയിൽസിൻ്റെ അല്ലേ, എനിക്കില്ല ഏതായാലും, ഫീമെയിൽസിൻ്റെ ഗർഭപാത്രത്തിൽ സ്മൂത്ത് മസിലുകളുണ്ട്. അതിൻ്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ലീഡ് ടു ഡെലിവറി. അത് പ്രസവത്തിന് കാരണമാവും. സെറ്റല്ലേ? അപ്പോൾ പ്രസവം നടക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. യൂട്രസിൽ, യൂട്രസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം, അവിടെയുള്ള സ്മൂത്ത് മസിലുകൾ കൺട്രാക്ട് ചെയ്യും. ദാറ്റ് ലീഡ് ടു ഡെലിവറി. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് ഉണ്ടാക്കുന്ന ആൾ പ്രൊലാക്റ്റിനാണ്. ഉണ്ടാക്കിയ മിൽക്ക്, ഇപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ ഈ കുട്ടി പെട്ടെന്ന് കരയുന്ന സമയത്ത് ബ്രസ്റ്റിൽ നിന്ന് കുറച്ച് മിൽക്ക് ഇങ്ങനെ ഉറ്റി വരും. സോ ദാറ്റ് ഈസ് കോൾഡ് മിൽക്ക് ഇജക്ഷൻ. ഓക്കെ, കുട്ടി പെട്ടെന്ന് കരയുമ്പോഴൊക്കെ അമ്മയിലൊരു സ്റ്റിമുലേഷൻ വഴി, അമ്മയിലൊരു റിഫ്ലക്സ് പോലെ മിൽക്ക് പുറത്തോട്ട് വരും. സോ ദാറ്റ് ഈസ് മിൽക്ക് ഇജക്ഷൻ. അതിന് കാരണമാവുന്ന ഹോർമോണും ഓക്സിറ്റോസിനാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ അല്ല, മിൽക്ക് ഇജക്ഷൻ. റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് ഇജക്ഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇവരുടെ ഒക്കെ ഫംഗ്ഷൻ, ഇവരുമായി ബന്ധപ്പെട്ട ഡിസോർഡറുകൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോ ഗ്ലാൻഡുകളായിട്ട് അങ്ങ് തുടങ്ങിയാലോ? നമ്മുടെ തലച്ചോറിൽ തന്നെയുള്ള, അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി പറഞ്ഞു. ഇനി ബാക്കി ഗ്ലാൻഡുകൾ നോക്കാം. നമ്മുടെ തലച്ചോറിൽ തന്നെ ഈ ഹൈപ്പോതലാമസിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൻ്റെ പേരാണ് പിനിയൽ ഗ്ലാൻഡ്. എന്താ മക്കളെ വിളിക്കുക? പിനിയൽ ഗ്ലാൻഡ്. ഓക്കെ, സോ പിനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് കുട്ടികളെ മെലറ്റോണിൻ. എന്താണ്? മെലറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താന്ന് നമ്മളോട് ചോദിക്കും. സോ ദാറ്റ് ഈസ് റെഗുലേഷൻ ഓഫ് ഡൈയേണൽ റിതം. എന്താണ് കുട്ടികളെ? ഡൈയേണൽ റിതം. നമ്മുടെ ബോഡിക്ക് ഒരു റിതം ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് 24 hour റിതം. ഓക്കെ, നമ്മുടെ ബോഡിയിലെ ഓരോ ഫംഗ്ഷനും കൃത്യമായിട്ട് നടക്കുന്ന ഒരു റിതം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡയേണൽ റിതം, അല്ലെങ്കിൽ
24-hour rhythm അല്ലെങ്കിൽ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ എന്നൊക്കെ പറയും. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് മെലറ്റോണിൻ. സെറ്റ് അല്ലേ? അപ്പോൾ പിനിയൽ ഗ്ലാൻഡ് അയാളുണ്ടാക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. അയാളുടെ ഫംഗ്ഷൻ എന്താ? റെഗുലേഷൻ ഓഫ് ഡയേണൽ റിതം ഓർ 24-hour rhythm. പഠിച്ചില്ലേ? ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് ശ്രദ്ധിക്കുക. തൈറോയിഡ് ഗ്ലാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് തൈറോയിഡ് ഗ്ലാൻഡ്. നോക്ക്, തൈറോയിഡ് ഗ്ലാൻഡ് ഹാസ് 2 lobes, 2 ലോബുകളുണ്ട്, വിച്ച് ആർ ലൊക്കേറ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് അവർ ട്രക്കിയ. നമ്മുടെ ട്രക്കിയയുടെ 2 സൈഡിലായിരുന്നു ഒരു ലോബ് ദേണ്ട ഇവിടെ ഉണ്ടാവും, ഒരു ലോബ് ദേണ്ട ഇവിടെ ഉണ്ടാവും, ആൻഡ് സെൻട്രൽ ആ ലോബുകളെ രണ്ടുപേരെയും കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ക്ലിയർ അല്ലേ? ട്രക്കിയയുടെ 2 സൈഡിലുമായിട്ട് 2 ലോബുണ്ട്. ക്ലിയർ, സെറ്റ്. നോക്ക്, നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിൽ നമുക്ക് 2 തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. ഒന്ന്, സെല്ലുകൾ കൂടി ചേർന്ന് റൗണ്ട് സ്ട്രക്ചറുകളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ദീസ് ആർ കോൾഡ് തൈറോയിഡ് ഫോളിക്കിൾസ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൈറോയിഡ് ഫോളിക്കിൾസ്. നോക്കൂ, സെല്ലുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് റൗണ്ട് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് തൈറോയിഡ് ഫോളിക്കിൾസ്. എന്താ മക്കളെ വിളിക്കുക? തൈറോയിഡ് ഫോളിക്കിളുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ദെൻ ഈ തൈറോയിഡ് ഫോളിക്കിളുകളുടെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, ആ സ്പേസിലൊക്കെ പ്രത്യേക സെല്ലുകളുണ്ട്. ദേ ആർ കോൾഡ് പാരാ ഫോളിക്കുലാർ സെൽസ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാ follicular cells. Okay, so we have parafollicular cells and look, these are called follicular cells. thyroid follicles ന്റെ സെൽസിനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് follicular cells എന്നാണ് വിളിക്കുക. സെറ്റ് ആണോ? ഓക്കെ, സോ വി ഹാവ് follicular cells and parafollicular cells. ഓക്കെ, സോ ലുക്ക്, ഈ ഓക്കെ, ആരൊക്കെ സ്ട്രോമൽ ടിഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് നീറ്റ് ബാച്ചുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഓൾറെഡി പെയ്ഡ് ആയിട്ട് പണ്ട് മുതലേയുള്ള ബാച്ചുകാർക്കോ എടുത്തപ്പോൾ വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ വാട്ട് വി ആർ ഡിസ്കസിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അപ്പോൾ നമ്മൾ പലതും പറയൂല കേട്ടോ. അപ്പോൾ നിങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾ യു കീപ്പ് ഇറ്റ് വിത്ത് യു. ഓക്കെ, കാരണം നിങ്ങളും എല്ലാവരും കൂടെ കൺഫ്യൂഷൻ വരണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, യു പീപ്പിൾ നോ ദാറ്റ്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാം ഇപ്പോൾ ഇവിടെ. ദെൻ നിങ്ങൾക്ക് അറിയുന്ന നല്ല കാര്യമാണ്, ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷേ ഈ ബാക്കിയുള്ളവർ കരുതൂല ഇതെന്താ സംഭവം എന്നൊക്കെ ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ്. സോ ശ്രദ്ധിക്കുക. സോ ലുക്ക്, ഈ ഫോളിക്കുലാർ സെൽസ് ഉണ്ടല്ലോ, ഫോളിക്കുലാർ സെൽസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, ദേ പ്രൊഡ്യൂസ് 2 hormones. നമ്പർ 1, ട്രൈ അയഡോ തൈറോണിൻ. എന്താണ് മക്കളെ? ട്രൈ അയഡോ തൈറോണിൻ. രണ്ടാമത്തതാണ് ടെട്രാ അയഡോ തൈറോണിൻ. ടെട്രാ അയഡോ തൈറോണിൻ. എടാ, ബോർഡ് എക്സാമിന് ചോദിക്കൂലെന്ന് ചോദിച്ചാൽ നിങ്ങൾ മാക്സിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നിങ്ങൾ പഠിച്ച ആളുകൾ പഠിച്ചത് ഇനി മറക്കണ്ട. പഠിക്കാത്ത ഒന്നും അറിയാത്ത ആളുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ 4-5 മണിക്കൂർ കൊണ്ട് നമ്മൾ എടുത്ത ഈ ക്ലാസ് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോവല്ലേ. സോ ലൈക്ക് വി സ്കിപ്പ് ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. ഓക്കെ, സോ ലുക്ക്, ഫോളിക്കുലാർ സെൽസ് 2 തരം ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്, ട്രൈ അയഡോ തൈറോണിനും അതുപോലെ ടെട്രാ അയഡോ തൈറോണിനും. ഈ ട്രൈ അയഡോ തൈറോണിനെ നമ്മൾ T3 എന്ന് വിളിക്കാറുണ്ട്, ടെട്രാ അയഡോ തൈറോണിനെ T4 എന്ന് വിളിക്കാറുണ്ട്. ഇയാളെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തൈറോക്സിൻ. എന്താ വിളിക്കുക? തൈറോക്സിൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി തൈറോയിഡ് ഹോർമോണുകളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് T3യുടെയും T4ൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് T3 ആൻഡ് T4. അതാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കുട്ടികളെ, ഇറ്റ് റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മുടെ ബോഡിയുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്, നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ റെഗുലേറ്റ് മെറ്റബോളിസം ഓഫ് നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൈക്കോജന്, ഗ്ലൂക്കോസ്, ഇതിൻ്റെയൊക്കെ മെറ്റബോളിസം, അതുപോലെ തന്നെ ഫാറ്റിൻ്റെ മെറ്റബോളിസം, നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനിൻ്റെ മെറ്റബോളിസം, ഇതൊക്കെ നിർവഹിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവരുടെ ഫംഗ്ഷനായിട്ട് ഈ 2 പോയിന്റ് ഓർത്താൽ മതി. റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റബോളിക് റേറ്റ്, മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഇനി ഇവരുമായി ബന്ധപ്പെട്ട ഈ 2 ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസീസുകളുണ്ട്. ആ ഡിസീസുകൾ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ഹൈപ്പോതൈറോയിഡിസം. ഒന്നാമത്തതാണ് ഹൈപ്പോതൈറോയിഡിസം, രണ്ടാമത്തതാണ് ഹൈപ്പർ തൈറോയിഡിസം. സോ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസസ് ഇൻ വിച്ച് ദർ ഈസ് ഡിക്രീസ്ഡ്
തൈറോയിഡ് ഹോർമോൺ സിന്തസിസ്. ഓക്കെ, ഡിക്രീസ്ഡ് T3 ആൻഡ് T4 സിന്തസിസ്. അതുള്ള രോഗങ്ങളെ മൊത്തം നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കും. ചില രോഗങ്ങളിലൊക്കെ തൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുതലായിരിക്കും. അത്തരം എല്ലാ രോഗങ്ങളെയും നമുക്ക് ജനറലി ഹൈപ്പർ തൈറോയിഡിസം ആണ് എന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് secretion of T3 ആൻഡ് T4. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് രോഗങ്ങൾ നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം കാറ്റഗറിയിൽ വരുന്ന ഒന്നാമത്തെ രോഗമാണ് സിമ്പിൾ ഗോയിറ്റർ. എന്താണ് മക്കളെ? സിമ്പിൾ ഗോയിറ്റർ. നമുക്ക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഗോയിറ്റർ ഉള്ള ഒരു രോഗിയെ നോക്കിയാൽ ആ രോഗിക്ക് എൻലാർജ്മെൻറ്റ്, കഴുത്തിലൊരു മുഴ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ബിക്കോസ് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആകും, വലിപ്പം കൂടും ആ രോഗിയിൽ. ആ പേര് തന്നെ അതുണ്ട്. ഇനി ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഹൈപ്പോ തൈറോയിഡിസം അല്ലേ? അപ്പോൾ ഇത്തരം രോഗികൾക്ക്, സിമ്പിൾ ഗോയിറ്ററുള്ള ആളുകൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ട്രൈ അയഡോതൈറോണിൻ, ടെട്രാ അയഡോതൈറോണിൻ. ദാറ്റ് മീൻസ് തൈറോയിഡ് ഹോർമോണിൽ എന്തുണ്ട്? അയഡിൻ ഉണ്ട്. സോ നമ്മുടെ ഡയറ്റിൽ അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ സിന്തസിസ് കുറയും. സെറ്റാണോ? ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ ഡയറ്റിൽ അയഡിൻ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ടുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസവും അതിൻ്റെ ഫലമായി തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. നമ്പർ 2, രണ്ടാമത്തേതാണ് ക്രെറ്റിനിസം. എന്താണ് മക്കളെ? ക്രെറ്റിനിസം. സോ ക്രെറ്റിനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, ഈ സിമ്പിൾ ഗോയിറ്റർ നമ്മൾ അഡൽട്ടിലാണ് കാണുക, കുട്ടികളിലല്ല കാണുക. ഇറ്റ് ഈസ് സീൻ ഇൻ അഡൽട്ട്. ബട്ട് ക്രെറ്റിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സീൻ ഇൻ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം ആണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ റീസൺ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, സോ അയഡിൻ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ, എങ്ങനെയായാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ക്രെറ്റിനിസം. ഓക്കെ, സോ ക്രെറ്റിനിസത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നറിയോ? ദർ വിൽ ബി സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഒന്ന്, ചെറിയ കുട്ടികളുടെ വളർച്ചയ്ക്ക് തൈറോയിഡ് ഹോർമോണും അത്യാവശ്യമാണ്. അപ്പോൾ അതില്ലെങ്കിൽ വളർച്ച മുരടിക്കും, ബ്രെയിനിൻ്റെ വളർച്ചയും മുരടിക്കും. സോ അത് കാരണം മാനസിക വളർച്ച മുരടിക്കും. സോ ദാറ്റ് ഈസ് മെൻ്റൽ റിട്ടാർഡേഷൻ. എന്താണ് മക്കളെ? മെൻ്റൽ റിട്ടാർഡേഷൻ. സെറ്റല്ലേ? ഈ കുട്ടികൾക്ക് ചിലപ്പോൾ സംസാരശേഷിയൊക്കെ, ഈ തലച്ചോറ് വളരാത്തത് കൊണ്ട് തന്നെ സംസാരശേഷി നഷ്ടപ്പെടാം, കേൾവി ശേഷിയൊക്കെ നഷ്ടപ്പെടാം. സോ ദാറ്റ് ഈസ് ഡഫ് മ്യൂട്ടിസം. എന്താണ് ഡഫ് മ്യൂട്ടിസം? ഓക്കെ, അതാണ് ഡഫ് മ്യൂട്ടിസം. മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പോയിന്റും കൂടെ എഴുതാം, ലോ IQ. ഇത്തരം കുട്ടികളുടെ ഇൻ്റലിജൻസ് കോഷ്യൻസ്, IQ കുറവായിരിക്കും. സെറ്റല്ലേ? ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കേട്ടോ. ഇനി ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു ഡിസീസ് നമുക്ക് പഠിക്കാം. ഹൈപ്പോ തൈറോയിഡിസം കാണുന്ന 2 ഡിസീസ് പഠിച്ചു, ക്രെറ്റിനിസവും സിമ്പിൾ ഗോയിറ്ററും. ഇനി ഹൈപ്പർ തൈറോയിഡ് ഹോർമോൺ കൂടി നിൽക്കുന്ന ഒരു ഡിസീസ് നമുക്ക് പഠിക്കാം. ഒരുപാട് ഡിസീസുകളുണ്ട്. മൾട്ടി നോഡുലാർ ഗോയിറ്റർ, സോളിറ്ററി നോഡുലാർ ഗോയിറ്റർ, ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, ഇപ്പോൾ പാപ്പിലറി ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ. ഒരുപാട് ഡിസീസുകളിൽ ഹൈപ്പർ തൈറോയിഡിസം കാണാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന ഒരൊറ്റ ഡിസീസാണ്, ദറ്റ് ഈസ് ഗ്രേവ്സ് ഡിസീസ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നാണ് ആ രോഗത്തെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. ഇത് നോക്കൂ, ഈ പേര് തന്നെയുണ്ട്, ദറ്റ് ഈസ് ഗോയിറ്റർ അല്ലേ? ഗോയിറ്റർ. അപ്പോൾ ഈ രോഗിക്ക് തൈറോയിഡ് കൂടുതലുമാണ്, എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡും ഉണ്ട്. സോ ദർ വിൽ ബി എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, അതുണ്ടാകും. ദെൻ ഈ രോഗിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്, എക്സോഫ്താൽമിക്. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ് അർത്ഥം, ഒഫ്താൽമിക് എന്ന് പറഞ്ഞാൽ കണ്ണ്. ഇത്തരം രോഗികളുടെ കണ്ണ് ഇങ്ങനെ തുറച്ച് പുറത്തേക്ക് തള്ളിക്കും, ഇങ്ങനെ നിൽക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കരുതേ. ഓക്കെ, സോ ദർ വിൽ ബി പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ. കണ്ണ് പുറത്തോട്ട് തള്ളി നിൽക്കും. പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ, കണ്ണ് അല്ലെങ്കിൽ ഐസ്, കണ്ണ് പുറത്തോട്ട് തള്ളി നിൽക്കും. നോക്കൂ, ഇവരുടെ ബേസൽ മെറ്റബോളിസത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തൈറോയിഡ് ഹോർമോൺ മെറ്റബോളിസം കൂട്ടുന്ന ഹോർമോണാണ്. സോ ദർ വിൽ ബി ഇൻക്രീസ്ഡ് ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലേ? സോ ഇൻക്രീസ്ഡ് മെറ്റബോളിസം വളരെ കൂടുതലായിരിക്കും. ഒരുപാടുണ്ട്, നമുക്ക് തൽക്കാലം 2-3 പോയിന്റ്സ് എങ്കിലും ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള രോഗങ്ങളും കാര്യങ്ങളും ഇതാണ്, തൈറോയിഡ് ഹോർമോണുകളെ കുറിച്ച്. സെറ്റാണോ മക്കളെ? സെറ്റാണോ?
വെരി ഗുഡ്. അപ്പോൾ തൈറോയിഡ് ഹോർമോണുകളുടെ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ T3യുടെയും T4യുടെയും ഫംഗ്ഷനാണ്. തൈറോയിഡ് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ഡിസീസ് ചോദിച്ചാലും നമ്മൾ ഇതാ പറയേണ്ടത്, സിമ്പിൾ ഗോയിറ്റർ, ക്രെറ്റിനിസം, അതുപോലെ ഗ്രേവ്സ് ഡിസീസ്. ഓക്കെ, വെറും ഗോയിറ്റർ എന്ന് കേട്ടാൽ അത് സിമ്പിൾ ഗോയിറ്റർ ആണെന്ന് മക്കൾ ഇമാജിൻ ചെയ്യണം കേട്ടോ. അതായത് അങ്ങനെ ഇമാജിൻ ചെയ്യണതല്ല, അങ്ങനെ എടുക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് വെറും ഗോയിറ്റർ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഗോയിറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് there will be enlargement of thyroid due to deficiency of iodine in diet. It is a condition of hypothyroidism. ഇത്രയും പറയണം കേട്ടോ. റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലെ പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ടല്ലോ, ദ പാരാഫോളിക്കുലാർ സെൽസ് ഇൻ തൈറോയിഡ്, ദേ സെക്രീറ്റ് എ സ്പെഷ്യൽ ഹോർമോൺ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് തൈറോകാൽഷിറ്റോണിൻ. തൈറോകാൽഷിറ്റോണിൻ. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ പാരാഫോളിക്കുലാർ സെൽസ്. പാരാഫോളിക്കുലാർ സെൽസ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെയുള്ള പാരാഫോളിക്കുലാർ സെൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് തൈറോകാൽഷിറ്റോണിൻ. പക്ഷേ ഇയാൾ നമ്മൾ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയാറില്ല. അത് T3യും T4നെയാണ് ജനറലി പറയുന്നത്. ഓക്കെ, സോ തൈറോകാൽഷിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം. ബ്ലഡ് കാൽഷ്യം കുറക്കുന്ന ആളാണ് ഇയാൾ. ദാറ്റ് മീൻസ് നമുക്ക് പറയാം ഇയാളൊരു ഹൈപ്പോകാൽഷ്യമിക് ഹോർമോൺ ആണെന്ന് നമുക്ക് പറയാം. എന്താണ് കുട്ടികളെ? ഹൈപ്പോകാൽഷ്യമിക് ഹോർമോൺ ആണെന്ന് പറയാം. അപ്പോൾ ബ്ലഡിലെ കാൽഷ്യം കുറക്കാൻ ഇയാൾ എന്തൊക്കെയാണ് ചെയ്യാന്നറിയാം? ഒന്ന്, ലുക്ക്, ഇയാൾ ചെയ്യുന്ന ഒരു പരിപാടി, ഇത് രക്തക്കുഴലാണ്, അവളിലൂടെ രക്തം ഒഴുകുന്നുണ്ടാവും അല്ലേ? രക്തത്തിൽ നിന്ന് കാൽഷ്യത്തെ ബോണിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ. സോ ഇറ്റ് ട്രാൻസ്പോർട്ട് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺ. ഓക്കെ, ബ്ലഡിൽ നിന്ന് ബോണിലേക്ക് കാൽഷ്യത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. അതാണ് ഇയാളുടെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? നമ്മുടെ ഇൻറ്റസ്റ്റൈന്, ദിസ് ഈസ് യുവർ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നൊക്കെയുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇയാൾ കുറക്കും. ഇറ്റ് ഡിക്രീസ് കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇയാൾ കുറക്കും. ഇനി നമ്മുടെ നെഫ്രോൺ ഉണ്ടല്ലോ മക്കളെ, ഹാവ് യു ഹിയർഡ് അബൌട്ട് നെഫ്രോൺ? യെസ്, യു ഹാവ് ഹിയർഡ് അബൌട്ട് നെഫ്രോൺ അല്ലേ? നമ്മുടെ നെഫ്രോണിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ റീ അബ്സോർപ്ഷനും കുറക്കും. ഇറ്റ് ഓൾസോ ഡിക്രീസ് കാൽഷ്യം റീ അബ്സോർപ്ഷൻ ഫ്രം നെഫ്രോൺ. സെറ്റാണോ? അപ്പോൾ 3 രീതിയിൽ അപ്പോൾ ബ്ലഡിലേക്ക് കാൽഷ്യം എത്തുന്നില്ല. നെഫ്രോണിലൂടെയുള്ള കാൽഷ്യത്തിൻ്റെ റീ അബ്സോർപ്ഷൻ കുറക്കുന്നു. ഫുഡിൽ നിന്നുള്ള ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കൂടൽ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ റീ അബ്സോർപ്ഷൻ കുറക്കുന്നു. ഇനി ബ്ലഡിലുള്ള കാൽഷ്യത്തെ ബോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ഓഫ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺ. അപ്പോൾ ഇങ്ങനെയാണ് ഇയാൾ എന്താക്കുന്നത് കുട്ടികളെ? കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറക്കുന്നു. സെറ്റല്ലേ കുട്ടികളെ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് TCTയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇയാൾ ബ്ലഡ് കാൽഷ്യം കുറക്കുന്ന ഹോർമോണാണ്, ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോണാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫംഗ്ഷൻസ് ഓഫ് നെക്സ്റ്റ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണുകളും അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നോക്ക്, ഇഫ് യു ടേക്ക് ദ തൈറോയിഡ് ഗ്ലാൻഡിന് 2 ലോബാന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരു ലോബ് ഒരു സൈഡിലുണ്ടാവും, മറ്റേ സൈഡിൽ മറ്റൊരു ലോബ് ഉണ്ടാവും. നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡാണ്, ഇവിടെ ട്രക്കിയ ഉണ്ട്. നമ്മൾ ഇനി ബാക്ക് സൈഡാണ് നോക്കുന്നത്. നേരത്തെ കണ്ട് ഫ്രണ്ട് സൈഡാണ്, ഇവിടെ ട്രക്കിയ ഉണ്ട് കേട്ടോ, ട്രക്കിയ ഉണ്ട്. സോ നമ്മൾ ട്രക്കിയയുടെ 2 സൈഡിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അവിടെ പറ്റി പിടിച്ചിട്ട് 4 ഗ്ലാൻഡുകൾ, ഓരോ ലോബിൻ്റെയും ബാക്കിൽ 2 വീതം, ടോട്ടൽ 4 ഗ്ലാൻഡുകൾ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്കിൽ. സോ ദേ ആർ കോൾഡ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ്സ്. അവർ വിളിക്കുന്ന പേരാണ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ്സ്. സെറ്റാണോ? ഈ പാരാ തൈറോയിഡ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് PTH. അങ്ങനെ പറഞ്ഞാൽ എന്താ മക്കളെ? പാരാ തൈറോയിഡ് ഹോർമോൺ. എന്താണ് പാരാ തൈറോയിഡ് ഹോർമോൺ? പാരാ തൈറോയിഡ് ഹോർമോൺ TCTയുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം. ബ്ലഡിലെ കാൽഷ്യം കൂട്ടുന്ന ആളാണ് ഇയാൾ. എങ്ങനെ നമുക്ക് ബ്ലഡിലെ കാൽഷ്യം കൂട്ടാൻ പറ്റുക? നേരെ ഓപ്പോസിറ്റ്, നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ബോണിൽ നിന്ന് കാൽഷ്യത്തെ ബ്ലഡിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ്, ലുക്ക്, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ട്രാൻസ്പോർട്ട് ഓഫ് കാൽഷ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. ബോണിൽ നിന്ന് ബ്ലഡിലേക്ക് കാൽഷ്യത്തെ കൊണ്ടുവരിക എന്ന് സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബോൺ റീസോപ്ഷൻ. എന്താ പറയുക? ബോൺ റീസോപ്ഷൻ ഓർ ബോൺ ഡിസൊല്യൂഷൻ ഓർ
ബോൺ ഡീമിനറലൈസേഷൻ, ഇങ്ങനെ പല പേരും പറയാം. പരിപാടി ഒന്നെ ട്രാൻസ്പോർട്ട് ഓഫ് കാൽഷ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. അപ്പോൾ ബ്ലഡിലേക്ക് കൂടുതൽ കാൽഷ്യം എത്തും, ബ്ലഡിലെ കാൽഷ്യം കൂടും. ഇതാണ് PTH ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഇറ്റ് ഇൻക്രീസ് കാൽഷ്യം റീഅബ്സോർപ്ഷൻ ഫ്രം ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ഇയാൾ കൂട്ടും. അപ്പോഴോ ബ്ലഡിലേക്ക് കൂടുതൽ കാൽഷ്യം എത്തും. കാൽഷ്യത്തിൻ്റെ ഇൻറ്റസ്റ്റൈനിലുള്ള അബ്സോർപ്ഷൻ ഇയാൾ കൂട്ടും. അടുത്താണ് നെഫ്രോണിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടും. നെഫ്രോണിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇയാൾ കൂട്ടും. ഇൻക്രീസ് കാൽഷ്യം അബ്സോർപ്ഷൻ ഫ്രം നെഫ്രോൺ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടിയാൽ ബ്ലഡിലേക്ക് മോർ കാൽഷ്യം എത്തും. മറ്റേയാളുടെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഇയാളുടേത്. അപ്പം നമുക്ക് പറയാം TCT. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കേട്ടോ. TCTയും PTHും ഓപ്പോസിറ്റ് ഫംഗ്ഷനല്ലേ നിർവഹിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ആൻറ്റഗോണിസ്റ്റ്സ്. ഇവർ ആൻറ്റഗോണിസ്റ്റുകളായിട്ടുള്ള ഹോർമോണുകളാണെന്ന് പറയാം. ഓപ്പോസിറ്റ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഹോർമോണുകളാണെന്ന് നമുക്ക് ഇവരെ പറ്റി പറയാൻ പറ്റും. റെഡിയാണോ കുട്ടികളെ? അപ്പോൾ നമ്മൾ PTHൻ്റെ ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ എണ്ണം, അവരുടെ ഹോർമോണ്, അതിൻ്റെ ഫങ്ഷൻ പഠിച്ചില്ലേ? റെഡിയാണോ കുട്ടികളെ? വേഗം പറ. റെഡിയാണെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഓക്കെ, സെറ്റാണ് അല്ലേ? ഇനി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് തൈമസ് ഗ്ലാൻഡ്. തൈമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേണത്തിൻ്റെ ബാക്കിലായിട്ട് ഈ ചെസ്റ്റിൽ കാണുന്നൊരു ഗ്ലാൻഡാണ് തൈമസ്. So this thymus gland produce hormones called thymosin. Thymosin എന്ന് പറയുന്ന ഹോർമോൺസിനെയാണ് ഈ തൈമസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്. It produce a group of hormones called thymosins. Okay, these thymosins are needed for development, അല്ലെങ്കിൽ needed for formation of T ലിംഫോസൈറ്റ്സ്. നമ്മുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട 2 ലിംഫോസൈറ്റ് ആരൊക്കെയാണ്? T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. T ലിംഫോസൈറ്റിൻ്റെ ഫോർമേഷൻ നടക്കണമെങ്കിൽ ബോഡിയിൽ തൈമോസിൻസ് വേണം. ആൻഡ് ഓൾസോ ഫങ്ഷനിങ് ഓഫ് B ലിംഫോസൈറ്റ്സ്. ഓക്കെ, B ലിംഫോസൈറ്റുകൾ ഫങ്ഷൻ ചെയ്യണമെങ്കിലും തൈമോസിൻസ് വേണം. അപ്പോൾ തൈമോസിൻസ് ഉണ്ടെങ്കിലേ നമ്മുടെ T ലിംഫോസൈറ്റിൻ്റെ ഫോർമേഷൻ നടക്കുകയുള്ളൂ, അതുപോലെ B ലിംഫോസൈറ്റ് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ. സോ നമ്മളോട് ചോദിക്കും, ആൻഡ് ആക്ച്വലി B ആൻഡ് T ലിംഫോസൈറ്റുകൾ നമുക്ക് എന്താ തരുന്നത്? നമുക്ക് രോഗപ്രതിരോധ ശേഷി തരുന്ന ബ്ലഡ് സെല്ലുകളാണ് B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും. അപ്പോൾ ഇറ്റ് പ്രൊവൈഡസ് ഇമ്മ്യൂണിറ്റി. ഇയാളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്, അല്ലേ? ഇയാൾ നമുക്ക് ഇമ്മ്യൂണിറ്റി തരാൻ സഹായിക്കുന്നുണ്ട്. B ലിംഫോസൈറ്റുകളെയും T ലിംഫോസൈറ്റുകളുടെയും ഫോർമേഷനിലൊക്കെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ B ആൻഡ് T ലിംഫോസൈറ്റ് നമുക്ക് വേണം, രോഗപ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ. അപ്പോൾ ആ ശക്തി ഉണ്ടാക്കി തരാൻ തൈമോസിൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കും, ഇൻ ഓൾഡ് ഏജ് ഡിക്രീസ്ഡ് ഇമ്മ്യൂണിറ്റി ഇൻ ഓൾഡ് ഇൻഡിവിജ്വൽസ്. പ്രായമായ ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഡ്യൂ ടു ഡീജനറേഷൻ ഓഫ് തൈമസ് ഗ്ലാൻഡ്. നിങ്ങൾക്ക് കുറേ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ തൈമസ് ഗ്ലാൻഡ് പതിയെ നശിച്ച് ഇല്ലാതാകും. അപ്പോൾ നമ്മൾ വെറുതെ ഇത്ര എഴുതിയാൽ പോരാ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഓൾഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എൽഡർലി പീപ്പിളിൽ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണം എന്ന് ചോദ്യം വരും. എന്നിട്ട് ഉത്തരം എഴുതും, പക്ഷെ ഫുൾ മാർക്ക് കിട്ടൂല മോഡൽ എക്സാമിനൊക്കെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആക്കും, ബിലാൽ സാറേ അത് എഴുതിയിട്ട് മാർക്ക് കിട്ടിയില്ല, എന്താ ചെയ്യാന്ന്. പൊന്നു മക്കളെ, ചോദ്യം ഇതാണ്, ഡിക്രീസ്ഡ് ഇമ്മ്യൂണിറ്റി ഇൻ ഓൾഡ് ഏജ്, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ വെറുതെ എഴുതുക ഡ്യൂ ടു ഡീജനറേഷൻ ഓഫ് തൈമസ് ഗ്ലാൻഡ്. ഒറ്റ ലൈനാണ്ട് എഴുതി വെച്ചതായോ? പൂർണ്ണമായോ ഉത്തരം? ഇല്ലല്ലോ. നിങ്ങൾ ഉത്തരം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? യെസ്, തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് കോൾഡ് തൈമോസിൻസ്. ആൻഡ് ദ തൈമോസിൻസ് ആർ നീഡഡ് ഫോർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് T ലിംഫോസൈറ്റ്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് B ലിംഫോസൈറ്റ്. ആൻഡ് B ആൻഡ് T ലിംഫോസൈറ്റ്സ് പ്രൊവൈഡ് അസ് ഇമ്മ്യൂണിറ്റി. ഈ ലിംഫോസൈറ്റുകളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. ബട്ട് ഇൻ ഓൾഡ് ഏജ് ദ തൈമസ് ഗ്ലാൻഡ് അണ്ടർഗോ ഡീജനറേഷൻ. തൈമസ് ഗ്ലാൻഡിന് ഡീജനറേഷൻ സംഭവിക്കും. ദാറ്റ് ലീഡ് ടു
decreased production of T lymphocytes and decreased functioning of B lymphocytes. So the immunity reduces, the immunity decreases. അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. യു മേ നോ തിങ്സ്, യു മേ ബി നോയിങ് എവ്രിതിങ്, പക്ഷെ അത് ടീച്ചർക്ക് അറിയില്ലല്ലോ. when she is reading your answer sheet, he or she is reading your answer sheet, what they are saying is you have written a single line. അത് നിങ്ങൾ അപ്പുറത്തുള്ള ആളിൽ നിന്ന് കോപ്പി അടിച്ച് എഴുതിയതാണോ എന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയുമെന്ന് ആർക്കറിയാം? സോ ദ തിങ് ഈസ് യു ഹാവ് ടു റൈറ്റ് എവറിതിങ് പ്രോപ്പർലി, ദെൻ യു വിൽ ഗെറ്റ് മാർക്ക്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നു എന്നുള്ളതുകൊണ്ട് മാർക്ക് കിട്ടൂല, യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പരീക്ഷയ്ക്ക് ആൻസർ ഷീറ്റ് നോക്കുന്ന ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത് ഉത്തരം കണ്ടാൽ മനസ്സിലാവണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്, അപ്പോഴേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ എഴുത്താണ് മാറ്റേണ്ടത് കേട്ടോ. ഓക്കെ, സെറ്റല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ പഠിച്ചു മാക്സിമം 2 മാർക്കിനൊക്കെയാണ് ആ ഒരു ചോദ്യം വരിക കേട്ടോ. അപ്പോൾ നമ്മളത് എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ തൈമസിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ലുക്ക്, നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രത്യേകത, പാൻക്രിയാസ് ഈസ് എ കോംപ്ലക്സ് ഗ്ലാൻഡ് ഹാവിങ് ബോത്ത് എക്സോക്രൈൻ പാർട്ട് ആൻഡ് എൻഡോക്രൈൻ പാർട്ട്. എന്താ എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻസൈം ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളെയാണ് നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുക. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളാണ്. നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രത്യേകത, അതിൽ ഹോർമോൺ ഉണ്ടാക്കുന്ന ഭാഗമുണ്ട്, എൻസൈം ഉണ്ടാക്കുന്ന ഭാഗമുണ്ട്. സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഗ്ലാൻഡ് ഹാവിങ് exocrine part and endocrine part. ലുക്ക്, നമ്മൾ പാൻക്രിയാസിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമ്മളൊരു പാൻക്രിയാസ് എടുത്തു കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ മേജർ പാർട്ടും എക്സോക്രൈൻ ആണ്. പക്ഷേ എൻഡോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ചില ഏരിയകളാണ്. ഇങ്ങനെ ചില ഏരിയകളിൽ കുറച്ച് സെല്ലുകൾ കൂടിച്ചേരുന്നതാണ് എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത്. സോ ദിസ് എൻഡോക്രൈൻ പാർട്ട് ഈസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ദ എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് ഈസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ബാക്കി എല്ലാ ഭാഗവും എക്സോക്രൈൻ ആണ്. ബാക്കി നിങ്ങൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ എക്സോക്രൈൻ, നോക്കൂ, എൻസൈമുകൾ ഉണ്ടാക്കുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് നോക്കിയാൽ അവിടെ 2 ടൈപ്പ് സെല്ലുകളെ കാണാൻ പറ്റും. ഒന്നാമത്തെ ആളാണ് ആൽഫ സെൽ, രണ്ടാമത്തെ ആളാണ് ബീറ്റ സെൽ. ആൽഫ സെല്ലും കാണാൻ പറ്റും, ബീറ്റ സെല്ലും കാണാൻ പറ്റും. ലുക്ക്, ബി ഒരു ഐയുടെ ഫീൽ കിട്ടുന്നില്ലേ? സോ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. ആരാണ് മക്കളെ? ഇൻസുലിൻ ഉണ്ടാക്കും. ആൽഫ സെൽ പ്രൊഡ്യൂസ് ഗ്ലൂക്കഗോൺ. ആൽഫ സെൽ ആരെ ഉണ്ടാക്കുക? ഗ്ലൂക്കഗോൺ. സെറ്റ് അല്ലേ? അപ്പോൾ ബി അവിടെ ഇൻസുലിൻ കണ്ടോ, ആരായി അങ്ങനെ കിട്ടിയാൽ മതി, ഇൻസുലിൻ ഉണ്ടാക്കും. ആൽഫ സെല്ല് ഗ്ലൂക്കഗോണിനെ ഉണ്ടാക്കും. സെറ്റാണോ? സോ വി ഹാവ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. സെറ്റല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ശ്രദ്ധിക്കുക, റെഡി അല്ലേ? ഓക്കെ, ഇനി ഇവരുടെ ഫങ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ലുക്ക്, ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയാം? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് കുറക്കുന്ന ആളാണ് ഇയാൾ. എങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുക? ശ്രദ്ധിക്കുക, ദിസ് ഈസ് യുവർ ബ്ലഡ് വെസൽ. നിങ്ങളുടെ രക്തക്കുഴലാണിത്. രക്തക്കുഴലിൽ ധാരാളം ഗ്ലൂക്കോസ് ഉണ്ട് രക്തത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ എന്താ ചെയ്യാന്നറിയോ? രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ലിവറിലേക്ക് പറഞ്ഞയക്കും. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ലിവർ. ഇവിടെ യു ഹാവ് യുവർ ലിവർ. സോ ദിസ് ഈസ് ലിവർ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെപ്പാറ്റോസൈറ്റ്. എന്താണ് മക്കളെ? ഹെപ്പാറ്റോസൈറ്റ്. സോ ഇറ്റ് ആക്ട് ഓൺ ദ ഹെപ്പറ്റോസൈറ്റ്സ്. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെപ്പറ്റോസൈറ്റ് ഇറ്റ് സ്റ്റിമുലേറ്റ് അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ബൈ ഹെപ്പറ്റോസൈറ്റ്. ഇറ്റ് ആക്ട് ഓൺ ദ ഹെപ്പറ്റോസൈറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ബൈ ഹെപ്പറ്റോസൈറ്റ്. ഈ ഹെപ്പാറ്റോസൈറ്റ് ലിവർ സെല്ലുകൾ ഗ്ലൂക്കോസിനെ എടുക്കും. ലിവർ സെല്ല് ഗ്ലൂക്കോസിനെ എടുത്തിട്ട് ഇറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. എന്നിട്ട് ലിവർ സെല്ലിനകത്ത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജൻ സിന്തസിസ്. ഗ്ലൈക്കോജൻ്റെ സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ്. നമ്മൾ ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസുകളെ ചേർത്ത് വെച്ച് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ലിവർ സെല്ലുകൾ സൂക്ഷിക്കും. സോ ദാറ്റ് ഈസ് ബൈ ഇൻസുലിനാണ് ഈ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ ഓൾസോ ആക്ട് ഓൺ
ഫാറ്റ് സെൽസ്, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് സെല്ലുകളിലും ഇൻസുലിൻ ആക്ട് ചെയ്യും. സോ ദിസ് ഈസ് ഫാറ്റ് സെൽ അതർവൈസ് കോൾഡ് അഡിപ്പോസൈറ്റ്സ്. എന്താ വിളിക്കുക മക്കളെ? അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റുകളും ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യും, ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും. എന്നിട്ട് ഇറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഫാറ്റ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ ലുക്ക്, it act on hepatocytes and adipocytes and stimulate cellular uptake and utilization of glucose. ഗ്ലൂക്കോസിനെ വലിച്ചെടുത്തിട്ട് ഈ സെല്ലുകൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി വരും. ഗ്ലൈക്കോജൻ സിന്തസിസ് ആൻഡ് ലിപ്പിഡ് സിന്തസിസ് ഓർ ഫാറ്റ് സിന്തസിസ്. ഇത് രണ്ടുമാണ് ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ? അപ്പോൾ നിങ്ങളെ തടിയന്മാരാക്കുന്ന ഹോർമോൺ ആരാ? ഇൻസുലിൻ. അത് നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ പെട്ടെന്ന് തടി കുറഞ്ഞ് മെലിഞ്ഞു പോകില്ല, ബിക്കോസ് ദേ ഹാവ് നോ ഇൻസുലിൻ ഇൻ ദെയർ ബോഡി, അല്ലേ? അവരുടെ ബോഡിയിൽ ഇൻസുലിൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ തടിയൊക്കെ കുറഞ്ഞു പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയും. സോ ദാറ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണെന്ന് പറയാം. ഇയാളൊരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പോ കുറയ്ക്കുക, ഗ്ലൈസീമിക് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഹോർമോണാണ്. ഗ്ലൂക്കഗോൺ എക്സാക്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ചെയ്യുക. ഇറ്റ് ഓൾസോ ആക്ട് ഓൺ ഹെപ്പറ്റോസൈറ്റ് ആൻഡ് അഡിപ്പോസൈറ്റ്. ഹെപ്പറ്റോസൈറ്റിൽ ഇയാൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ഓൺ ഹെപ്പറ്റോസൈറ്റ്സിൽ ഇയാൾ പോയി ആക്ട് ചെയ്താൽ ഹെപ്പറ്റോസൈറ്റിലെ ഗ്ലൈക്കോജൻ മുറിഞ്ഞ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിൻ്റെ പോളിമറാ, അത് മുറിഞ്ഞ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഗ്ലൈക്കോജീനോലൈസിസ്. എന്താണ് മക്കളെ? ലൈസിസ് എന്ന് പറഞ്ഞാൽ പൊട്ടുക. ആരെ പൊട്ടുന്നത്? ഗ്ലൈക്കോജൻ ആണ് പൊട്ടുന്നത്. സോ ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജൻ പൊട്ടുന്നതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ലുക്ക്, ഗ്ലൂക്കഗോണിൻ്റെ അടുത്ത ഫംഗ്ഷൻ ഇറ്റ് ആക്ട് ഓൺ അഡിപ്പോസൈറ്റ്സ്. ഇയാൾ പോയിട്ട് അഡിപ്പോസൈറ്റിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ഓൺ അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കുട്ടികളെ? വേഗം പറ. യെസ്, ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഗ്ലൂക്കോനിയോജനസിസ്. എന്താ വിളിക്കുക? ഗ്ലൂക്കോനിയോജനസിസ്. സോ ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്. ആ ഗ്ലൂക്കോസ് ഒക്കെ ബ്ലഡിലേക്ക് വരും. അപ്പോൾ നമുക്ക് നേരത്തെ ഇൻസുലിൻ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അയാൾ ചെയ്യാം. ആൻഡ് ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഇയാളൊരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ദേ ആർ ഓൾസോ ആൻറ്റാഗോണിസ്റ്റ്. ഇവരും എന്താണ്? ആൻറ്റാഗോണിസ്റ്റ് ആണ് നമുക്ക് പറയാം. സെറ്റല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട ഒറ്റ ഡിസീസ് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, അല്ലേ? സോറി, ഡയബറ്റീസ് മെല്ലിറ്റസ്. ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ലോ ഇൻസുലിൻ, അല്ലേ? ഡിക്രീസ്ഡ് ഇൻസുലിൻ ബോഡി. ആക്ച്വലി ഇങ്ങനെയൊന്നുമല്ല, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ബോഡിയിൽ ഇൻസുലിൻ കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെല്ലിറ്റസ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഗ്ലൈക്കോസ് യൂറിയ ഉണ്ടാവും. ഡയബറ്റീസ് ഇൻസിപ്പിഡസിലുള്ള ആളുകൾക്ക് ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. കീറ്റോൺ യൂറിയ ഉണ്ടാവും. നമ്മൾ രണ്ടും എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷനിൽ പഠിച്ചതാണ്. ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. കീറ്റോൺ യൂറിയ അല്ലെങ്കിൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ഇവരെ ട്രീറ്റ്മെൻറ്റ് എന്താ കുട്ടികളെ? ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇൻസുലിൻ തെറാപ്പി. പല മരുന്നുകളുണ്ട്, പക്ഷെ നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ പഠിച്ചോളൂ. ഇൻസുലിൻ തെറാപ്പി. എന്താണ്? ഇൻസുലിൻ തെറാപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സെറ്റാണല്ലോ? ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാൻക്രിയാസ്. ഇനി നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ്സ് ആൻഡ് ഗോണാഡ്സ് കൂടെ പറഞ്ഞാൽ തീർന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് അഡ്രിനൽ ഗ്ലാൻഡ്സ്. Okay. So we have a pair of adrenal glands which are located in the superior part of each kidney. രണ്ട് കിഡ്നിയുടെയും മുകൾ ഭാഗത്ത് തൊപ്പിയിട്ട് കൊടുത്ത പോലെ we have a pair of adrenal glands. നമുക്ക് നമ്മളൊരു adrenal gland എടുത്തു കഴിഞ്ഞാൽ adrenal gland ഒരു ഔട്ടർ പാർട്ട് ഉണ്ട്, ഇന്നർ പാർട്ട് ഉണ്ട്. And this inner part is called medulla, അല്ലേ? ഇന്നർ പാർട്ടിനെ മെഡുല്ല എന്ന് വിളിക്കും. ഔട്ടർ പാർട്ട് ഈസ് കോൾഡ് കോർട്ടെക്സ്. ദ കോർട്ടെക്സ് ഹാസ് 3 layers. കോർട്ടെക്സിന് ഏറ്റവും പുറമേ ഒരു ലെയർ ഉണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഉണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഉണ്ട്, അല്ലേ? 3 ലെയറാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഏറ്റവും പുറമേയുള്ള ലെയർ
നോക്കൂ, ജി എഫ് ആർ എന്ന് ഓർത്താൽ മതി. എന്താണ് ജി എഫ് ആർ? ജി ആണ് ഏറ്റവും പുറത്ത്. നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓർത്തില്ലേ, അതാണ് ജി എഫ് ആർ അല്ലേ, അതിവിടെ ഓർത്താൽ മതി. സോ ഏറ്റവും പുറത്തെ ലെയറാണ് ഗ്ലോമറുലോസ. ഓക്കെ, സോണ ഗ്ലോമറുലോസ, പറഞ്ഞേ സോണ ഗ്ലോമറുലോസ. രണ്ടാമത്തെ ലെയറാണ് സോണ ഫാസിക്കുലേറ്റ. സോണ ഫാസിക്കുലേറ്റ, പറഞ്ഞേടാ സോണ ഫാസിക്കുലേറ്റ. ഏറ്റവും ഉള്ളിലെ ലെയറാണ് സോണ റെട്ടിക്കുലാരിസ്, പറഞ്ഞേ സോണ റെട്ടിക്കുലാരിസ്. ഓക്കെ, സോ വി ഹാവ് സോണ ഗ്ലോമറുലോസ, ഫാസിക്കുലേറ്റ, റെട്ടിക്കുലാരിസ്. സെറ്റാണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് മെഡുല്ല. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുക, അഡ്രിനൽ മെഡുല്ലയിൽ നിന്നുള്ള ഹോർമോണുകൾ ആരൊക്കെയാണ്? അഡ്രിനൽ മെഡുല്ലറി ഹോർമോൺസ്, അതായത് അഡ്രിനൽ മെഡുല്ലയിൽ നിന്നുള്ള ഹോർമോണുകൾ ആരൊക്കെയാണ്? സോ ദേ ആർ അഡ്രിനാലിൻ, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. പറഞ്ഞേ മക്കളെ, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. എന്താണ് എപ്പിനെഫ്രിൻ? നോർ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് നോറെപ്പിനെഫ്രിൻ. എന്താടാ നോറെപ്പിനെഫ്രിൻ? ദേ ടുഗദർ കോൾഡ് എമർജൻസി ഹോർമോൺസ്. എമർജൻസി ഹോർമോൺസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ദേ ആർ കാറ്റക്കോളമീൻസ്, അല്ലെങ്കിൽ നമ്മൾ അവർ വിളിക്കുന്ന പേരാണ് ദേ ആർ കാറ്റക്കോളമീൻസ്. ഓക്കെ, കാറ്റക്കോളമീൻസ് എന്നാണ് വിളിക്കാം. സോ ദേ ആർ ടുഗദർ കോൾഡ് കാറ്റക്കോളമീൻസ് ഓർ എമർജൻസി ഹോർമോൺസ്. വൈ ദേ ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ്? ഇവരുടെ ആക്ഷൻസ് നിങ്ങൾ നോക്ക്, ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്, ഇൻക്രീസ് സ്വെറ്റിംഗ്, നമ്മൾ വിയർക്കല്ലേ, പേടിക്കുമ്പോൾ വിയർക്കാറില്ലേ, ദെൻ ഇൻക്രീസ് അലേർട്ട്നെസ്, നമ്മുടെ അലേർട്ട്നെസ് കൂട്ടും. നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ ഉണ്ടാവുക? ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്, ഇൻക്രീസ് കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റി, ഇൻക്രീസ് അലേർട്ട്നെസ്, ഇൻക്രീസ് സ്വെറ്റിംഗ് ഒക്കെ തള്ളിക്കോ. റെഡി അല്ലേ മക്കളെ? ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, കാറ്റക്കോളമീൻസ്. എന്താണ് കാറ്റക്കോളമീൻസ്? വൈ ദേ ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ്? ബിക്കോസ് ദേ ആർ സെക്രീറ്റഡ് ഇൻ കേസ് ഓഫ് എമർജൻസി സിറ്റുവേഷൻസ്. റെഡിയാണോ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വേറെയും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, നമുക്ക് തൽക്കാലം ഇത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ, ആരോ പറഞ്ഞിട്ടുണ്ട്, ടൈം കില്ലർ. യെസ്, വെരി ഗുഡ്, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ദർ. പക്ഷെ നമ്മൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല, നമ്മൾ ഏറ്റവും മിനിമം ലെവലിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്ര മതി. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അതൊക്കെ ഓർക്കാം. അപ്പോൾ നമ്മൾ അഡ്രിനൽ മെഡുല്ലറി ഹോർമോൺസ് പഠിച്ചു. ഇനി ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സ് നോക്കട്ടെ. അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോണുകളെ നമുക്ക് പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നുള്ള ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മിനറലോകോർട്ടിക്കോയിഡ്സ്. മിനറലോകോർട്ടിക്കോയിഡ്സ്. മൂന്നാമത്തെ ആളാണ് സെക്സ് സ്റ്റിറോയിഡ്സ്. സെക്സ് സ്റ്റിറോയിഡ്സ്. സെക്സ് സ്റ്റിറോയിഡ്സ്. ഓക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട മെയിൻ ആളാണ് കോർട്ടിസോൾ. ആരാണ്? കോർട്ടിസോൾ. മിനറലോ കോർട്ടിക്കോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട മെയിൻ ആളാണ് ആൽഡോസ്റ്റിറോൺ. ആരാണ്? ആൽഡോസ്റ്റിറോൺ. ഓക്കെ, സെക്സ് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ആൻഡ്രോജൻ ആണ്. നമ്മൾ മെയിലിൻ്റെ ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള ആൻഡ്രോജൻ ആണ് സെക്സ് സ്റ്റിറോയിഡ്. നമ്മൾ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ പഠിക്കണം. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ലുക്ക്, ഇറ്റ് റെഗുലേറ്റ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. മറ്റൊരു ഫംഗ്ഷൻ, ഇറ്റ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുക എന്നുള്ളത് ഇയാളുടെ മറ്റൊരു ഫംഗ്ഷനാണ്. സെറ്റല്ലേ? സോ ഇറ്റ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അതുകൊണ്ട് നമ്മൾ അലർജിക്കൊക്കെ എതിരെ ഇപ്പോൾ സോ ദാറ്റ് ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇയാൾ. ഇപ്പോൾ ഇന്നലെ ആണോ? യെസ്, ഇന്നലെയാണ്, വെള്ളിയാഴ്ച, മിനിഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ ഒരു ഇലക്ട്രിക്കലിൻ്റെ പണിക്ക് ഒരാൾ വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു സാധനത്തിനകത്ത് കൈയിട്ടു, ഒരു സോക്കറ്റിനകത്ത്, പണി കഴിഞ്ഞിട്ടില്ലാത്തൊരു സോക്കറ്റാണ്. അപ്പോൾ അതിനുള്ളിൽ കടന്നൽ കൂടുണ്ടായിരുന്നു. കടന്നൽ പുള്ളിനെ കടിച്ചു. അപ്പോൾ ചില ആളുകൾക്ക് കടിക്കല കടന്നൽ കുത്തി കഴിഞ്ഞാൽ അലർജി വരാം. അപ്പോൾ അലർജി ഉള്ള ആളാണ്, ഇയാൾക്ക് പ്രശ്നമായി. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈഡ്രോകോർട്ടിസോൺ അല്ലെങ്കിൽ ഡെക്സോണ എന്ന് പറയും. ദാറ്റ് ഈസ് സ്റ്റിറോയിഡാണ്. ഈ കോർട്ടിസോളിൻ്റെ ആക്ഷനുള്ള ഇഞ്ചക്ഷനാണ്. സോ കോർട്ടിസോൾ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഭയങ്കരമായിട്ട് അലർജിയൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായി സപ്രസ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് സ്റ്റിറോയിഡ്, ഈ പറയുന്ന കോർട്ടിസോൾ പോലെയുള്ള ആളുകൾ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സെറ്റല്ലേ?
സോ കോർട്ടിസോൾ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഒരുപാട് ഫംഗ്ഷൻ നമുക്ക് പറയാം, ഞാൻ തൽക്കാലം 2 ഫംഗ്ഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇനി മിനറലോ കോർട്ടിക്കോയിഡ്, ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റിമുലേഷൻ, അബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ ആൻഡ് സെക്രീഷൻ ഓഫ് ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫേറ്റ്. പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും സെക്രീഷൻ കൂട്ടും, സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും അബ്സോർപ്ഷൻ കൂട്ടുക. ഇതാണ് ഇയാളുടെ ടു മിനിമേറ്റ് സ്റ്റിമുലേറ്റ് അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ, Na+ ആൻഡ് വാട്ടർ. മരുന്ന് കഴിച്ചാൽ മനുഷ്യൻ ചത്തില്ലേ? ചാവാനാണല്ലോ നിങ്ങളുടെ നാട്ടിൽ മരുന്ന് കൊടുക്കാറല്ലേ? സോ ലുക്ക്, മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് നിർത്തി അങ്ങ് അപമാനിക്കുക. ഓക്കെ, സോ മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലേ. വാട്ടറിൻ്റെയും Na+ൻ്റെയും അബ്സോർപ്ഷൻ കൂട്ടുന്ന ആളാണ് ആര് കുട്ടികളെ? മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ സെക്സ് സ്റ്റിറോയിഡിൻ്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? ലുക്ക്, ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ. ഇപ്പോൾ മെയിലായാലും ഫീമെയിലായാലും ബോഡിയിലൊക്കെ ഹെയർ വരില്ലേ, ദാറ്റ് ഈസ് ആക്സിയൽ ഹെയർ. ഓക്കെ, അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ. ഓക്കെ, ETC. ബോഡിയിലെ ആക്സിയൽ ഹെയർ, ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാകുന്ന പരിപാടിയാണ് എന്ത് കുട്ടികളെ? സോറി, അതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്സ് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞത്. സാറ് തമാശക്ക, ഞാനും തമാശക്ക് പറഞ്ഞതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ റെഡി അല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിലെ ഹോർമോണുകളൊക്കെ പഠിച്ചു അല്ലേ? ഇവിടെ നമുക്കൊരു ഡിസീസ് പഠിച്ചാലോ? ദാറ്റ് ഈസ് അഡിസൺസ് ഡിസീസ്. അഡിസൺസ് ഡിസീസ്. വാട്ട് ഈസ് അഡിസൺസ് ഡിസീസ്? Decreased production of hormones from adrenal cortex. അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥ, കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? അഡിസൺസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക കുട്ടികളെ? അഡിസൺസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഒറ്റ ഡിസീസ് പഠിച്ചോ. ഇൻ അഡിസൺസ് ഡിസീസ് ദർ ഈസ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഫ്രം അഡ്രീനൽ കോർട്ടെക്സ്. ഓക്കെ, ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് സാർ ക്യാൻ കുക്ക്. അതെന്താടാ അങ്ങനെ സാർ ക്യാൻ കുക്ക് എന്ന് കുറേ നേരം ഞാൻ പറയുന്നുണ്ടല്ലോ? ഞാൻ കുക്ക് ചെയ്യൊന്നുമില്ല. ഓക്കെ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഫ്രം അഡ്രിനൽ കോർട്ടെക്സിലെ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കുക അല്ലേ, ഹോർമോൺ കുറയുക. ദാറ്റ് ഈസ് കോൾഡ് അഡിസൺസ് ഡിസീസ്. അപ്പോൾ നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഗൊണാഡ്സിൻ്റെ ഹോർമോൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഇൻ കേസ് ഓഫ് മെയിൽസ് വി ഹാവ് ആൻഡ്രോജൻ അല്ലേ? ആൻഡ്രോജൻസ്, നമ്മുടെ ടെസ്റ്റിസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. നമ്മുടെ ടെസ്റ്റിസിൽ ദർ ഈസ് എ സ്പെഷ്യൽ സെൽ കോൾഡ് ലെയ്ഡിക് സെൽ, അയാളാണ് ആൻഡ്രോജൻ ഉണ്ടാക്കുന്നത്. ആൻഡ്രോജൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസിനെ അയാൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? ഇറ്റ് സ്റ്റിമുലേറ്റ് ഫങ്ഷനിങ് ഓഫ് മെയിൽ സെക്സ് ഓർഗൻസ്. മെയിലിൻ്റെ സെക്സ് ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ആരാണ്? ആൻഡ്രോജൻസ് ആണ്. മനസ്സിലായി. ഓക്കെ, സോ മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്. ഇറ്റ്സ് ഓൾസോ സ്റ്റിമുലേറ്റ് ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ബിഹേവിയർ. മെയിലിൻ്റെ സെക്ഷുവൽ ബിഹേവിയർ ഉണ്ടാവുന്നത് ഈ ആൻഡ്രോജൻ പോയിട്ട് നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലേക്ക് ആൻഡ്രോജൻ പോയി ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സെക്ഷുവൽ ബിഹേവിയറൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആൻഡ്രോജൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ മക്കളെ? പഠിച്ചു കഴിഞ്ഞു. ഇനി ഫീമെയിൽസിൻ്റെ ഗൊണാഡ് ആരാ കുട്ടികളെ? ഓവറിയാണ് അല്ലേ? സോ ഓവറിയിൽ നിന്ന് നമുക്ക് 2 ഹോർമോൺ വരുന്നുണ്ട്. ഓവറിയിലെ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ്, ഒവേറിയൻ ഫോളിക്കിൾസ് ആരെയാണ് ഉണ്ടാക്കുക? ഈസ്ട്രോജൻ അല്ലേ? ഈസ്ട്രോജൻ്റെ സ്പെല്ലിംഗ് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഈസ്ട്രോജൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി ഈസ്ട്രോജൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. രണ്ടും കറക്റ്റാണ് സ്പെല്ലിങ്. ഓക്കെ, ഈസ്ട്രോജൻ ഉണ്ട്. ഓവറിയിലെ ഫോളിക്കിൾ ഓവുലേഷന് ശേഷം കോർപ്പസ് ലൂട്ടിയം രൂപപ്പെടും. നമ്മൾ പഠിച്ചതാ, കോർപ്പസ് ലൂട്ടിയം രൂപപ്പെടും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് വാട്ട്? പ്രൊജസ്റ്റിറോൺ അല്ലേ? ഇയാൾ പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കും. അപ്പോൾ പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കുന്ന ആരാ? കോർപ്പസ് ലൂട്ടിയാണ്. ഫോളിക്കിൾസ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നു. ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻസ് എന്താ? നമ്മൾ ആൻഡ്രോജൻ്റെ കേസിൽ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഒന്ന് ഊജനസിസ്. ഇറ്റ് സ്റ്റിമുലേറ്റ് ഊജനസിസ് എന്ന് പറഞ്ഞാൽ ഓവമുണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? oogenesis എന്ന് വിളിക്കുന്നത്. The process of formation of ovum is called oogenesis. So estrogen stimulate oogenesis. Estrogen stimulate the functioning of female sex organs. ഫീമെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഫംഗ്ഷനെയും ഈസ്ട്രോജൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫീമെയിൽ സെക്ഷുവൽ ബിഹേവിയറിനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. Now what is the function of progesterone?
ഇറ്റ് സപ്പോർട്ട് പ്രഗ്നൻസി. ഓക്കെ, പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ? അപ്പോൾ നമ്മൾ ഓവറിയും എല്ലാ ഗ്ലാൻഡുകളും ഉണ്ടാക്കുന്ന ഹോർമോണുകൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെറ്റാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേ മക്കളെ. അടിപൊളി നോട്ടാലേ, നമ്മൾ ഇവിടെ നിന്ന് എഴുതി ഉണ്ടാക്കി വരച്ചുണ്ടാക്കിയ നോട്ടാണ്. സോ യു ഗോട്ട് എവറിഥിങ്. റെഡിയാണോ? ഓക്കെ, ഈ നോട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ, ശരി. കം ഹിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനാണ്. അതിന് മുമ്പ് ഹോർമോൺസ് ഓഫ് അതർ ഓർഗാൻസ് അല്ലേ? നമ്മുടെ ബോഡിയിൽ മറ്റ് പല അവയവങ്ങളും ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഗ്ലാൻഡുകളല്ലാത്ത നമ്മുടെ ശരീരത്തിലെ മറ്റ് പല അവയവങ്ങളും ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹോർമോൺസ് ഓഫ് അതർ ഓർഗാൻസ്. നിങ്ങൾ പറ, ഏതൊക്കെ ഓർഗാനുകളാണ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്? നമുക്കങ്ങ് തുടങ്ങാം. ഒന്നാമത്തത്, കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ പറയാൻ പറ്റുമോ? കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഹാർട്ട് ANF ആരോ ആദ്യമേ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഹാർട്ട്, കിഡ്നി. ശരി, കിഡ്നി ഉണ്ടാക്കും. നമുക്ക് കിഡ്നി അങ്ങ് തുടങ്ങാം. ഹാർട്ടിലേക്ക് നമുക്ക് എന്നിട്ട് പോകാം. ഹാർട്ട് നിങ്ങൾ ഈ അടുത്ത് പഠിച്ചിട്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കിഡ്നി ഉണ്ടാക്കും നിങ്ങൾ ഇതുവരെ വെരി ഗുഡ്, എറിത്രോപോയറ്റിൻ അല്ലേ? സോ കിഡ്നി പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് എറിത്രോപോയറ്റിൻ. ആ പേര് തന്നെയുണ്ട്. എറിത്രോപോയറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഇറ്റ് സ്റ്റിമുലേറ്റ് എറിത്രോപോയസിസ്. അതാണ് അയാളുടെ ഫംഗ്ഷൻ. ഇറ്റ് സ്റ്റിമുലേറ്റ് വാട്ട്? എറിത്രോപോയസിസ്. എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഫംഗ്ഷൻ. സോ വാട്ട് ഈസ് എറിത്രോപോയസിസ്? പ്രൊഡക്ഷൻ ഓഫ് RBC. RBC ഉണ്ടാകുന്ന പരിപാടിനെയാണ് നമ്മൾ എറിത്രോപോയസിസ് എന്ന് വിളിക്കുന്നത്. സാർ ചോറ് കഴിച്ചിട്ടില്ല. എടാ ഞാനും തിന്നിട്ടില്ല, ഞാനിവിടെ നിൽക്കുന്നില്ലേ. പ്രൊഡക്ഷൻ ഓഫ് RBC. നിങ്ങൾ ചോറ് ഇതിനെ മുന്നേ കൊണ്ടുവച്ച് കഴിച്ചോ? ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ്. രാത്രി ചോറ് തിന്നണ. ചോറ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ കഴിക്കല്ലേ, എനിക്കിഷ്ടമല്ല. ചെറുപ്പം മുതലേ ഒന്നും പറയാനില്ല, അതായത് ഒരു കുറച്ച് കാലമായിട്ട്, ഒരു 2016 തൊട്ട് രാത്രി ചോറ് തിന്നിട്ടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അതിന് മുന്നൊക്കെ കിട്ടിയത് മുഴുവൻ തിന്നിട്ടുണ്ട്, ചോറ് അടക്കം കിട്ടാതെ ഇരുന്നുണ്ട്. ഓക്കെ, കം ഹിയർ. അപ്പോൾ നമ്മളത് പഠിച്ചു. ദെൻ രണ്ടാമത്തതാണ് വിശന്നു പഠിക്കണം സാർ. അത് വേണമെന്നൊന്നുമില്ല, വിശന്നൊന്ന് പഠിക്കണം. നിങ്ങൾ ഇരുന്ന് ഫുഡ് ഇതിൻ്റെ മുന്നിൽ വെച്ച് ഇരുന്ന് കണ്ടോ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് എറിത്രോപോയറ്റിൻ. ഇനി നമ്മുടെ ഹാർട്ട് അല്ല, ഹാർട്ട് അല്ലേ? ഹാർട്ട് ANF ഉണ്ടാക്കും. ANFൻ്റെ ഫംഗ്ഷൻ ഞാൻ പറയൂല, ബിക്കോസ് യു ഓൾറെഡി നോ ദാറ്റ്. നിങ്ങൾ പഠിച്ചതാ. ANFൻ്റെ ഫംഗ്ഷൻ എന്താ? ഡിക്രീസ് BP അല്ലേ? ഇറ്റ് ഡയലേറ്റ് ബ്ലഡ് വെസൽ ആൻഡ് ദെർബൈ ഡിക്രീസ് BP കുറക്കുക. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്തുകൊണ്ട് BP കുറക്കുന്ന ആളാണ്. നമ്മൾ ഓൾറെഡി എക്സ്ക്രീറ്ററി പ്രൊഡക്ഷൻ ആൻഡ് ദെയർ എലിമിനേഷനിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി അടുത്താണ് കുട്ടികളെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. ദാറ്റ് ഈസ് നമ്മുടെ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈനൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ ഉൾപ്പെടുന്ന ആ ഫുഡ് കയറി പോകുന്ന ട്രാക്റ്റ്. അതിൻ്റെ പല ഭാഗത്തും കുഞ്ഞു കുഞ്ഞു സെല്ലുകളുണ്ട്. ദേ പ്രൊഡ്യൂസ് സം ഹോർമോൺസ് അല്ലേ? അതാരൊക്കെയാണ് കുട്ടികളെ? അവരുണ്ടാക്കുന്ന ഹോർമോണുകൾ പറഞ്ഞ് ഒന്നാമത്തതാണ് ഗ്യാസ്ട്രിൻ, രണ്ടാമത്തതാണ് സെക്രീറ്റിൻ, മൂന്നാമത്തതാണ് കോളിസിസ്റ്റോക്കിനിൻ, CCK എന്ന് പറഞ്ഞാൽ കോളിസിസ്റ്റോക്കിനിൻ അല്ലേ? കോളിസിസ്റ്റോകൈനിൻ. ഓക്കെ, നാലാമത്തതാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, GIP അല്ലേ? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. വേഗം പറഞ്ഞോളൂ ഫംഗ്ഷൻ. ഗ്യാസ്ട്രിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് സ്റ്റൊമക്കിൻ്റെ പ്രവർത്തനം കൂട്ടുക, സ്റ്റൊമക്കിൽ നിന്നുള്ള എൻസൈമുകളുടെ സെക്രീഷൻ കൂട്ടുക, സ്റ്റൊമക്കിൻ്റെ മോട്ടിലിറ്റി, സ്റ്റൊമക്കിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടുക. അതാണ് ഓവറോൾ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഗ്യാസ്ട്രിൻ്റെ ഫംഗ്ഷൻ. നൗ സെക്രീറ്റിൻ, ഇറ്റ് ആക്ട് ഓൺ എക്സോക്രൈൻ പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ ഭാഗത്ത് പോയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് വാട്ടർ. ഞാൻ H2O എന്ന് എഴുതുമ്പോൾ നിങ്ങൾ വാട്ടർ എന്ന് വായിക്കണേ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. വാട്ടർ ആൻഡ് ബൈകാർബോണേറ്റ് അയോൺസ് ഫ്രം പാൻക്രിയാസിൽ നിന്ന് വാട്ടറിൻ്റെയും ബൈകാർബണേറ്റ് അയോണുകളുടെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതാണ് സെക്രീറ്റിൻ്റെ ഫംഗ്ഷൻ. നൗ CCK, ഇറ്റ്
ആക്ട് ഓൺ ഗോൾ ബ്ലാഡർ. ഒന്നാമത് ഇറ്റ് ആക്ട് ഓൺ ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചിയിൽ പോയിട്ട് ആക്ട് ചെയ്യും. പിത്തസഞ്ചിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു റിലീസ് ഓഫ് ബൈൽ. പിത്തസഞ്ചിയിൽ നിന്ന് ബൈൽ റിലീസ് ചെയ്യാൻ കാരണമാകും. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ഓൺ it act on gallbladder and also act on exocrine pancreas. എക്സോക്രൈൻ പാൻക്രിയാസിലും ആക്ട് ചെയ്യും. ഓക്കെ, എക്സോക്രൈൻ പാൻക്രിയാസിലും ഇയാൾ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ എക്സോക്രൈൻ പാൻക്രിയാസിൽ നിന്ന് റിലീസ് ഓഫ്, നോക്കൂ, നേരത്തെ സെക്രീറ്റിൻ ആക്ട് ചെയ്തപ്പോൾ അവിടുന്ന് വാട്ടറും ബൈകാർബണേറ്റും ആണ് വന്നതെങ്കിൽ ഇപ്പോൾ ഇയാൾ ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക എന്നറിയോ? റിലീസ് ഓഫ് എൻസൈംസ് ഫ്രം എക്സോക്രൈൻ പാൻക്രിയാസ്. എക്സോക്രൈൻ പാൻക്രിയാസിൽ നിന്ന് എൻസൈമുകൾ റിലീസാകാൻ അത് കാരണമാകും. ഇനി അടുത്താണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡിന്റെ ഫങ്ഷൻ ആ പേര് തന്നെയുണ്ട്. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. സ്റ്റൊമക്കിൻ്റെ മൊത്തത്തിലെ ആക്ടിവിറ്റി, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി കുറയ്ക്കുന്ന ആളാണ് ആര് കുട്ടികളെ? GIP. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. റെഡിയാണോ മക്കളെ? ഇറ്റ് ഡിക്രീസ് ഓർ ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഹോർമോണുകളെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്ലാസിഫിക്കേഷൻ. ലുക്ക്, നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് പ്രോട്ടീൻ, പെപ്റ്റൈഡ് ആൻഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺസ്. ഹോർമോണുകളുടെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് പ്രോട്ടീൻ, പെപ്റ്റൈഡ് ആൻഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺസ്. രണ്ടാമത്തതാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് അയഡോതൈറോണിൻസ്. ആരാണ് മക്കളെ? അയഡോതൈറോണിൻസ്. ഓക്കെ. നാലാമത്തെ ഗ്രൂപ്പാണ് സ്റ്റിറോയിഡ്സ്. ആരാണ് മക്കളെ? സ്റ്റിറോയിഡ്സ്. പറഞ്ഞേ, സ്റ്റിറോയിഡ്സ്. ഓക്കെ. സോ അയഡോതൈറോണിൻ ഗ്രൂപ്പിൽ ആകെ നമുക്ക് T3 ആൻഡ് T4 അത്രയേ ഉള്ളൂ. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിൽ ആരാ? അഡ്രീനാലിനും നോറഡ്രീനാലിനും. ഓക്കെ, അഡ്രീനാലിൻ, നോറഡ്രീനാലിൻ. ഓക്കെ. ഇനി സ്റ്റിറോയിഡിൽ ആരാ? സ്റ്റിറോയിഡിൽ നമുക്ക് നമ്മുടെ സെക്സ് ഹോർമോൺസ്, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ, ദെൻ ആൻഡ്രോജൻ, ദെൻ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്നുള്ള എല്ലാവരും. സോ ആരൊക്കെ വരും? കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ്, സെക്സ് കോർട്ടിക്കോയിഡ്, അഡ്രിനൽ കോർട്ടെക്സ്, ഇതെല്ലാവരും. ഈ പറയപ്പെടാത്ത ബാക്കി ടീം മൊത്തം ഈ കൂട്ടത്തിലാണ് വരിക. എല്ലാ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോൺ, ഹൈപ്പോതലാമസിലെ മൊത്തം ആളുകൾ, പിറ്റ്യൂറ്ററിയിലെ മൊത്തം ആളുകൾ, ദെൻ തല്ല് കൂടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇൻസുലിന്, ഗ്ലൂക്കഗോണ്, ദെൻ TCT, PTH. ഓക്കെ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതർ ഓർഗാൻസിൻ്റെ ANF, അതുപോലെ ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, എവ്രിതിങ്. ബാക്കി എല്ലാവരും വരെ പ്രോട്ടീൻ, പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോണിലാണ്, ആ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷനും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ആൻഡ് ഫൈനലി മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഹോർമോണിൻ്റെ ആക്ഷൻ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. സെറ്റല്ലേ? റെഡിയല്ലേ? തീരാൻ പോവാ. ഓക്കെ. സോ എൻസൈം ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം കുട്ടികളെ? എൻസൈമിന് ആക്ട് ചെയ്യണമെങ്കിൽ എൻസൈം അതിൻ്റെ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യണം. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് എൻസൈം റിസപ്റ്റർ കോംപ്ലക്സ്. എന്ത് രൂപപ്പെടുക? എൻസൈമും റിസപ്റ്ററും കൂടെ കൂടിച്ചേർന്ന എൻസൈം റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. അതായത് ദിസ് ഈസ് യുവർ എൻസൈം. ആ എൻസൈമിന് ബൈൻഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ റിസപ്റ്റർ ഉണ്ടാകും. രണ്ടും കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി എൻസൈം റിസപ്റ്റർ കോംപ്ലക്സ്, അല്ലേ? സോ എൻസൈം ഇതാ, റിസപ്റ്റർ ഇതാ, അതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സെല്ലുകളിൽ ഓരോ ഫങ്ഷനും നടക്കുന്നത്. ഓക്കെ. അപ്പോൾ റിസപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസപ്റ്റേഴ്സ് ആർ 2 types. വി ഹാവ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. സെൽ മെംബ്രെയിനിൽ കാണുന്ന റിസപ്റ്ററുകളുണ്ട്. ഓർ റിസപ്റ്റർ ക്യാൻ ബി ഇൻട്രാ സെല്ലുലാർ. സെല്ലിനകത്ത് കാണുന്ന റിസപ്റ്ററുണ്ട്, സെല്ലിൻ്റെ ഉൾഭാഗത്ത്. ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ക്യാൻ ബി വിത്തിൻ ദ ന്യൂക്ലിയസ്. ചിലപ്പോൾ ന്യൂക്ലിയസിൻ്റെയും ഉള്ളിലായിരിക്കാം റിസപ്റ്റർ, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഇൻ ദ സൈറ്റോപ്ലാസം. സോ ദെൻ ഇറ്റ് ക്യാൻ ബി സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ.
ഓക്കെ, അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്താണെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയും. ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയും. സോ റിസപ്റ്റർ ക്യാൻ ബി ന്യൂക്ലിയർ റിസപ്റ്റർ ഓർ ഇറ്റ് ക്യാൻ ബി സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ. സെറ്റാണ് കുട്ടികളെ? റെഡി അല്ലേ? ഓക്കെ. സോ ലുക്ക്, നമുക്കിനി ഓരോ റിസപ്റ്ററും ഉള്ള എൻസൈമുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹോർമോൺസ് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. ഇതൊരു സെല്ലാണ്. ആ സെല്ലിൻ്റെ മെംബ്രെയിനിൽ റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിലേക്ക് ഹോർമോൺ ബൈൻഡ് ചെയ്തു. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിനകത്ത് സെക്കൻഡ് മെസ്സഞ്ചറുകൾ എന്നറിയപ്പെടുന്ന, നോക്കൂ, ഇങ്ങനെ ഹോർമോൺ വന്ന് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്താൽ ഇവിടെ സെക്കൻഡ് മെസ്സഞ്ചറുകൾ എന്നറിയപ്പെടുന്ന മോളിക്യൂളുകൾ രൂപപ്പെടും. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് സെല്ലിനകത്ത് കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക, അല്ലെങ്കിൽ സെല്ലിനകത്ത് IP3 എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക, അല്ലെങ്കിൽ സെല്ലിനകത്ത് സൈക്ലിക് AMP എന്ന് പറയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, അതാണ് IP3. അതായത് ശ്രദ്ധിക്ക്, സെല്ലിലേക്ക് ഈ റിസപ്റ്ററിലേക്ക്, സെല്ലിന് വെളിയിലുള്ള മെംബ്രെയിനിലിരിക്കുന്ന ഈ റിസപ്റ്ററിലേക്ക് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്താൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. സോ ദാറ്റ് ലീഡ്സ് ടു ജനറേഷൻ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് വിത്തിൻ ദ സെൽ. സെല്ലിനകത്ത് കാൽഷ്യത്തിൻ്റെ അളവ് കൂടും, അല്ലെങ്കിൽ സെല്ലിനകത്ത് IP3 ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന കെമിക്കലിൻ്റെ സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ സൈക്ലിക് AMPയുടെ അളവ് കൂടുക. ഇങ്ങനത്തെ ചില ചേഞ്ച് സെല്ലിനകത്ത് വരും. ആ ചേഞ്ച് പിന്നീട് ദാറ്റ് ലീഡ് ടു ബയോകെമിക്കൽ റെസ്പോൺസസ്. അത് സെല്ലിനകത്ത് മറ്റ് ബയോകെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാക്കും. ബയോകെമിക്കൽ റെസ്പോൺസസ് അത് അവസാനം സെല്ലിൻ്റെ ഗ്രോത്ത്, സെല്ലിൻ്റെ വളർച്ച, അല്ലെങ്കിൽ സെല്ലിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ട് പിന്നീട് അത് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്. എന്താണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്? അത് പിന്നീട് എന്തിലേക്ക് നയിക്കൂടാ? ഫിസിയോളജിക്കൽ റെസ്പോൺസിലേക്ക് നയിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ദർ ഈസ് എ ഡയഗ്രം ഇൻ NCERT. നിങ്ങൾ NCERT ഡയഗ്രം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. NCERT ഡയഗ്രം യു ഷുഡ് സ്റ്റഡി. കാരണം അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതേ കാര്യമാണ്, ബട്ട് NCERT കുറച്ചുകൂടെ നല്ല രസത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ദേ വിൽ ആസ്ക് ദാറ്റ്. നൗ ലുക്ക്, അടുത്ത് നമ്മൾ എൻസൈംസ് വിത്ത് ന്യൂക്ലിയർ റിസപ്റ്റർ അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ, സെല്ലിനകത്ത് റിസപ്റ്ററുള്ള എൻസൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒരു ന്യൂക്ലിയസിൽ റിസപ്റ്ററുള്ള എൻസൈമിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ സെൽ മെംബ്രെയിൻ ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിലാണ് റിസപ്റ്റർ ഇരിക്കുന്നത്. സോ ദിസ് ഈസ് യുവർ റിസപ്റ്റർ. സോ വാട്ട് ഹാപ്പൻസ്? ഹോർമോൺ വരും, ഹോർമോൺ പ്ലാസ്മ മെംബ്രെയിനെ കടന്നു പോകും, അവസാനം സെല്ലിനകത്തേക്ക് എത്തും, ന്യൂക്ലിയസിലേക്ക് എത്തിയിട്ട് ന്യൂക്ലിയർ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടും. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. ആൻഡ് ദിസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഇൻ്ററാക്ട് വിത്ത് ദ ജീനോം. ഇത് നിങ്ങളുടെ DNA ഇൻ്ററാക്ട് ചെയ്യും, നിങ്ങളുടെ DNA പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ DNA നിന്ന് RNA എന്ന് പറയുന്ന മോളിക്യൂൾ രൂപപ്പെടും. DNA നിന്ന് RNA ഉണ്ടായിക്കഴിഞ്ഞാൽ RNA നിന്ന് പ്രോട്ടീനുകൾ ഉണ്ടാകും. എന്തുണ്ടാകും കുട്ടികളെ? പ്രോട്ടീനുകൾ ഉണ്ടാകും. അങ്ങനെ പ്രോട്ടീനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ഫിസിയോളജിക്കൽ റെസ്പോൺസസ്. അതിലൂടെ സെല്ലിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാകും. സോ യു ഷുഡ് ലുക്ക് NCERT ഡയഗ്രാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇറ്റ് ഇൻറ്ററാക്ട് വിത്ത് DNA ഓർ ജീനോം. ജീനോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ DNA ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ DNA ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ DNA നിന്ന് RNA ഉണ്ടാക്കും, RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീന് that lead to physiological responses. Okay, that's it. So that's all about the chapter. സാർ മുടി എന്തിനാ വെട്ടിയേ? ഒന്നുമില്ല, അങ്ങ് തോന്നി. ഓക്കെ, അത് മുഖത്ത് നിറയെ കുരുവൊക്കെ വന്നപ്പോഴേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. സോ ദാറ്റ്സ് വൈ. ഇപ്പോൾ ബയോമോളിക്യൂളുകൾ എടുത്താലേ എന്നെ നിങ്ങൾ മറ്റേ സുരാജ് ഉണ്ടല്ലോ ചട്ടമ്പിനാട് സിനിമയിൽ 2 ഓലക്കീറോ വെള്ളത്തുണിയോ എടുത്തോ എന്ന് പറഞ്ഞൊരു ഡയലോഗില്ലേ, അതേപോലെ 2 ഓലക്കീറോ വെള്ളത്തുണിയോ എടുത്തിട്ട് നിങ്ങളെ നേറ്റി കൊണ്ടുപോണ്ടി വരും. ഞാൻ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്, എൻ്റെ തൊണ്ടയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. സോ ഐ കാൺട്ട് ടേക്ക് മച്ച്. ഇന്ന് ചെയ്താൽ നിങ്ങൾ നേറ്റി കൊണ്ടുപോണ്ടി വരും. ഗുഡ് നൈറ്റ്. സെറ്റല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാതെ ഈ നോട്ട് അങ്ങ് നോക്കി പഠിച്ചാൽ മതി. ഇതിനകത്ത് നമ്മൾ ഏകദേശം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഏകദേശം എല്ലാ കാര്യങ്ങളും വി ഹാവ് റിട്ടൺ ഇൻ ദിസ്. ഓക്കെ.
റെഡി. അപ്പോൾ റെഡി. അപ്പോൾ ബൈ. ആ ശരി. സാർ മുടി നല്ല ലുക്കാണ്. എന്താ ചെയ്യുക, ഇത്ര ലുക്ക് മതി. ഞാൻ ഒരു സന്യാസിയാവാൻ പോവാ ഇനി. അങ്ങനെയില്ലേ, ലൗകിക സുഖങ്ങളിൽ നിന്ന് ത്യജിച്ചുകൊണ്ട് മുടിയൊന്നും ഇല്ലാണ്ട്. സാർ രണ്ടും ഒന്നാണോ പറയാം? ഫോളിക്കുലർ ആൻഡ് സ്ട്രോമൽ ടിഷ്യൂ അല്ലടാ. ഫോളിക്കിൾസിൻ്റെ തൈറോയിഡ് ഫോളിക്കിൾസ് ഇല്ലേ, തൈറോയിഡ് ഫോളിക്കിൾസിൻ്റെ ഇടയിലുള്ള മറ്റ് ടിഷ്യൂവിനെയാണ് നമ്മൾ സ്ട്രോമൽ ടിഷ്യൂ എന്ന് വിളിക്കുക. ആ സ്ട്രോമൽ ടിഷ്യൂവിലാണ് ആരിയ്ക്കുന്നത്? പാരാഫോളിക്കുലർ സെല്ല് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഫോളിക്കിൾ ഉണ്ട്, ഫോളിക്കിളിൻ്റെ പുറത്തുള്ള ആ ഭാഗത്തെ മൊത്തത്തിൽ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും, സ്ട്രോമൽ ടിഷ്യൂ. സോ ആ സ്ട്രോമയിലാണ് ആരിയ്ക്കുന്നത്? പാരാഫോളിക്കുലർ സെല്ല് ഇരിക്കുന്നത്. ഓക്കെ, ശരി. പൊക്കി അടിക്കുന്നു സാർ. ആരാ പൊക്കി അടിച്ച്? പൊക്കി അടിച്ചോട്ടെ, ഒരു മനസ്സുഖല്ലേ അല്ലേ? കെവിൻ തന്നെ പല പേരിൽ വന്ന് പൊക്കി അടിക്കുക തോന്നുന്നു. ഓക്കെ ശരി. അപ്പോൾ ശരിയടാ മക്കളെ, ബൈ. സാർ വീട് എവിടെ? വീട് മലപ്പുറം കോട്ടക്കൽ. ഓക്കെ.